ഇത് പിടിക്കുമ്പോൾ ഒരു ഫീലിംഗില് ഒരു രോമാഞ്ചം വരാന്ന് പറയില്ല. ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിട്ട് ഫുൾ തിളങ്ങണത് മിന്നണത് അവരുടെ ഒരു സിഗ്നേച്ചർ പീസ് ആണ് കേട്ടോ ഈ ഒരു ആന. ഏറ്റവും ബിഗസ്റ്റ് ബിൽഡിംഗ്, യെസ് 8th ഫ്ലോർ ആയിട്ടുള്ള ബിൽഡിംഗിലാണ്. ഫുൾ വീവിങ്ങോട് കൂടിയിട്ടുള്ള ദുപ്പട്ട, 5XL സൈസിന്റെ ഫോർമൽ ഷർട്ടാ. ഗേൾസിന്റെ ജീൻസും ലേഡീസിന്റെ ജീൻസ് ബോട്ടം ഒരു അനുഗ്രഹം മേടിച്ചിട്ട് നമുക്ക് കയറാം. നല്ലൊരു ലെവൻഡർ ഷെയ്ഡിലാണ് കേട്ടോ, ക്രഷ് മെറ്റീരിയൽ. പ്രിന്റ് പോലെ തന്നെ നമുക്ക് ബാക്കിലും പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ലേഡീസിന്റെ ബ്ലേസർ, ഇതിന്റെ സ്ലീവ് ആണ് മെയിൻ ഹൈലൈറ്റ്. ഫീഡിങ്, മെറ്റർണിറ്റി വെയർ. കുട്ടികളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഡാൻസ് കളിക്കുമ്പോൾ എന്ത് രസമായിരിക്കും. കോഡ്രൈവ് വേണോ, പോപ്കോൺ വേണോ, പ്രിന്റഡ് വേണോ? ഹായ് ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എറണാകുളത്താണ്. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. എന്താ കാര്യം എന്നറിയാം, എറണാകുളം മാർക്കറ്റിലെ ഏറ്റവും ബിഗസ്റ്റ് ബിൽഡിംഗിലാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ലൊക്കേഷൻ അറിയണ്ടേ, പ്രസ് ക്ലബ് റോഡില് പഞ്ചാബ് നാഷണൽ ബാങ്ക് കാണും. അതേപോലെ തന്നെ തൊട്ടടുത്തായിട്ട് നമുക്ക് CSB ബാങ്ക് കാണും. അപ്പൊ അതിന്റെ ഒക്കെ അടുത്തായിട്ടാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ പ്രസ് ക്ലബ് റോഡ് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ നമ്മൾ നിൽക്കുന്നത് മാർക്കറ്റ് റോഡിലെ ഏറ്റവും ബിഗസ്റ്റ് ബിൽഡിംഗ്, യെസ് 8th ഫ്ലോർ ആയിട്ടുള്ള ബിൽഡിംഗിലാണ് രാജധാനി ഫാഷൻ. അപ്പൊ ഈ ഒരു 8th ഫ്ലോർ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് മാത്രമല്ല, ഇവർക്ക് ഓൾറെഡി ഇനി 2 ഷോപ്പും കൂടി ഉണ്ട്. അപ്പൊ ഈ ഒരു ബിൽഡിംഗിൽ കിട്ടുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ കുർത്തീസ്, 2 പീസ്, 3 പീസ്, വെസ്റ്റേൺ വെയർസ്, ടീനേജുകാർക്കുള്ളത്, കുട്ടികൾക്കുള്ള ഐറ്റംസ്, അങ്ങനെ എല്ലാ തരം വെറൈറ്റീസ് കിട്ടും കേട്ടോ. പിന്നെയും 2 ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ 2 ഷോപ്പ് എന്ന് പറയുമ്പോൾ ഈ ബിൽഡിങ്ങിന്റെ തൊട്ടടുത്ത് ഈ ഒരു വഴിക്കോടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത് പോയി കഴിഞ്ഞാൽ രാജധാനി ഫാബ്രിക്കും അതുപോലെ തന്നെ രാജധാനി ക്ലോത്തിങ്. രാജധാനി ഫാബ്രിക്കിൽ കിട്ടുന്നത് മൊത്തം റണ്ണിങ് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ഫാബ്രിക്കിന്റെ കളക്ഷൻസ്. അതുപോലെ തന്നെ രാജധാനി ക്ലോത്തിങ് എന്ന് പറയുമ്പോൾ മൊത്തം മെൻസ് വെയറിന്റെ കളക്ഷൻ, അതും 5 ഫ്ലോർ 4 ഫ്ലോർ ഒക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ വെറൈറ്റീസ് വെയിറ്റിംഗ് ആണ്. അപ്പം നമുക്ക് ഇന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇവിടെ രാജധാനി ഫാഷൻ ഫുൾ റെഡിമെയ്ഡ് കളക്ഷൻസ്, കുട്ടികളുടെ തൊട്ട് ടീനേജ് എല്ലാ ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഒന്ന് കയറി നോക്കി എന്തൊക്കെ വെറൈറ്റീസ്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നതും അവരുടെ 3 പീസിന്റെ ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ. ഒരു പ്രീമിയം 3 പീസ് സെറ്റ് ആണ് കേട്ടോ. ബനാറസി ദുപ്പട്ടൊക്കെ ആയിട്ടുള്ളത്. കളേഴ്സ് ഇഷ്ടംപോലെ ഏത് വേണമെങ്കിൽ കിട്ടും, സൈസസും അവൈലബിൾ ആണ്. ഇനി അകത്ത് കയറി നോക്കിയാൽ എന്തൊക്കെയാ വെറൈറ്റീസ്. വരൂ, ആരോടെങ്കിലും ഒക്കെ ചോദിക്കണം. എന്തായാലും ഇവിടെ ഗണപതിയുടെ ഒരു അനുഗ്രഹം മേടിച്ചിട്ട് നമുക്ക് കയറാം. ഇവിടെയാണ് ഇൻഫർമേഷൻ ഡെസ്ക്. നമസ്കാരം. ഇവിടെ എന്തൊക്കെയാ കിട്ടുന്ന വെറൈറ്റീസ്, ആരോട് ചോദിച്ചാലും എന്തൊക്കെ എല്ലാ ഐറ്റവും കിട്ടും. എല്ലാ ഹോൾസെയിൽ വിലയ്ക്ക് എല്ലാ സാധനവും കിട്ടും. അയ്യോ, അപ്പൊ അവിടെ പുറത്ത് കുർത്തീസ് ഒക്കെ കിട്ടുന്ന എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റവും കിട്ടും. എല്ലാ ഐറ്റവും കിട്ടും. ആരാ എനിക്ക് കാണിച്ചു തരുന്ന കളക്ഷൻ? മാനേജറിന്റെ എല്ലാ ഐറ്റവും എല്ലാ സെക്ഷനും. മാനേജർ ഇങ്ങോട്ടാണോ? മാനേജർ. ഹേ മാനേജർ. മാനേജർ ഹിന്ദിക്കാരനാണ്. മലയാളം പറയോ? എല്ലാം അറിയാം. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, ഗുജറാത്തി. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ വെൽക്കം കിടക്കട്ടെ. ചേട്ടനും ഒരു വെൽക്കം കിടക്കട്ടെ. അപ്പൊ നമ്മുടെ ഈ ഒരു രാജധാനി ഫാഷനിൽ എന്താ ഉള്ളത്? ഇവിടെ റെഡിമെയ്ഡ്സ് എല്ലാ ഐറ്റം, കിഡ്സ്, ഗേൾസ്, ലേഡീസ്, എല്ലാ ഐറ്റംസ്. 3 ബിൽഡിംഗ് ഉണ്ടെന്ന് കേട്ടൂല. അപ്പുറത്ത് നമ്മുടെ ഫാബ്രിക്കിന്റെ കാണിച്ചു തരും. പിന്നെ മൂന്നാമത്തെ ഇപ്പൊ ഓപ്പൺ ചെയ്തത് അത് മെൻസിന്റെ. ഇവിടെ എന്താ ബില്ലിംഗ് ആണോ നടക്കുന്നത്? ഇത് ബില്ലിംഗ് സെക്ഷൻ. ഇത് ഫുൾ ബില്ലിംഗ് സെക്ഷൻ. ഹായ് എല്ലാരും ബില്ലിംഗ് സെക്ഷനിലുണ്ട്. ഹായ് പറഞ്ഞേക്ക്. കിടക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഫ്ലോറിൽ കിട്ടുന്ന ഐറ്റംസ് പറയുമ്പോൾ കിഡ്സ് വെയർ ഐറ്റംസ് ആണ്. ടീഷർട്ടും. ഫസ്റ്റ് ഫ്ലോറിൽ കിട്ടുന്നത് എന്താ? ഗേൾസിന്റെ കിഡ്സ് ഗേൾസിന്റെ ഫ്രോക്ക് ഐറ്റം, 2 പീസ്, 3 പീസ്. അപ്പൊ എന്തായാലും കുർത്തീസ് ഉണ്ടെന്ന് പുറത്ത് കേട്ടൂല. അത് നമ്മുടെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലെ. എത്രാമത്തെ ഫ്ലോറ്? അത് 5th ഫ്ലോറിലെ. 5th ഫ്ലോറിൽ. അപ്പൊ 8th ഫ്ലോർ വരെ ഉണ്ടെന്ന് പറയുന്നത്. 8th ഫ്ലോർ വരെ ഉണ്ട്. അവിടെ ഗോഡൗൺ. ഓക്കെ, 8th ഫ്ലോറിൽ ഗോഡൗൺ. അപ്പൊ എനിക്ക് തോന്നുന്നു 5 ഫ്ലോർ മൊത്തം കളക്ഷൻസ്, അതുപോലെ 6, 7, 8 മൊത്തം സ്റ്റോക്ക് ഗോഡൗൺ ആണ് വെക്കുന്നത്. അപ്പൊ നമുക്ക് മോളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വരാം. അപ്പൊ നമുക്ക് മോളിലത്തെ ഫ്ലോറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇട്ടിരിക്കുന്ന ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല പ്രീമിയം ബനാറസി ദുപ്പട്ട ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. അടിപൊളി മാമ്പഴം മഞ്ഞ കളറ്. ഇതിന്റെ തന്നെ വെറൈറ്റീസ് ഉണ്ടല്ലോ, കളേഴ്സും അവൈലബിൾ ആണ്. പക്ക ഹാൻഡ് വർക്കിൽ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ യോക്കിലൊക്കെ ചെയ്തിരിക്കുന്നത്. ഞാൻ കാണാൻ ഇങ്ങനെ എക്സൈറ്റ്മെന്റ് വെയിറ്റിംഗ് ആണ്. നമുക്കൊന്ന് പോയാലോ? ഓക്കെ, പേര് അശോക് അല്ലേ? ഓക്കെ, പോവാം. ഇതാണ് 5th ഫ്ലോർ. യെസ്, ദാ 5th ഫ്ലോർ കേട്ടോ. അപ്പൊ 5th ഫ്ലോറിൽ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ ഐറ്റംസ് മൊത്തം? ലേഡീസ് ഐറ്റം 3 പീസ്, 2 പീസ് ആൻഡ് കുർത്തീസ്. 3 പീസ്, 2 പീസ്, കുർത്തീസ്, പിന്നെ വെസ്റ്റേൺ വെയർ ഉണ്ട്. പിന്നെ പ്രീമിയം ഉണ്ട്. അതുപോലെ തന്നെ ഡെയിലി വെയർ കളക്ഷൻസ്, പിന്നെ അങ്ങനെ എന്താ പറയാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് തൊട്ട് ബുട്ടിക് കളക്ഷൻസ്, അതുപോലെ തന്നെ അങ്ങനത്തെ വെറൈറ്റീസ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഈ ഒരു സെക്ഷൻ എന്താ? ഇത് വെഡിങ്സ് പ്രീമിയം കളക്ഷൻ, 3 പീസ് വെഡിങ് കളക്ഷൻ എന്ന് വെച്ചാൽ ബുട്ടിക് കളക്ഷൻസിന്റെ ഒരു ഏരിയ ആണ്. അപ്പൊ ഇപ്പത്തെ സൈഡ് എന്താ വരുന്നത്? ഇവിടെ 2 പീസ്. ഈ സൈഡ് 2 പീസിന്റെ സെക്ഷൻ ആണ് വരുന്നത്. 2 പീസ് അഞ്ഞ് തൊട്ട് ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ എന്താ? ഇത് കുർത്തീസ് ഐറ്റം, വെസ്റ്റേൺ വെയർ കുർത്തീസ്, ഫാൻസി കുർത്തീസ്.
ആ ഒരു സെക്ഷനാണ് ഈ മൊത്തം വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഫ്ലോർ വൈസ് വെറുതെ ഇങ്ങനെ നോക്കി നമുക്ക് സ്പേസ് കണ്ടാൽ പോരാ, നമുക്ക് കളക്ഷൻസ് കാണണം. ആദ്യം നമുക്ക് പ്രീമിയം കളക്ഷൻ വെച്ച് തുടങ്ങാം. എന്തായാലും ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു പ്രീമിയം കളക്ഷൻ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ആ ഒരു സെക്ഷനാണ് ഇവിടെ വരുന്നത്. യെസ്, ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. 3 piece premium collections. 3 പീസിൽ അതില് ഒക്കെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ പ്രീമിയം രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ. ഡാർക്ക് വേണോ ഡാർക്ക്, ലൈറ്റ് വേണോ ലൈറ്റ്, അതില് പാന്റ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വാ ദുപ്പട്ട ഒന്ന് ഇട്ടാന്ന്, എന്നാലാണ് ഇതിന്റെ കറക്റ്റ് ലുക്ക് അറിയുള്ളൂ കേട്ടോ. ഇതാണ് ഇതിന്റെ കറക്റ്റ് ലുക്ക് വരുന്നത്. അപ്പൊ ഇതുപോലെ ഡിഫറെന്റ് കളേഴ്സ് ഇപ്പൊ എടുക്കുകയാണെങ്കിൽ എത്ര പീസ് എടുക്കണം, എങ്ങനെ നമ്മുടെ സെറ്റ് വൈസ് പറഞ്ഞാണോ? ഒരു സെറ്റിലെ സെയിം കളർ 4 സൈസസ്, മീഡിയം ടു XXL വരെ. പിന്നെ ഇതിന്റെ വലിയ സൈസ് നമ്മുടെ 3XL 4XL 5XL അത് വേറെ സൈസ് വേറെ ഉണ്ട്. പ്ലസ് സൈസസ്, പ്ലസ് സൈസ് കാര്യങ്ങളതും ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ സൈസ് കാര്യങ്ങളതും ഉണ്ട്. പക്ഷെ എന്തായാലും സെറ്റ് ടു സെറ്റ് എടുക്കണം, കാരണം ഇത് ഹോൾസെയിൽ ആണ്. പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ 35 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ. ക്വാളിറ്റി ഉണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലാലോ, ആരും ഇല്ലാലോ, എന്താ കാര്യം? ഇത് നമ്മുടെ ഇന്ന് ഒരു പുതിയ കട ഓപ്പൺ ചെയ്യാൻ പോണ 11 മണിക്ക്. അപ്പോൾ എല്ലാവർക്കും കസ്റ്റമേഴ്സ്ക്ക് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അതാ ഇവിടെ കുറച്ച് ആൾക്കാർ കുറവ്. എല്ലാവരും താഴെ വെയിറ്റ് ചെയ്യാനാണോ ആ ഓപ്പണിങ്ങിന്, പുതിയ കടയുടെ ഓപ്പണിങ്ങിന് വേണ്ടി. എന്നെ വിളിച്ചിട്ടുണ്ട്, എനിക്കും പോണം ആ ഒരു ഇനോഗ്രേഷന് പങ്കെടുക്കാൻ വേണ്ടിട്ട്. ഒരു 11 മണി നേരത്തെ അത് ഫുൾ മെൻസ് വെയറിന്റെ കളക്ഷൻസ്. അപ്പൊ മെൻസ് വെയറിന്റെ ഒരു കളക്ഷൻ പുതിയതായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അത് 5 ഫ്ലോർ ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്. ആ ഫ്ലോറിൽ നമുക്ക് എന്തായാലും ഇനോഗ്രേഷന് പങ്കെടുക്കണം. അപ്പൊ അതിന് മുന്നേ നമുക്ക് കുറച്ചുകൂടി കളക്ഷൻസ് ഒന്ന് കണ്ടു നോക്കാം. വെറൈറ്റി കളക്ഷൻസ് ഇടാം. ഇപ്പൊ ക്രഷ് മെറ്റീരിയൽ ഇപ്പൊ ഇത്തിരി ട്രെൻഡിൽ നിൽക്കുന്നതാണ്. ലെവൻഡർ ഷെയ്ഡില് ഫുൾ വർക്ക് ആണ് കേട്ടോ. അതുപോലെ തന്നെ ദുപ്പട്ടയിലും സ്ലീവിലും വർക്ക്, യോക്കിലും വർക്ക്. ഓ, എന്ത് രസമുള്ള ദുപ്പട്ട കേട്ടോ. നല്ലൊരു ലെവൻഡർ ഷെയ്ഡിലാണ് കേട്ടോ. ക്രഷ് മെറ്റീരിയൽ, ഒരു പാർട്ടി വെയർ, പക്ക പാർട്ടി വെയർ കളക്ഷൻസ് വിത്ത് ബോട്ടമിന്റെ താഴത്തും ഇതുപോലെ തന്നെ ഫുൾ വർക്ക് വരുന്നുണ്ട് കണ്ടോ. എന്താ രസമല്ലേ. ഇതിനൊക്കെ സൈസസ് ഡിഫറെന്റ്, അതുപോലെ കളേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഒരു നെക്ക് വലിയ സൈസ്. ഇതൊക്കെ നല്ല മെറ്റീരിയൽ, ഒന്ന് സൂം ചെയ്ത് മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ നല്ല സിൽക്കി പ്രീമിയം ടൈപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഈ കാണുന്ന മെറ്റീരിയലൊക്കെ വരുന്നത്. ഇനി ഇതൊരു ചൈനീസ് കോളറിൽ പാനൽ വർക്കാണ്. എന്താ രസമല്ലേ. അതില് ലഹരിയ ബനാറസി സ്റ്റൈലിലുള്ള ഫുൾ വീവിങ്ങോട് കൂടിയിട്ടുള്ള ദുപ്പട്ട വിത്ത് പാന്റ് 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഇത് വരുന്നത് കേട്ടോ. സൂപ്പർല്ലേ, കളർ വൈസ് അടിപൊളി. ഫുൾ ഓവറോൾ വർക്ക്, അത് ബാക്ക് സൈഡിലും വർക്ക് ഉണ്ട് കേട്ടോ. ഫുൾ ഹെവി വർക്കാണ്. ജർദോഷീര വർക്ക്, മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി സെറ്റപ്പ്. ഓഹോ, ഇത് ഒരു പിങ്ക് ഷെയ്ഡിൽ, ഡസ്കി പിങ്കിൽ വീനെക്കാണ് ട്രെൻഡ്. ആ ഒരു വീനെക്കിൽ ഇത് മീഡിയം, ലാർജ്, XL, XXL അങ്ങനെ സൈസസ് ആണ് വരുന്നത്. ഓർഗൻസയിൽ ബനാറസി സ്റ്റൈലിലുള്ള ദുപ്പട്ട, സൂപ്പർ കളർ. ഇതുപോലെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ സീസൺ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴും കളക്ഷൻ ഉണ്ടാവും. എല്ലാ സീസൺ വൈസ്, ഓണത്തിന്റെ കളക്ഷൻ, ക്രിസ്മസിന്റെ കളക്ഷൻ, വെഡിങ് സീസൺ വരാൻ പോണേ, ആ വെഡിങ്ങിന്റെ കളക്ഷൻസ് എല്ലാം. ഓക്കെ, ഇനിയിപ്പോ അടുത്തത് എന്താ പറയാ, വെഡിങ്, ന്യൂ ഇയർ, അപ്കമിങ് ഫെസ്റ്റിവൽസ് ഒക്കെ വരാൻ പോകണം. അതിന് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ ഒക്കെ കടക്കാർക്കാണ് മേടിക്കേണ്ടത്. ഇത് അടുത്തൊരു ഫുൾ പ്രീമിയം കളക്ഷനാണ്. ഒരു വീനെക്ക് സ്റ്റൈലിൽ ഇതിൽ ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പ്രിന്റ് ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. എന്നാൽ കൂടുതൽ ജിക് ചാക്ക് വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ സ്ലീവിലും ഈ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട ഇത് തിരിച്ചിട്ടിരിക്കണേ അല്ലേ, തിരിച്ച്. പക്ഷെ ഇതൊരു തിരിച്ചല്ല, കറക്റ്റാണ്. ഇത് സട്ടലായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. അങ്ങനെ വലിയ അങ്ങനെ ആർഭാടം ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത്. നല്ല ക്വാളിറ്റി വൈസ് സൂപ്പർ. എന്തായാലും നിങ്ങൾ എറണാകുളം മാർക്കറ്റിൽ വരുമ്പോൾ, നമ്മൾ സാധാരണ മാർക്കറ്റിലൊക്കെ കയറുമ്പോൾ ഇങ്ങനെ രാജധാനി ഫാഷനൊക്കെ ഇങ്ങനെ ഇത്രയും വലിയ ബിൽഡിംഗ്, ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം ഇങ്ങനെ നോക്കിയേ പോകും. പക്ഷെ എന്താ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കൂട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിയിട്ട് സ്ട്രേറ്റ് കുർത്തിയാണ് ഇത് വരുന്നത്. യോക്കിൽ ഇതേപോലെ വർക്ക് വിത്ത് ഇത് ദാമന്റെ പോർഷനിലും ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ദുപ്പട്ട എന്ന് പറയുമ്പോൾ ഫുൾ വർക്കല്ലേ, ഫുൾ വർക്കാണ്. അതും എംബ്രോയിഡറിയുടെ വർക്ക് കേട്ടോ. ചെറിയൊരു സീക്വൻസ് വർക്കും ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് പാൻറ്റിന്റെ കൂടെ അതിന്റെ താഴത്തും ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ എത്ര നാളായി ഇപ്പൊ ഈ ഒരു രാജധാനി? ഞാൻ 15 years ആയി. 15 years ആയി ഇവിടെ ജോലി ചെയ്യണോ? 2009 തൊട്ട്
9 തൊട്ട്. അപ്പൊ ആളുടെ എക്സ്പീരിയൻസാണ് പറയണത്, കടയുടെ എക്സ്പീരിയൻസ്. അപ്പൊ 35 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയണം. ഞാൻ എറണാകുളം വന്നിടത്തോളം ഞാൻ വന്ന അന്ന് തൊട്ട് കാണുന്നതാണ് രാജധാനി ഫാഷൻ. കാരണം കുറെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഇതിനുള്ളിൽ എന്താ സംഭവം എന്നുള്ളത് കാണിക്കണം എന്ന്, നിങ്ങളെ ഒക്കെ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. എന്നാലും വെറൈറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പുറത്തെ എന്താ ഉള്ളത്, ഇത് ഒരു സെമി പാർട്ടി വെയർ പോലെ അല്ലേ? അല്ല സെമി അല്ല, ഇതും പ്യുവറാണ്, പ്യുവറാണ്. അതില് ഫുൾ ഈ കാണുന്നത് ത്രെഡ് വർക്ക് ആണ് കേട്ടോ. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫുൾ ത്രെഡ് വർക്ക്. അതില് ഇത് ലൈറ്റ് ഷെയ്ഡ് കളക്ഷൻ. ഇപ്പോൾ നമ്മൾ കാണിച്ചത് എല്ലാം ഡാർക്ക് ഷെയ്ഡ് കളക്ഷൻസ് ആയിരുന്നു. ഓ ഇതിപ്പോ പേസ്റ്റൽ ഷെയ്ഡ് ആണ് കേട്ടോ. അതിലിതാ ഇതുപോലെ നമുക്ക് ദുപ്പട്ടയില് ഈ ഒരു പോർഷനിലും ഇങ്ങനെ ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ്, അതുപോലെ തന്നെ ഗോൾഡൻ സെറിയുടെ ഗോൾഡൻ ഒരു റോസ് കളറിന്റെ. യെസ്, ഇതില് പാന്റ് സെയിം ടോൺ ടു ടോൺ ആണ് വരുന്നത്. പാന്റിന്റെ അടിയിൽ ഇങ്ങനെ ഒരു ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട് കേട്ടോ. അടുത്ത കളക്ഷൻ ഇത് ഇതിന്റെ കളറല്ലേ? ഓക്കേ, ഇതിന്റെ കളറാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ടില്ലേ അതിന്റെ കളർ. അപ്പൊ ഇത് എടുക്കുമ്പോ എങ്ങനെയാ എടുക്കണമെന്ന് വെച്ചാൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ സെറ്റ് ആണ് എടുക്കേണ്ടത്. ഇതിന്റെ തന്നെ ഇപ്പൊ കാണിച്ചിട്ട് കളറല്ല ഇത്, അല്ല ഇത് വേറെ. ഇതൊക്കെ നോക്കി, ഇത്രയേ ഉള്ളൂ. എന്തൊരു സോഫ്റ്റ് ആണെന്നറിയോ, പ്രീമിയം കളക്ഷൻസ്. ഇനി ഇത് തുറന്നു നോക്കുമ്പോൾ നോക്കിയേ, ഭയങ്കര ലൈറ്റ് വെയിറ്റിൽ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ. യോക്കില് നല്ല അടിപൊളി വർക്ക്, സിമ്പിളാണ്, ഒരു സിമ്പിൾ ഹമ്പിൾ എന്നുള്ള രീതിയിൽ കേട്ടോ. ഫ്രണ്ട് പോലെ തന്നെ നമുക്ക് ബാക്കിലും പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3/4 ആണ് സ്ലീവ്. സ്ലീവിന്റെ എൻഡിൽ ഇതുപോലെ ക്രോഷ്യ ലേസ് വർക്കും ഇങ്ങനെ ഒരു പ്രിന്റും കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട നോക്കിയേ, സെയിം പ്രിന്റില്. എങ്ങനെയുണ്ട് ഈ ഒരു ലുക്ക്? അടിപൊളിയല്ലേ? സൂപ്പർ. ഏതെടുത്താലും ഭംഗിയാ. ഫുൾ വെഡിങ് കളക്ഷൻ, ഒരു ബുട്ടിക് കളക്ഷൻസ്, പ്രീമിയം രീതിയിലുള്ള കളക്ഷൻസ്. പിന്നെന്താണ് അടുത്തത്? ഇത് കാണുമ്പോ നമുക്ക് പ്രിന്റ് ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ ഇത് പ്രിന്റ് അല്ല, ഫുൾ ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. റാണി കളറില്, അതുപോലെ റാണിയില് വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത്. അതില് ഓർഗൻസയുടെ ദുപ്പട്ട വിത്ത് ഫുൾ സെയിം ആ ഒരു ഫ്രഞ്ച് നോട്ടിന്റെ വർക്കോട് കൂടിയിട്ട്. ഓ സൂപ്പർ ഹെവി കളക്ഷൻസ്. ഇതിന്റെ കളേഴ്സ് ഒക്കെ ഉണ്ടാവും, 4 കളേഴ്സ്. ഈ കളറാണോ, ഈ കളറാണോ, ഈ കളറാണോ, ഈ കളറാണോ, ഏത് വേണമെങ്കിലും ഇഷ്ടമായിട്ടുള്ളത് കളർ നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷെ ഒരു ഫുൾ സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം എന്ന് നിർബന്ധമാണ് കേട്ടോ. എന്തായാലും ഇത് അടിപൊളി കളറായിട്ടുണ്ട്, അടിപൊളി. പിന്നെ വരുന്ന കളക്ഷൻ എന്ന് പറയുമ്പോൾ ഹോ, മഞ്ഞ കിളിയില്ലേ, ഇത് പിടിച്ചോ. ഇതും മഞ്ഞയില് ഫുൾ എന്ന് വെച്ചാൽ നമുക്ക് യോക്കിൽ അത്രയും ആർഭാടം വേണ്ട എന്ന് വെച്ചാൽ ഇത് ഫുൾ ഹാൻഡ് വർക്ക് അല്ല, ഒരു പാച്ച് വർക്ക് പോലത്തെ വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഫ്രഞ്ച് നോട്ടും ത്രെഡ് വർക്കാണ് കേട്ടോ ഈ കാണുന്നത്. അതേപോലെ ഫുൾ ഓവറോൾ ഈ ഒരു വർക്ക് പോയിട്ടുണ്ട്. സ്ലീവിന്റെ പോർഷനിലും പാച്ച് വർക്കിന്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ദുപ്പട്ട ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക്, ദുപ്പട്ടയുടെ ലുക്ക് കേട്ടോ. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി വർക്കില്. ഈ കാണുന്നതൊക്കെ പ്രിന്റ് ആണ്. പിന്നെ അതിന്റെ ഇതൊക്കെ പ്രിന്റ് ആണ്. നമ്മൾക്ക് കാണുമ്പോൾ അത് വീവിങ് പോലെ ഫീൽ ചെയ്യും, പക്ഷെ വീവിങ് അല്ല. പക്ഷെ ഇത് ഫുൾ വീവിങ് ആണ് കേട്ടോ, ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ട്. അതിൽ ടോൺ ടു ടോൺ ആയിട്ടുള്ള പാന്റ്. സൂപ്പർ അല്ലേ? മഞ്ഞ, പക്ഷെ നല്ല ടൈപ്പ് മഞ്ഞാണ് കേട്ടോ. നെക്സ്റ്റ് ഇതിന്റെ കളേഴ്സ് ആണോ? ഇതിന്റെ ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ്. എത്ര കളർ വേണമെങ്കിലും, 4 ഏതൊരു പാറ്റേൺ കാണിക്കാനും അതല്ല എന്തായാലും ഒരു 4 അല്ലെങ്കിൽ 5 ഷെയ്ഡ് എന്തായാലും നമുക്ക് കിട്ടും. ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഇങ്ങനെ സെറ്റ് ഹോൾസെയിലാണ് കേട്ടോ, റീറ്റെയിൽക്കാർ ഇവിടെ വിളിക്കേ വേണ്ട, പാക്ക് ആയിട്ട് ഇങ്ങനെ കൊടുക്കുള്ളൂ. അടുത്തത് വാവ്, നല്ല സോഫ്റ്റ് ഓർഗൻസ, പ്യോർ ഓർഗൻസയിൽ വരുന്ന കളക്ഷനാണ്. പ്രിന്റ് നോക്കുക, അതിന് വെറൈറ്റി നോക്കുക, എന്ത് രസമല്ലേ, ഒരു യൂണിക് ഡിഫറെൻറ്റ് സ്റ്റൈലിൽ വരുന്ന കളക്ഷൻ. നെക്കിൽ ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്, ഹൈനെക്കാണ്. ഓവറോൾ ഇത് പിടിക്കുമ്പോൾ ഒരു ഫീലിംഗിൽ ഒരു രോമാഞ്ചം വരാന്ന് പറയില്ല, ആ ഒരു രോമാഞ്ചം ഫീലിംഗ് ആണ് കേട്ടോ. അതുപോലെ സ്ലീവും കുറച്ച് ഡിഫറെൻ്റ് ആണ് കണ്ടോ, ഒരു അംബ്രേല ടൈപ്പ് ചെറുതായിട്ട് ഇങ്ങനെ ലേസിൻ്റെ വർക്കൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ദുപ്പട്ട സെയിം തുണിയിൽ തന്നെയാണ് കേട്ടോ, സെയിം ഓർഗൻസിൽ. ഇങ്ങനെ ബ്ലാക്ക് പ്ലെയിനിലാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. ഇതിലൊക്കെ കളേഴ്സ് ഉണ്ടാവും അല്ലേ? പക്ഷെ കളേഴ്സ് ഉണ്ടെങ്കിലും ഇതന്നെയാ ഭംഗി അല്ലേ? ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിട്ട് കുറച്ച് അടിപൊളി. പിന്നെ ഇനി പേസ്റ്റൽ ഷെയ്ഡ് വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു പേസ്റ്റൽ ഷെയ്ഡിൽ പിടിക്കാം. പേസ്റ്റൽ ഷെയ്ഡിൽ ഇത് ഒരു പാർട്ടി വെയർ തന്നെ, പക്ഷെ കൂടുതൽ ആർഭാടം വേണ്ട, ജിഗ് ജാക്ക് വേണ്ട, എന്നാൽ പ്രീമിയം ക്വാളിറ്റിയിൽ വേണം തന്നെ അവർക്കുള്ള ഒരു കളക്ഷനാണ് ഈ ഒരു വെറൈറ്റി. യോക്കിൽ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊരു നെക്ക് ലൈനിൽ ഇങ്ങനെ ഡീറ്റെയിലിംഗ്. അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോൾ ക്രേപ്പ് അല്ല, ഇത് നസ്മിന്റെ ദുപ്പറ്റല്ലേ? അവരുടെ ഭാഷയിൽ ക്രേപ്പ്. ഓക്കെ,
നാസ്മിന്റെ ദുപ്പട്ട 2 ടോണിലായിട്ട് വരുന്ന ഒരു കളക്ഷൻ എന്ന് വെച്ചാൽ ഷിഫോണിന്റെ ദുപ്പട്ട എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കളർ വൈസ് സൂപ്പർ ലെവൻഡറിൽ തന്നെ ലൈറ്റ് ലെവൻഡർ ഷെയ്ഡിൽ. പാൻറ് ആണെങ്കിലോ പ്ലെയിൻ ഒന്നല്ല, സറാറ ഗറാറ ടൈപ്പ് ആയിട്ടുള്ള പാൻറ്. ഈ ദുപ്പട്ട പിടിച്ച് ഇത് കണ്ടോ, ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ലുക്ക് വരാം ഓവറോൾ. അപ്പോൾ ഈ മോഡൽ വേണമെന്ന് വെച്ചാൽ ഈ മോഡലിൻ്റെ പലാസോ ടൈപ്പ് വേണോ, സ്ട്രെയിറ്റ് പാൻറ്റ് വേണോ, ഏത് മോഡൽ വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് വന്ന് ചൂസ് ചെയ്യണം. പിന്നെ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ടാവും. അതെങ്ങനെയാണ് വിളിക്കേണ്ട സമയം കാര്യങ്ങളൊക്കെ? അത് നമ്മൾ ഓപ്പൺ ടൈമിൽ വിളിക്കാം. ഒന്ന് അപ്പോൾ ഷോപ്പിന്റെ സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെയാ? നമ്മൾ 8:30 to 8:30. 8:30 to 8:30 ആ സമയത്തിനുള്ളിൽ വിളിച്ചിട്ട് നിങ്ങൾ സമയം സ്ലോട്ട് ബുക്ക് ചെയ്യുക. വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് വരണമെങ്കിൽ എങ്ങോട്ട് വരണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എറണാകുളം മാർക്കറ്റ് എന്ന് പറയാൻ ആർക്കും അറിയാത്തതല്ല അല്ലേ. അതും എറണാകുളം ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ നിന്ന് എടുത്ത് ചോദിക്കണം. ഇപ്പോൾ ഇനി ബസ് വഴിക്ക് വരികയാണെങ്കിൽ മേനക ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുക. അഥവാ മേനക ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടുന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. ഓട്ടോറിക്ഷ ഒന്നും പിടിക്കേണ്ട ഒരു കാര്യമില്ല. അവിടുന്ന് അങ്ങനെ ഗല്ലിയിൽ നിന്ന് വന്നാൽ മതി. അപ്പം നമുക്ക് മാർക്കറ്റ് പ്രസ് ക്ലബ് റോഡിലേക്ക് കയറാം. അത് ത്രൂ നമുക്ക് ഈ ഒരു മാർക്കറ്റ് റോഡിലേക്ക് കയറാം. ഇനിയിപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വഴിക്കാണ് വരണമെന്ന് വെച്ചാൽ നോർത്തിലായാലും സൗത്തിലായാലും ഇറങ്ങാം. എങ്ങനെ ഇറങ്ങിയാലും ഓട്ടോ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ MG റോഡ് വഴിക്ക്, ഗോപാലപ്രഭു റോഡ് അല്ലെങ്കിൽ കോൺവെന്റ് ജംഗ്ഷൻ റോഡ് വഴിക്ക് നമുക്ക് മാർക്കറ്റ് റോഡിലേക്ക് കയറാം. രാജധാനി എവിടെയാന്നുള്ളത് എല്ലാവരും പറഞ്ഞു തരും അല്ലേ. ഗൂഗിളിലെ ഇട്ടാലും രാജധാനി ഫാഷൻസിലെ ലൊക്കേഷൻ കാണിച്ചു ഗൂഗിളിൽ എന്ന് വെച്ചാൽ ഇവർ ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓൾറെഡി 35 ഇയേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓട്ടോക്കാരോട് തന്നെയല്ല ഒരുവിധം കച്ചവടക്കാർക്കൊക്കെ അറിയുന്നതാണ് രാജധാനി ഫാഷൻ എന്ന് പറയുന്നത്. എറണാകുളത്തിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഞാൻ ഇവിടുത്തെ കളക്ഷൻസ് ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടോ? അതൊക്കെ എങ്ങനെയാ നിങ്ങൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ? അതെ, ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് കാണിച്ചു തരാം. ഇൻസ്റ്റാഗ്രാം പേജ് നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇവരെ കളക്ഷൻസ് കാര്യം. ഫോട്ടോസ് ഒന്ന് കാണിക്കുക. ഇതിലാണോ ഫോട്ടോസ് ഒക്കെ വരുന്നത്? അപ്പോൾ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടണമെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട്, യെസ് ഇതാ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഫുൾ കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇഷ്ടംപോലെ വെറൈറ്റീസ്. സൗണ്ട് नहीं चाहिए, സൗണ്ട് പാടില്ല. ഇതൊക്കെ കളക്ഷൻസ് ആണ് കേട്ടോ. ഇതൊക്കെ വെറൈറ്റി യൂണിക് കളക്ഷൻസ്. അതുപോലെ തന്നെ കോഡ് സെറ്റ് വേണോ, 2 പീസ് വേണോ, 3 പീസ്, ഇതൊക്കെ കോഡ് സെറ്റിൻ്റെ നല്ല കളക്ഷൻസ് ആണ് കേട്ടോ. എന്തോരം വെറൈറ്റീസാ. ഇതൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല, ഒക്കെ കാണാൻ പറ്റൂല്ലേ അതിൽ. ഇനി ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജാണ് ഇവരുടെ ഈ ഒരു പേജ്. ഈ പേജിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫുൾ കളക്ഷൻസ് ലൈവ് അപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഓപ്ഷൻസ്. ഇതൊക്കെ ഇല്ലെങ്കിലും ഞാനുണ്ടല്ലോ നിങ്ങൾക്ക് കളക്ഷൻസ് കാണിച്ചു തരാനായിട്ട്. ഇതാ അടുത്ത കളക്ഷൻ നമുക്ക് പിടിക്കാം. അടുത്ത കളക്ഷൻ എന്തോ വൈറ്റിൽ ഒരു ഖാദി ടൈപ്പ് ആയിട്ടുള്ള ഒരു വർക്ക് പോലെ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഖാദി അല്ല, ഇതിൽ ചെറിയ ലൈനും പ്രിൻറ്റും ആയിട്ട് പോയിട്ടുള്ളത്. ദാമൻ്റെ പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു ലേസിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ പ്രിന്റ് ആണ് ഇതില്. ഇത് 2 ടൈപ്പ് ആയിട്ടുള്ള ബോർഡറിൽ എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ടെസൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു പോംപോമിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ടെസൽസ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിന്റെ പാൻറ് കണ്ടില്ലല്ലോ നമ്മൾ. ഇതാ പാൻറ് പക്ക കോട്ടന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇനി അടുത്ത കളക്ഷനിലേക്ക് കിടക്കാം. വൈറ്റിൽ തന്നെ നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേ. ഇനി വൈറ്റ് തന്നെ അതിൽ തന്നെ നമുക്ക് ഈ കാണുന്നത് ഫുൾ ഓവറോൾ ത്രെഡ് വർക്ക് ആണ് കേട്ടോ. യോക്കിൽ ഇങ്ങനെ ഡീറ്റെയിലിംഗ് കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ കളക്ഷൻസിൽ പെടുന്നതാണ്. ദുപ്പട്ട വരുമ്പോഴും സിമ്പിളാണ്. വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ കളേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ ഈ ലെവൻഡർ ഷെയ്ഡാണല്ലോ യോക്കിൽ വരുന്ന വർക്ക്. ഈ ലെവൻഡറിന് പകരം ഇതിൻ്റെ കളേഴ്സ് മാറിക്കൊണ്ട് പീച്ച് കളേഴ്സ്, ബ്ലൂ കളേഴ്സ്, ബ്ലാക്ക് കളേഴ്സ്, അങ്ങനെ വൈറ്റ് ബേസ് ആയിരിക്കും. അങ്ങനെയായിരിക്കും വരിക നമ്മുടെ വെഡിങ്ങിന്റെ കളക്ഷൻസിൽ. എന്തൊരു വെറൈറ്റീസാ. ഇത് പിടിക്കട്ടെ ആദ്യം. ഇത് 1 പീസാ 3 പീസാ? 3 പീസാണ്. പക്ഷെ ഇതിങ്ങനെ ഫ്രോക്കായിട്ട് മാത്രം ഇടുന്ന പോലെ ഒരു ഫീല്. പക്ഷെ ഇത് സൈഡിൽ കട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടിയിൽ പാൻറ് ഇട്ടേ പറ്റുള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലൈനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇതിൽ. ഗോൾഡൻ്റെ ലൈനിങ്ങും അതുപോലെ തന്നെ ത്രെഡ് വർക്ക്. ഇപ്പോഴത്തെ ഒരു വെറൈറ്റി അല്ല. ഈ ഒരു നെക്ക് കണ്ടോ. അതുപോലെ പാൻറ്റിൻ്റെ അടിയിലും ഈ ഒരു ബോർഡർ പോർഷനിൽ ഫുൾ ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പലാസോ ടൈപ്പ്. പിന്നെ ഇതിൻ്റെ സ്ലീവാണ് മെയിൻ ഹൈലൈറ്റ്. ഒരു അംബ്രേല ടൈപ്പ് ആയിട്ടുള്ളത്. ദുപ്പട്ട വരുന്നുണ്ട് കേട്ടോ. ദുപ്പട്ട പിന്നെ പ്ലെയിൻ ആണ്. ദുപ്പട്ട പ്ലെയിൻ, അതും നെറ്റാണ് കേട്ടോ. നോർമലി സാധാരണ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ അങ്ങനെയൊക്കെയല്ലേ വരെ. ഇത് നെറ്റിൽ അതുപോലെ തന്നെ സൈഡിൽ ഇങ്ങനെ ടെസൽസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓവറോൾ എനിക്ക് ഇത് മാത്രം ഇങ്ങനെ ഇട്ട് പോകാനായിട്ട് ഒരു ഫീലിംഗ്. ഇതിലൊരു ജീൻസ് ഇട്ടിട്ട് സൂപ്പർ ഒരു കളക്ഷൻ. ഇത് കോട്ട് സെറ്റിലൊക്കെ വേണമെങ്കിൽ പെടുത്താം. പിന്നത്തെ കളക്ഷൻ ഇതും ഒരു പ്രീമിയം അടിപൊളി അല്ലേ. പാനൽ വർക്കിൽ
ഇതിൽ പാനൽ വർക്ക് അതുപോലെ കട്ട് വർക്ക് ഹക്കോബ എല്ലാം കൂടിയിട്ടായിട്ടുള്ള ഒരു കളക്ഷനിൽ ഫുൾ വർക്കോട് വർക്ക് കുറച്ച് ഹെവി പീസാണ് കേട്ടോ. നല്ലൊരു അംബ്രല്ല സ്റ്റൈലിൽ അതിൽ കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഇതാണ് ഓർഗൻസയുടെ ദുപ്പട്ട, പീച്ച് കളറിൻ്റെ. അതുപോലെ ഇതിൻ്റെ പാൻറ്റിൻ്റെ അടിയിലും ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു സൈഡിൽ ഇങ്ങനെ പാൻറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവറോൾ ഇതിൽ എത്ര കളർ ഷെയ്ഡ് ഉണ്ടാവും? ഇതിൽ കളേഴ്സ് ഉണ്ട് കേട്ടോ. അടിപൊളി, എനിക്ക് എന്തായാലും ഇഷ്ടമായി. ഓവറോൾ നല്ല രസമുണ്ട്. ഇത് എന്തിനാ മൊബൈൽ പിടിച്ച് നിൽക്കണേ? ഇതിന്റെ കളേഴ്സ് ഒക്കെ കളേഴ്സിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടോ, കളേഴ്സ്. അപ്പൊ ഇതിൽ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ ആയിട്ടിരിക്കുന്നതിന്റെ ഇപ്പൊ ഇത് ബ്ലൂ ആണെങ്കിൽ ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇപ്പൊ ഞാൻ കാണിച്ചത് ബ്ലൂ ആണെങ്കിൽ ഗ്രീൻ ഉണ്ട്, പിങ്ക് ഉണ്ട്, പീച്ച് ഉണ്ട്, അങ്ങനെ ഒരു 4-5 ഷെയ്ഡ് എന്തായാലും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അടുത്തത് ഒരു യെല്ലോ, ഇതും ആ ഒരു സെയിം ഇതിൽ തന്നെ പാനൽ വർക്ക്. പക്ഷെ ആ പാനൽ വർക്ക് ഈ പാനൽ വർക്ക് തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നേരത്തെ കണ്ട പാനൽ വർക്ക് വരുമ്പോൾ മോളിൽ നിന്ന് ഇങ്ങനെ കട്ട് വർക്ക് ആയിട്ടാണ് പോയിരിക്കുന്നത്. ഈ ഒരു പാനൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ്. അപ്പോൾ യോക്കിൽ ഇങ്ങനെ ഒരു യു ഷേപ്പിൽ ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ട് ദുപ്പട്ട സട്ടിലായിട്ടുള്ള ഒരു മഞ്ഞ ഷെയ്ഡ് കേട്ടോ. ബോട്ടം അടിയിൽ വർക്ക് അല്ലേ. ഇനി റേഞ്ച് വൈസ് നോക്കാം. ഓഹാ ഒന്ന് പിടിച്ചേ നോടാ, എന്താ രസം നോക്ക്. ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിയിട്ട് ഫുൾ തിളങ്ങണതും മിന്നണതും എംബ്രോയിഡറി, എന്താ രസം. ഇതും പാനൽ വർക്കിൽ തന്നെ കേട്ടോ. ഫുൾ ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. വാ സൂപ്പർ അല്ലേ. ഇതൊക്കെ ഇട്ട് പോയ പിന്നെ ആരാ നോക്കാണ്ടിരിക്കുക അല്ലേ. ദുപ്പട്ടയില് നോക്ക, ഇത് മൽമൽ കോട്ടന്റെ ദുപ്പട്ട. അതില് ഫുൾ വർക്കാണ്, ഫുൾ ഓവറോൾ ചെറിയ ചെറിയ ബൂട്ട വർക്ക്, അതും ഫുൾ എംബ്രോയിഡറിയുടെ വർക്കാണ് കേട്ടോ. ഇനി അടുത്ത കളക്ഷൻ കുറേ ഉണ്ട്. 3 ബിൽഡിങ് കാണിക്കാണ്ട് അതില് ഇപ്പൊ ഇവിടെ തന്നെ ഇത്രയും നേരമായി നമുക്ക്. ഇത് ഫുൾ ലേസ് ആണ് കേട്ടോ. പക്ഷെ നിഴലടിക്കില്ല, ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. വീനെക്ക്. ഇതിന്റെ ദുപ്പട്ട വരുമ്പോ അടുത്ത ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിട്ട് എടുക്കണോ? യെസ്, ഇതിൽ ക്രോഷ്യേര ലേസ് വർക്ക് ആണ് കേട്ടോ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. സൈഡ് ഓവറോൾ ഇങ്ങനെ ലേസ് വർക്ക് വിത്ത് പാന്റ് ആണ് കേട്ടോ ഒക്കെ കാണിക്കുന്നത്. ഞാൻ പാന്റ് അങ്ങനെ എടുത്ത് കാണിക്കുന്നത്. ബ്ലാക്ക് ലവേഴ്സിന് അടുത്തത് നേരത്തെ കണ്ട ലേസ് തന്നെ, പക്ഷെ ഇത് കുറച്ച് ഡിഫറെന്റ് കളർ ഗ്ലാസ് വർക്ക് ആണ്. നേരത്തെ കണ്ടത് ഡിഫറെന്റ് ആണ്. ഒക്കെ എന്തെങ്കിലുമൊക്കെ വേറെ വേറെ ഡിഫറെന്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ദുപ്പട്ടയിലും ഇതുപോലെ തന്നെ സൈഡിൽ ഇങ്ങനെ ഒരു ലേസ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഉണ്ടാവും. സൂപ്പർ. ഇത് നോക്കിയേ, ഇത് കോമൺലി നമ്മൾ എല്ലായിടത്തും കാണാറുള്ളതാ റീറ്റെയിൽ ആയിട്ട്. പക്ഷെ ഹോൾസെയിൽ ഇത് എവിടുന്നാ അവർ മേടിച്ചുകൊണ്ടാണ് നമുക്ക് അറിയണ്ടേ എവിടുന്നാണ് അല്ലേ. ആ ഇതാ രാജധാനി ഫാഷൻ, രാജധാനി എക്സ്പ്രസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ എക്സ്പ്രസ്സിൽ നിന്നാണോ നിങ്ങൾ രാജസ്ഥാനിൽ കേരളത്തിലേക്ക് എത്തിയത്? ഇതാ ഇത് സ്ട്രേറ്റ് കുർത്തിയാണ് വരുന്നത്. പോൾക്ക ഡോട്ട്സ്, വലിയ വലിയ പോൾക്ക ഡോട്ട്സ്, മൽമൽ കോട്ടന്റെ ദുപ്പട്ട. അതുപോലെ വർക്ക് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് കേട്ടോ യോക്കിൽ കൊടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ ഫ്രഞ്ച് നോട്ടൊക്കെ പോലെ ആയിട്ടുള്ള വർക്ക്. ഇതും ഒരു പ്രീമിയം കളക്ഷൻ ആണ്. മീഡിയം തൊട്ട് മീഡിയം, XL, XXL, XXL അങ്ങനെയാണ് സൈസസ് വരുന്നത്. സ്ട്രേറ്റ് കുർത്തി, അതിൽ സ്ലീവിൽ വർക്ക് വന്നിട്ടുണ്ട്. ദുപ്പട്ട നോക്കിയാൽ നല്ല ഫുൾ വർക്ക്, അതെ ഫുൾ ഡിജിറ്റൽ പ്രിന്റിൽ ഓർഗൻസ ദുപ്പട്ട. അതിൽ സൈഡിൽ ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ടുള്ള അടിപൊളി വർക്കാണ് കേട്ടോ. മിക്സ് എന്നൊക്കെ പ്ലെയിനിൽ ഇങ്ങനെ ഒരു പ്രിന്റ് വരുമ്പോൾ സൂപ്പർ. ഇതിൽ കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ. കളേഴ്സ് ബ്ലാക്ക് ഒക്കെ നല്ല അടിപൊളി കളറാട്ടോ ഇവരുടെ. പിന്നെ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ ഇത് കമ്പ്യൂട്ടർ എംബ്രോയിഡറി വർക്കാണ്. നോർമൽ പക്ക ലക്നൗവി അല്ല, എന്നാൽ ലക്നൗവി പക്കയായിട്ടുള്ള വേണമെങ്കിൽ അതുകൊണ്ട് അത് വേറെ ഉണ്ട്. അത് ഞാൻ അവിടെ കണ്ടു ഞാൻ. അപ്പൊ അത് വേണമെങ്കിൽ അതുകൊണ്ട് അതേ മോഡൽ തന്നെ നമുക്കൊരു സെമി രീതിയിൽ എന്ന് വെച്ചാൽ മിഷൻ എംബ്രോയിഡറിയിൽ സെമി രീതിയിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ അതുകൊണ്ട്. അതിൽ ദുപ്പട്ട ഇങ്ങനെയാണ് കേട്ടോ ഫുൾ. അതും മൽമൽ കോട്ടണിൽ ഫുൾ വർക്ക്. മൽമൽ കോട്ടനും ഇപ്പൊ ഇത്രയും ട്രെൻഡാണ് കേട്ടോ. എല്ലാവർക്കും ഇപ്പൊ ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു മൽമൽ കോട്ടൺ വൈറ്റ് ത്രെഡ് വർക്ക്. ഇതിൽ കളേഴ്സ് മാറും, ത്രെഡിന്റെ കളർ മാറില്ല. എന്ന് വെച്ചാൽ വൈൻ കളർ ആണെങ്കിൽ വേറെ വേറെ കളേഴ്സ് മാറി മാറി കിട്ടും. പിന്നെ വരുന്നത് കലംകാരി, അതും അനാർക്കലി സ്റ്റൈലിലുള്ള കലംകാരി വീനെക്ക്. ഇതിൽ ദുപ്പട്ടയിലും ഫുൾ മൽമൽ കോട്ടണിൽ തന്നെ കേട്ടോ, വലിയ വർക്കോട് കൂടിയിട്ട്. ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. സീസൺ അനുസരിച്ചിട്ട് ഇങ്ങനെ മാറി മാറി നിൽക്കുമ്പോൾ നമുക്ക് കടയിൽ ഇങ്ങനെ മൊത്തം അങ്ങോട്ട് കളക്ഷൻസ് ഇങ്ങനെ നിറച്ച് വെക്കാം. പിന്നത്തെ വെറൈറ്റി നോക്കുകയാണെങ്കിൽ ഇത് ടിഷ്യൂ അല്ലേ, നല്ല പ്രീമിയം ടിഷ്യൂ ട്ടാ. നോർമൽ ടിഷ്യൂ അല്ല, നല്ല പ്രീമിയം ടിഷ്യൂ. അതേപോലെ ഫ്രണ്ടില് യോക്കിൽ ചെറുതായിട്ട് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കാണിക്കുന്ന ആ ഒരു പ്രിന്റ് തന്നെ നമുക്ക് ബാക്ക് പോർഷനിലും വരുന്നുണ്ട്, സ്ലീവിലും വരുന്നുണ്ട്. പിന്നെ വരുന്നതിന്റെ ദുപ്പട്ട കളർഫുൾ അല്ലേ മൊത്തത്തില്. ഇതിന് എനിക്ക് കളേഴ്സാണ് കേട്ടോ ഡിഫറെൻ്റ് ആയിട്ട് കിട്ടുക പാക്കിൽ. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അതായിരിക്കും മെയിൻ ആയിട്ട് കിട്ടുക. എന്ന് വെച്ചാൽ ബേസ് വരുമ്പോൾ ഈ ഒരു ബേജ് കളർ, അതില് ഈ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പാന്റും സെയിം ആ ഒരു ക്വാളിറ്റിയോട് കൂടി, ക്വാളിറ്റിക്ക് കോംപ്രമൈസ് ഇല്ല. സെയിം പാന്റ് അതോട് കൂടിയിട്ട്
12 കളേഴ്സ് ഉണ്ടോ? ഇതില് 12 കളേഴ്സ് അവൈലബിൾ ആണ്. യെസ്, ലൈക്ര. അത് 3 പീസിന്റെ ആണ് കേട്ടോ. ഇത് ഫുൾ ടോൺ ടു ടോൺ അല്ലേ? ഫുൾ ടോൺ ടു ടോൺ ആണ്. സെയിം പക്ക ഒരു ഒറ്റ ഷെയ്ഡില്. വേണ്ട, കുഴപ്പമില്ല. ഇത് ദുപ്പട്ട 12 കളേഴ്സ്. എത്ര കളേഴ്സ് വേണമെന്നൊന്ന് കാണിച്ചു തരട്ടെ ഞാൻ. കളേഴ്സുകൾ പിടിച്ചോ. 1 2 3. യെസ്, കളേഴ്സ് വരട്ടെ പോരട്ടെ. കളേഴ്സ് ഒക്കെ ഇനി നമുക്ക് പിന്നെ കാണിക്കാം. ഞാൻ കളേഴ്സ് കാണണമെങ്കിൽ അവര് നേരിട്ട് വരട്ടെ. ഇനി നമുക്ക് അടുത്തേക്ക് പോയാലോ? അടുത്ത കളക്ഷൻസ് എവിടേക്ക് പോവാം? ഇപ്പഴത്തേക്ക് പോവാം. ഇവിടെ എന്താ വെറൈറ്റി? ഇവിടെ 2 പീസസ്. 2 പീസ്. ഇപ്പൊ ഇത്ര നേരം നമ്മൾ കണ്ടത് മൊത്തം പാർട്ടി വെയർ കളക്ഷൻസ്. ഇത് കോട്ട് സെറ്റ്. ടീനേജുകാർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതാ കോട്ട് സെറ്റ്. ഷോർട്ട് ടോപ്പ് ആൻഡ് പാന്റ്. പാന്റിന്റെ ക്വാളിറ്റിയും അതിന്റെ ഫിനിഷിങ്ങും നോക്കിയാൽ എന്ത് രസാ. ബട്ടന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ സൂപ്പർ. ഇഷ്ടായി. ഇത് 2 പീസ് അല്ലേ? ഇത് 2 പീസ് കോട്ട് സെറ്റില്. ഇത് 2 പീസിലെ ലോങ് ടൈപ്പ്. ഇത് ലോങ് കുർത്തീസ് വിത്ത് പാന്റ്. ഇത് ലോങ് എ ലൈൻ ടൈപ്പ് ആണ്. അതിൽ ഖാദി കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വരുന്നത്. പാന്റ് വരുന്നതും കോട്ടന്റെ മെറ്റീരിയൽ തന്നെയാണ്. 2 പീസില് ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകും. ഇഷ്ടം പോലെ വെറൈറ്റീസ്. ഏത് ഫ്ലെക്സ്? പ്ലെയിൻ ഫ്ലെക്സിലെ വർക്ക്, ത്രെഡ് വർക്ക്. അങ്ങനെ പറയ്. ഫ്ലെക്സ് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. ഫ്ലെക്സ് കോട്ടൺ മെറ്റീരിയൽ ഫുൾ യോക്കില് ത്രെഡ് വർക്കോട് കൂടിയിട്ട് 2 പീസിന്റെ കളക്ഷൻസ്. ഫ്ലെക്സിലെ പ്രിന്റ് വരുന്നുണ്ട്. അതും പ്രിന്റ് ഫ്രണ്ടിൽ മാത്രമല്ല ബാക്ക് സൈഡിലും പ്രിന്റ് ഉണ്ട്. ഓവറോൾ ഒരു കോട്ട് സെറ്റ് കേട്ടോ. 2 പീസിന്റെ കളക്ഷൻസ്. സൂപ്പർ അല്ലേ? ഫ്ലെക്സിലെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഇത് നിങ്ങളുടെ മാത്രം ഇവരുടെ ഒരു സിഗ്നേച്ചർ പീസ് ആണ് കേട്ടോ. ഈ ഒരു ആന അല്ലെ? ഈ ആന ഫുൾ ത്രെഡ് വർക്ക് ആണ് കേട്ടോ. ഒന്നും പ്രിന്റ് അല്ല. നല്ലൊരു മസ്റ്റർഡ് യെല്ലോയില് 2 പീസിന്റെ കളക്ഷൻ ആണ് വരുന്നത്. ഇതിൽ കളേഴ്സ് ഉണ്ടാവും അല്ലേ? പോക്കറ്റ് ഉണ്ടല്ലേ? അടിപൊളി, സൂപ്പർ. പിന്നെ വരുന്നത് ഇത് റയോണിലാണ് കേട്ടോ. റയോണില് ഫുൾ പ്രിന്റില് അതുപോലെ കോട്ട് സെറ്റ് 2 പീസ്. എങ്ങനെ വേണേലും പറയാം, സ്ട്രേറ്റ് എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് പറയാം. പക്ഷെ അടിപൊളി കളക്ഷൻസ് ആണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഇവിടെ വന്ന് നോക്കുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ പിടിച്ചോടത്തോളം ക്വാളിറ്റി സൂപ്പർ. ഇതാ ഇനി അടുത്തേക്ക് കിടക്കാം. കോളർ ടൈപ്പ് ആയിട്ടുള്ളത്. കോളറിന് ഇത് സിമ്പിൾ ആയിട്ട് ഒരു ജീൻസ് ഇട്ടാലും അടിപൊളി ലുക്ക് ആയിരിക്കും കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് വരുന്നത്. ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയതായിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊരു ജീൻസ് ഒരു പട്ടാൻ സ്റ്റൈലിലുള്ള പാച്ച് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. പാൻറ് ഉണ്ട് ഇതിന്റെ കൂടെ, പക്ഷെ ജീൻസിന് കൂടെ വരാം. പിന്നെ നമ്മൾ കച്ചവടക്കാർക്ക് അവര് എന്തെന്ന് നോക്കേണ്ട കാര്യമില്ല. വിക്കലാണ് നമ്മുടെ ജോലിയിലോ. അപ്പൊ അടിപൊളി കളക്ഷൻസ് ആണ്. ഷർട്ട് ടൈപ്പ്. അടിയില് ഒരു പട്ടാൻ സ്റ്റൈൽ അല്ലേ? പട്ടാൻ സ്റ്റൈൽ, ഷാറുഖ് സ്റ്റൈൽ അല്ലേ? ഇത് മീഡിയം സൈസ്. അപ്പൊ സൈസസ് അവൈലബിൾ ആണ്. വീണ്ടും പറയാണ്, ഇത് പക്ക ലൈറ്റ് വെയിറ്റ് കോട്ടണില് ഒരു ജോമെട്രിക് സ്റ്റൈൽ പ്രിന്റ്. അതില് പാന്റും സെയിം വർക്ക് ആണ് കേട്ടോ വരുന്നത്. ഒരു സിമ്പിൾ നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഇതിന് പ്ലെയിൻ ഐറ്റംസ്. പ്ലെയിനില് സൈഡിൽ ഇങ്ങനെ പോക്കറ്റ്. നേരത്തെ കണ്ടത് കുറച്ച് ആനയുടെ ഡിസൈൻ ഒക്കെ അല്ലേ? ഇത് പ്ലെയിനില് പാന്റും സെയിം പ്ലെയിൻ ടു കളർ നോക്കണ്ട. നമ്മൾ ജസ്റ്റ് പാറ്റേൺസ് കാണിച്ചു പോവാ. കളേഴ്സ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ് അല്ലേ? എല്ലാം 4, 5, 6 ഈ പ്ലെയിനിലൊക്കെ 9 കളേഴ്സ് അവൈലബിൾ. 9 കളേഴ്സ് ഇങ്ങനത്തെ കാണിക്കുമ്പോൾ അല്ലേ? 9 കളേഴ്സ് അവൈലബിൾ ആണ്. അടുത്തത് എടുത്തു തരൂ. ഇവിടെ ഇതില് സെൽഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രിന്റ് ത്രെഡ് കാണുമ്പോ പ്രിന്റ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ പ്രിന്റ് അല്ല, ഈ കാണുന്നത് മൊത്തം ത്രെഡ് വർക്ക് ആണ്. അതും സെൽഫ് ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തതിന്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെ നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ആ ഒരു മെറ്റീരിയൽ കണ്ടോ. പിന്നെ ഇത് ത്രെഡ് വർക്ക് ആണ്. വർക്ക് അടിപൊളി ആയിട്ടുണ്ട്. കോട്ട് സെറ്റില് സെയിം കളർ പാന്റില് കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇതും ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. ത്രെഡ് വർക്ക് അതുപോലെ തന്നെ അടിയിലും ദാമന്റെ പോർഷനിലും വർക്ക് വന്നിട്ടുണ്ട്. സ്ലീവിന്റെ എൻ പോർഷനിലും വർക്ക് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ പാന്റിന്റെ അടിയിലും വർക്ക് വന്നിട്ടുണ്ട്. 2 പീസിന്റെ കോൺസെപ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് കോട്ട് സെറ്റിൽ കേട്ടോ. കോട്ട് സെറ്റിന്റെ ദുപ്പട്ട ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിട്ട് ദുപ്പട്ട വേണ്ട, നമുക്ക് ഇങ്ങനെ മതി എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിന്റെ കൂടെ അടിപൊളി ഒരു ജീൻസ് ഒക്കെ ഇട്ടിട്ട് സൂപ്പർ ആയിട്ട് ഇറങ്ങാം. പിന്നെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. സ്ലീവ് ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കട്ട് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെറൈറ്റി യൂണിക് സ്റ്റൈലൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു പലാസോ ടൈപ്പ് ആയിട്ടുള്ള പാന്റും കൂടി കൊടുത്തിട്ടുണ്ട്. പാർട്ടി വെയറിൽ 2 പീസ് പ്രീമിയം ക്വാളിറ്റി. നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ല ആ ക്വാളിറ്റിയിൽ ദുപ്പട്ട വേണ്ട അങ്ങനത്തെ കളക്ഷൻസ് ആണ് ഈ ഒരു കളക്ഷൻ. സ്ലീവ് നോക്കിയ ഒരു രക്ഷയില്ല കേട്ടോ. കണ്ടോ, ത്രെഡ് വർക്കോട് കൂടിയിട്ട് സെയിം ടോൺ ടു ടോൺ. അടിയിലും വർക്ക് ഉണ്ട് അല്ലേ? ത്രെഡ് വർക്കാണ് ഇത് വരുന്നത് കേട്ടോ. പിന്നെ യെല്ലോ, ഇത് ഫുൾ ത്രെഡ് വർക്ക് അല്ലേ? പാന്റ് പിടിച്ചോ. ഇതിന്റെ കുറച്ച് പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ കാണുന്നത് ഫുൾ ത്രെഡ് വർക്ക്. അതുപോലെ തന്നെ സ്ലീവില്
സൈഡിലാണ് ഇതിന്റെ വർക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ ഇട്ട് വരുമ്പോ ഈ സൈഡ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കാണും. അതേപോലെ സൈഡിൽ ഇങ്ങനെ വർക്ക്, പാന്റ് ഇങ്ങനെ നമ്മൾ ഇടുമ്പോഴാണ് അതിന്റെ ഒരു സൈഡ് ഫീലിംഗ് ഇങ്ങനെ കിട്ടാം. ഫുൾ ത്രെഡ് വർക്കാണ്. പ്രിന്റിന്റെ കുറവാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു നല്ല വൈറ്റ് ഷെയ്ഡ് പിടിച്ചോ, നോക്കട്ടെ, അത് ഓരോ വെച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. കടാ ലുക്ക്, ഇതിന്റെ ഡീറ്റെയിൽ നോക്കിയാ അതെ. സ്ലീവിൽ ഇങ്ങനെ ഒരു കട്ട് വർക്ക് സെയിം, അതേപോലെ സൈഡിൽ ഇങ്ങനെ ഒരു കട്ട് വർക്കിന്റെ ഡീറ്റെയിലിംഗ്. ഇതില് വീനെക്കാണ് ട്രെൻഡ്. അതുപോലെ പാന്റിന്റെ അടിയിലും ഇങ്ങനെ ഒരു കട്ട് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ബാക്കിലും ഫ്രണ്ടിലും അത് വരുന്നുണ്ട് വൈറ്റ് ഷെയ്ഡില്. ഓക്കെ, ഇനി ജോർജറ്റ്. അതെ, ജോർജറ്റ് നമ്മുടെ ഹിന്ദിക്കാരനല്ലേ? മലയാളം അടിപൊളിയായിട്ട് പറയില്ലേ, സൂപ്പർ ആയിട്ട് പറയും. എന്താ പേര്? ഹിംറാജ് നമുക്ക് വേണ്ടിയിട്ട് ഇതാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് പാർട്ടി വെയർ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ജോർജറ്റ് മെറ്റീരിയലില് യോക്കിൽ ഇങ്ങനെ വർക്ക്, ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ലീവിന്റെ പോർഷനിലും ഇതുപോലെ ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ദുപ്പട്ട വരുന്നത്, ദുപ്പട്ടയിൽ വൺ സൈഡ് ഇങ്ങനെ ത്രെഡ് വർക്ക്, ഒരു സൈഡ് സ്കാലപ്പും ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വർക്ക് കൂടുതലുണ്ട് കണ്ടോ, ചെറിയ ചെറിയ വർക്ക്. സൂപ്പർ അല്ലേ? ഫിനിഷിങ് അത് നിങ്ങളല്ല പറയണ്ടത്, ഞാനാ പറയേണ്ടത്. നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരല്ലേ, ഞാനല്ല അത് ഫീൽ ചെയ്ത് പറയണ്ടത് സൂപ്പർ ആണോ അല്ലെന്ന് അല്ലേ? അല്ല, കസ്റ്റമേഴ്സ് വരുന്നവരല്ലേ പറയേണ്ടത്. യെസ്. അപ്പൊ ഇത് പിടിച്ചോ, അടുത്ത കളർ നോക്കാൻ നിങ്ങൾക്ക്. അതും ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ട് ഇതിൽ ഫുൾ വർക്ക്, സ്റ്റോൺസിന്റെ ഡീറ്റെയിലിംഗ്, ജോർജറ്റിന്റെ മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. സെയിം വൺ സൈഡ് സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൺ സൈഡിൽ ഇങ്ങനെ കുറച്ച് വർക്ക് വീതിയിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പിങ്ക് ഗോൾഡൻ ആ ഒരു ഷെയ്ഡിൽ സ്റ്റോൺ വർക്ക്. യെസ്. അടുത്തത് ഫുൾ പാർട്ടി വെയറില് ചിനോന്റെ മെറ്റീരിയല്. ഇതില് വർക്ക് ഫുൾ കയറിയിട്ടുണ്ട് കേട്ടോ, ത്രെഡ് വർക്ക്. ഇത് 3 പീസിന്റെ കോൺസെപ്റ്റ് ആണ് വരുന്നത്. ഇപ്പൊ നേരത്തെ കാണിച്ചത് കുറച്ച് ഹെവി പാർട്ടി വെയർ കളക്ഷൻ. ഇതൊരു സെമി പാർട്ടി വെയറിലുള്ള ബഡ്ജറ്റ് കുറച്ചും കുറവുള്ളത് ആ ഒരു ടൈപ്പ് കേട്ടോ. അപ്പൊ ഇതും ഫുൾ ഇങ്ങനെ ടെസൽസും ത്രെഡ് വർക്കും ഒക്കെ വന്നിട്ടുള്ള ഒരു കളക്ഷൻ. തൊപ്പിയൂരോ വെച്ചോ ഇപ്പഴെല്ലാം മനസ്സിലായി എന്തിനാ തൊപ്പിയിട്ടെന്ന്. സോറി ട്ടാ. ഓക്കെ, ഇത് നോക്കിയേ, ഇതും ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ട് സ്റ്റോൺ വർക്കോട് കൂടിയിട്ട്. അതുപോലെ ഫുൾ വർക്കാ, ഫ്രണ്ടും ബാക്കും ഫുൾ ഹെവി വർക്കാ. ത്രെഡ് വർക്ക് അല്ലേ? സ്റ്റോൺ വർക്ക്, അടിയിലേക്ക് സ്റ്റോൺ വർക്കിന്റെ ഡിസൈൻ. ദുപ്പട്ട ഹെവി ദുപ്പട്ട ഓപ്പൺ ചെയ്തോ. ദുപ്പട്ടയിലും ഇതുപോലെ ഫുൾ ഇങ്ങനെ വർക്കോട് വർക്ക്, അതുപോലെ തന്നെ സ്റ്റോണിന്റെ വർക്ക്, ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ. എന്തായാലും സംഭവം കിഡുവാണ് കേട്ടോ. ഓവറോൾ ഇഷ്ടപ്പെട്ടു. ഇത് പാനൽ വർക്കിൽ കേട്ടോ, ഫുൾ മോളിന്നുള്ള ഒരു പാനൽ വർക്കാണ്. സ്ലീവില് എൻഡില് പാച്ച് വർക്ക് ഡീറ്റെയിലിംഗ്. പാനൽ വർക്ക് ആകുമ്പോൾ കുറച്ച് ഫിനിഷിങ് ഒന്നുകൂടി കൂടുതലാവും. കാരണം എന്താണെന്നറിയോ, ഷേപ്പ് കുറച്ചുകൂടി കൂടുതൽ നന്നായിട്ട് കാണും. അത് കാരണം വൺ സൈഡ് ഇങ്ങനെ വർക്ക്, പാച്ച് വർക്കോട് കൂടിയിട്ട്. വൺ സൈഡ് പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ. ചെറിയ ദുപ്പട്ട ലെങ്ത് കൂടിയത് വേണമെങ്കിൽ ലെങ്ത് കൂടിയത് ഉണ്ട്. ഇതും ഹെവി വർക്കോട് കൂടിയിട്ടാ. പിന്നെ ഇത് ഫ്രണ്ടിൽ മാത്രല്ല, നമുക്ക് ബാക്കിൽ ഇങ്ങനെ ഡോറി കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ടെസൽസ് കെട്ടാനായിട്ടുള്ളത്. ഇതില് പാന്റിന്റെ അടിയിലും വർക്ക്. അതുപോലെ ദുപ്പട്ട ഉണ്ട് കേട്ടോ. ദുപ്പട്ട പ്ലെയിൻ, അതിൽ ചെറിയ ഇങ്ങനെ വർക്ക് കൊടുത്തു. ചെറിയ ഇങ്ങനെ ഒരു തിളക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ കളേഴ്സ് വേണമെങ്കിൽ ഒക്കെ ഇവിടെ ഉണ്ട്. കാരണം ഈ സൈഡ് മൊത്തം വരുന്നത് നമുക്ക് പാർട്ടി വെയർ കളക്ഷൻ സെമിയില്, അതുപോലെ 2 പീസിന്റെ 3 പീസിന്റെ ഒക്കെ കളക്ഷൻസ്. ഇപ്പുറത്തെ സൈഡ് ആണെങ്കിൽ നമുക്ക് വെഡിങ് കളക്ഷൻസ് ആണ് കേട്ടോ ഈ ഒരു സൈഡ് മൊത്തം ഉള്ളത്. ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കിയാലോ, കുർത്തീസും വെസ്റ്റേൺ വെയർസ്. ഓക്കെ, കുർത്തീസും വെസ്റ്റേൺ വെയർ വെച്ച് തുടങ്ങാം. യെസ്, ടീനേജുകാർക്കുള്ളത് വെസ്റ്റേൺ വെയർ ഓൾറെഡി താഴത്തെ ഫ്ലോറിലും ഉണ്ട്. എന്നാലും ഇവിടെയും കുറച്ച് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? വെസ്റ്റേൺ വെയർസ് എന്ന് വെച്ചാൽ ടൂണിക് സ്റ്റൈൽ. ഇവിടെ വന്നിക്കോ, ടൂണിക് സ്റ്റൈലിൽ ഇങ്ങനെ ഷിബോറി പ്രിന്റ് വേണോ, ഏത് പ്രിന്റ് വേണോ, ഏത് മോഡൽ വേണോ, ഇതൊക്കെ ഉണ്ട്. വീനെക്കില് സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റിങ്കിൾ മെറ്റീരിയൽ ആണ് കേട്ടോ. റിങ്കിൾ റയോൺ മെറ്റീരിയൽ, ടൈഡൈ പ്രിന്റിൽ കേട്ടോ. കുറച്ച് ഹെവി ആണ് ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ. റിങ്കിൾ ആണല്ലോ. ഷ്രഗ് ടൈപ്പ് ആയിട്ടുള്ളത് വിത്ത് ബെൽറ്റ് ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ ഇങ്ങനെ കെട്ടാനുള്ള ബെൽറ്റും വരുന്നുണ്ട്. ഇപ്പൊ എല്ലാരും സ്ലീവ്ലെസ് ഇങ്ങനെ കോളറായിട്ട് ഇങ്ങനെയാണ് ഇപ്പൊ ഇത്തിരി ട്രെൻഡ് കൂടുതൽ. ഇനി ഇതിന്റെ സൈസസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? സൈസ് മീഡിയം ടു ഡബിൾ എക്സൽ വൺ സെറ്റ് ആൻഡ് ബിഗ് സൈസ് ഉണ്ട് 3, 4, 5 എക്സൽ. ഇതിലും അങ്ങനെ തന്നെയാണ്. ഓ, സൈസസിന്റെ കാര്യം നമുക്ക് ബിഗ് സൈസസിന്റെ കാര്യം അപ്പൊ നോ ഇഷ്യൂ. ഇത് നോക്കി നല്ല സോഫ്റ്റ്. ഇത് നെറ്റിന്റെ മെറ്റീരിയൽ ആണ്. നെറ്റിൽ തന്നെ പലതരം ക്വാളിറ്റീസ് വരുന്നുണ്ട്. അതിൽ റഫ് തൊട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇതാ ഒരു സോഫ്റ്റിൽ വിടുന്ന മെറ്റീരിയൽ. സോഫ്റ്റില് സിമ്പിൾ ആയിട്ട് മെറ്റീരിയൽ കേട്ടോ. ഇനി
ഷോർട്ട് ജാക്കറ്റ്. ജാക്കറ്റ് എന്നാൽ ഇത് അറ്റാച്ച്ഡ് ആണ്, ഇതും ഇവിടെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അപ്പൊ ജാക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡൽ വെസ്റ്റേൺ വെയറിലുള്ള കുറച്ച് കളക്ഷൻസ്. ഇതിപ്പോ പുതിയ കളക്ഷൻ വന്ന നീറ്റഡ് തുണിയിലെ അറ്റാച്ച്ഡ് അല്ലേ? അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, അടിപൊളി. അപ്പൊ വൈറ്റ് അല്ല, ഇതിൽ പല കളേഴ്സ് അവൈലബിൾ ആണ്. കയ്യിൽ കിട്ടിയത് നമ്മൾ എടുത്ത് കാണിക്കുന്നു മാത്രമല്ല. ഇതിന്റെ മെറ്റീരിയൽ ഒന്ന് സൂം ചെയ്യോ, കണ്ട അടിപൊളി മെറ്റീരിയൽ. ഇത് ജാക്കറ്റിലല്ലേ? ഇത് ജാക്കറ്റില് സ്വീക്വൻസ് വർക്ക് വരുന്നത്, ഫുൾ സ്വീക്വൻസ് വർക്ക്. അത് സ്മോക്കിയുടെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോർഷനിൽ സ്മോക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നോക്കുകയാണെങ്കിൽ കോളറില് പ്രിൻസസ് കട്ട്, അങ്ങനെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ പ്രിന്റില് സെപ്പറേറ്റ് ഉള്ളിലുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഉള്ളിലുണ്ട്, അത് ചെയ്യാം. സ്ലീവ്ലെസ് ഇടുന്ന ആൾക്കാരെ സ്ലീവ്ലെസ് ഇടാം. എങ്ങനെ വേണമെങ്കിലും വെച്ചാൽ സ്ലീവ് ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. ഇതൊരു ഡംഗ്രി സ്റ്റൈലിലാണ്. ഉള്ളിൽ ഇത് അറ്റാച്ച്ഡ് അല്ല കേട്ടോ. ബനിയൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ആക്കാവുന്നതാണ്. ഒരു ബനിയൻ സ്റ്റെപ്പിൽ നമുക്ക് ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ പെടുത്തുന്ന വിധത്തിലുള്ള കളക്ഷൻസ്. ഇതും ഒരു ബോഡിക്കോൺ സ്റ്റൈലിൽ കേട്ടോ, സിമ്പിൾ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ളത്, ടീനേജ് പിള്ളേർക്കുള്ളത്. പിന്നെ ഇതും ഒരു ഡംഗ്രി സ്റ്റൈൽ. ഇത് അറ്റാച്ച്ഡ് അല്ലേ? അല്ല. ഇതും ബനിയൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടൈ ആൻഡ് ഡൈ മോഡലിൽ വരുന്നത് വെസ്റ്റേൺ വെയറിന്റെ. അപ്പൊ ഈ കാണുന്നത് മൊത്തം വെസ്റ്റേൺ വെയറാണ്. വെസ്റ്റേൺ വെയർ എന്ന് വെച്ചാൽ ടൂണിക് സ്റ്റൈലിൽ അല്ലെങ്കിൽ നീ ലെങ്ത്തിലുള്ള കളക്ഷൻസ് ആണ് ഈ ഒരു ഏരിയയിൽ മൊത്തം. ഈ വെസ്റ്റേൺ ഇതൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ കേട്ടോ, സിമ്പിൾ ആയിട്ട്. അതിൽ ബെൽറ്റ് അടക്കം വരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇത് നോക്കിയേ, അടിപൊളി. ഒരു ഇതിലും ലൈൻസ് ആയിട്ട് പോയിട്ടുണ്ട്, സെപ്പറേറ്റ് ഒരു പ്രിന്റ് ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഇതും നമുക്ക് ഇൻസ്റ്റാ പേജിൽ നമുക്ക് ഫുൾ കളക്ഷൻസ് കാണാൻ പറ്റും കേട്ടോ. ഇതാ വെസ്റ്റേൺ വെയറിൽ ഇനി ഫോട്ടോസൊക്കെ എടുത്ത് കാണിക്കണം. ഇത് ഈ മോഡൽസൊക്കെ ഇതാ വെസ്റ്റേൺ വെയറിൽ ഇങ്ങനത്തെ ടൈപ്പ്. ഇതിപ്പോൾ ഡെനിമിന്റെ കളക്ഷൻസ് ആണ്. അതിൽ തന്നെ ടീഷർട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് അങ്ങനെയുണ്ട്. അങ്ങനത്തെ മോഡൽസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് കയ്യിൽ കിട്ടുന്നത് കുറച്ച് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി സ്ലീവ്ലെസ്സിൽ ഇത് ഇപ്പൊ ഇത്തിരി ട്രെൻഡ് ആണ്. പിന്നെ ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. സ്ലീവ് ആണ്. അതെ, ഇത് സ്ലീവ് ആണ്. ഇപ്പൊ സാധാരണ ബ്രാൻഡഡ് ഐറ്റംസിലൊക്കെ ഇങ്ങനെ സ്ലീവ് ബട്ടൺസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കില്ല, അതേപോലെ മോഡലിലാണ് കേട്ടോ. ഇപ്പൊ ഇവരുടെ ഇങ്ങനെ സ്ലീവ്ലെസ്സിൽ. അതുപോലെ തന്നെ ഇതിൽ ബാക്കിൽ ഇങ്ങനെ ഡ്രോ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്, കെട്ടാനുള്ള ഓപ്ഷൻസ്. സ്ലീവ്ലെസ് യെസ്, ഏത് പ്രിന്റ് വേണോ, അജ്രക്കിൽ വേണോ, ഏത് മോഡൽ ഏത് പ്രിന്റ് അവൈലബിൾ ആണ്. പ്ലെയിൻ വേണമെങ്കിൽ പ്ലെയിനും അവൈലബിൾ ആണ്. ഇത് നോക്കിയാൽ ഒരു ഇക്കത്തെ സ്റ്റൈലിലുള്ളത് സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ. ഇതും നമുക്ക് ആ ഒരു ബൾക്കായിട്ട് തന്നെ എടുക്കണം. റീറ്റെയിൽ ഇല്ല കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണുമ്പോൾ. ഒരു ബ്ലൗസിന്റെ സ്ലീവ്, ആ സ്ലീവ് പിടിച്ച കണ്ടോ, സ്ലീവ് ഇങ്ങനെ ഒരു പഫ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ബ്ലൗസിന്റെ സ്ലീവ് പോലെ ആ ഒരു സ്ലീവില്. ഇനി സ്ലീവ് വേണമെങ്കിൽ സ്ലീവ് ഉള്ളതുണ്ട്, സ്ലീവ് ഇല്ലാത്തത് വേണമെങ്കിൽ സ്ലീവ് ഇല്ലാത്തതുണ്ട്. ഇത് നോക്കിയാൽ വേറൊരു പ്രിന്റില് ഫ്രണ്ട് ഈ കാണുന്ന ബട്ടൺ ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഫുൾ ഷോ പർപ്പസിന് വേണ്ടി മാത്രമാണ് കേട്ടോ. നല്ല സൂപ്പർ. പല പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇതിലും നമുക്ക് ബാക്കിലാണ് ഡ്രോ സ്ട്രിങ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കെട്ടൊന്ന് നമുക്ക് കാണാൻ പറ്റുമോ? കെട്ട് ഒരു കെട്ട് കാണാൻ പറ്റുമോ? ആ, ഇപ്പൊ നമ്മൾ കാണിച്ചല്ലോ ഒരു കെട്ട്. ഇതില് മീഡിയം നമ്മൾ എടുത്തു തോന്നുന്നുണ്ട്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ 4 സൈസിന്റെ സെറ്റ് വരുന്നത്. സെയിം പ്രിന്റിലെ സെയിം കളറിലെ. ഇതിന് ഡിഫറെന്റ് കളേഴ്സും കിട്ടും, പിന്നെ ബിഗ്ഗസ്റ്റ് സൈസും കിട്ടും. അത് വേറെ കെട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കെട്ട് ഇവിടെ ഇരിക്കട്ടെ. ഇനി എന്താണ് കാണിക്കാനുള്ളത്? എ ലൈനിലല്ല, ഇത് ആക്ച്വലി 3 ടയർ ആയിട്ടുള്ള ഒരു അംബ്രേല ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോട്ടന്റെ മെറ്റീരിയൽ കേട്ടോ. കോട്ടനില് ഇത് കുർത്തി മാത്രം. ഇതിന്റെ കളർ കണ്ടോ, അതേ കിടക്കണം. ഇതിന്റെ കളർ ചേഞ്ച് കേട്ടോ. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് ഇങ്ങനെ പാച്ച് വർക്കൊക്കെ ടൈപ്പ് ആയിട്ടുള്ളത്. ഇതാണ് അംബ്രേല. ഒരു സിമ്പിൾ കുർത്തി വേണമെന്ന് പറയുകയാണെങ്കിൽ അതും അവൈലബിൾ ആണ്. ഇത് കുർത്തി മാത്രമേ ഉള്ളൂ. ഇത് നോക്കിയേ, ഇത് ഒരു ഇങ്ങനെ ഒരു പിൻടെക്സ് പോലെ നടുക്കിക്കൂടെ ഇങ്ങനെ പോയിട്ട് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന ഒരു കളക്ഷനാണ്. പ്രിന്റ് അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പൊ കാണിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള കുർത്തീസ് മാത്രമായിട്ടുള്ള കളക്ഷൻസ് ആണ്. ഫ്ലെക്സ് കോട്ടണില് പ്രിൻസസ് സ്കേർട്ട്, അത് ഫുൾ പ്രിന്റോട് കൂടിയിട്ടാ. ഇതിൽ പല പ്രിന്റ്സ് കിട്ടും കേട്ടോ. നമ്മൾ ജസ്റ്റ് കാണിക്കുന്നത് മാത്രമല്ല. ഇത് നോക്കിയേ, ഇത് നടുക്കില്ല ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഫ്രില്ലൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്, സിമ്പിൾ ആയിട്ടുള്ളത് മസ്ലിന്റെ ഫാബ്രിക്കാണ്. പിന്നെ ഈ ലൈൻലെസ് നമുക്ക് സ്ലീവ് ഒക്കെ വർക്ക് വന്നിട്ട് ഡിഫറെന്റ് വെറൈറ്റീസ്. ലേസിന്റെ വർക്ക് വന്നിട്ടുള്ള അങ്ങനത്തെ വേണമെങ്കിൽ അങ്ങനത്തെ ഉണ്ട്, അങ്ങനത്തെ അല്ലാന്ന് പറയുകയാണെങ്കിൽ അങ്ങനത്തെയും ഉണ്ട്. ഇത് ഒരു സാധാ ഒരു റൗണ്ട് നെക്ക്, ഇവിടെ ഒരു ബട്ടന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട്. പ്രീമിയം ഐറ്റം
ഇത് ഹെവി ഇമ്പോർട്ടഡ് ക്ലോത്ത് വന്നിട്ട് ഹെവി ഇമ്പോർട്ടഡ് ക്ലോത്തിൽ ഫുൾ ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. സൂപ്പർ കളക്ഷൻ. ഇതൊക്കെ മെറ്റീരിയൽ കണ്ടോ, അടിപൊളി മെറ്റീരിയൽ, സൂപ്പർ അല്ലേ. ഇത് കുറച്ച് ഡിഫറെന്റ് അല്ല, നല്ല രസമുണ്ട്. സെന്ററിലെ പ്രിന്റ് ഒക്കെ വന്നിട്ട് സെന്ററിലെ വർക്ക് വന്നിട്ട് സൈഡ് പ്ലെയിൻ. ഇത് ഇപ്പോഴത്തെ ട്രെൻഡുള്ള ഒരു വീനക്ക്, അതുപോലെ ചെറുതായിട്ട് ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ, ഒരു ഹാൻഡ് വർക്കിന്റെ ടച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതില് ഇവിടെ ഫ്ലീറ്റിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പോർഷൻ കണ്ടോ, ഇവിടെ കട്ട് ഒരു പാനൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. സൂപ്പറാണ് വർക്ക് വന്നിരിക്കുന്നത്. ഇതേപോലെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് ജാക്കറ്റ് മോഡൽ അല്ല, ജാക്കറ്റിൽ ഇത് ഫുൾ ത്രെഡ് വർക്കാണ്. ഈ കാണുന്നത് മൊത്തം ത്രെഡ് വർക്ക്. ഇത് അറ്റാച്ച്ഡ് അല്ലാന്ന് തോന്നുന്നു. അറ്റാച്ച്ഡാ. അടുത്തത് അങ്ക്രക്ക സ്റ്റൈലില്, അങ്ക്രക്ക സ്റ്റൈലില് ബ്ലാക്കില് ഇത് കെട്ടാനുള്ളതും അതുപോലെ തന്നെ ബട്ടന്റെ ഡീറ്റെയിലിംഗ് അറ്റാച്ച്ഡ് ആണ്. അറ്റാച്ച്ഡാ അങ്ക്രക്ക സ്റ്റൈലില്. സൂപ്പർ. എന്തായാലും മൊത്തത്തിൽ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത്. നമുക്ക് ഫസ്റ്റ് ടൈം വരുമ്പോൾ ഒരു ഇംപ്രഷൻ ഇല്ലേ, അടിപൊളി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കില്, അതുപോലെ തന്നെ നെക്കിൽ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നമുക്ക് അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കളക്ഷനാണ്. പിന്നെ വൈറ്റിൽ നമുക്ക് കളക്ഷൻസ്, പിന്നെ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ അതും ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ സീസൺ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഏതൊരു സീസൺ ഉണ്ട്, ഇപ്പൊ ഇതിന്റെ സീസണാണ്, അപ്പൊ ഈ ഒരു സീസണിന്റെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊരു സിമ്പിൾ കുർത്തി ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ട് ആ ത്രെഡ് വർക്ക് തന്നെ നമുക്ക് ബാക്ക് സൈഡിൽ എന്ന് വെച്ചാൽ ഒരു ചിക്കൻ കറി സ്റ്റൈലിൽ അതെങ്ങനെ വിട്ടു പോണേ കണ്ടോ. സ്ലീവില് വർക്ക്, പൈപ്പിങ്ങിന്റെ ഡീറ്റെയിലിംഗ്, വൈറ്റിൽ തന്നെ പ്രിൻസസ് കട്ട്, അതിൽ ചെറിയ ചെറിയ ഇങ്ങനെ സീക്വൻസ് വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സെന്റർ ഫുൾ ഷെർവാണി സ്റ്റൈൽ ബട്ടൺസ്. അതെ, ബട്ടൺ പക്ഷെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഒരു സ്റ്റൈൽ പർപ്പസിനാണ്. ഇതേ സെയിം കാണിക്കുന്നത് തന്നെ വൈറ്റിലും റെഡിലും അവൈലബിൾ ആണ്. ഇനി റെഡ് സിമ്പിൾ ആയിട്ടുള്ളത്, അതിലും വീനക്കിൽ ചെറിയ ഒരു ത്രെഡ് വർക്ക്. ആ ടോൺ ടു ടോൺ ആയതുകൊണ്ട് അത്ര അങ്ങോട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ ഇവിടെ സ്ലീവിന്റെ ഈ ഒരു പോർഷനിലും വന്നിട്ടുണ്ട്. ഇനി ഇത് നോക്കിയാൽ ഫ്ലീറ്റ് വർക്കില് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ്, റെഡ് വേണമെങ്കിൽ റെഡ് കേട്ടോ. ഇത് ഫ്ലീറ്റ് വർക്ക് വന്നിട്ട് ഇവിടെ ഒരു ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട്. ഈ ചിക്കൻ കറി സ്റ്റൈലിൽ വേണമെങ്കിൽ റയോണില് ഫുൾ ചിക്കൻ കറി സ്റ്റൈൽ, പ്യൂർ ലക്നവി ഐറ്റംസ്, പ്യൂർ. നേരത്തെ കണ്ടത് നമ്മള് എംബ്രോയിഡറി വർക്ക് ആയിരുന്നു. ഇത് നോക്കിയാൽ ഒരു ഫുൾ കൈകൊണ്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. ലക്നവി സ്റ്റൈലിൽ ഫുൾ പ്യൂർ ആയിട്ടുള്ള റയോണില് ഫുൾ ലക്നവി സ്റ്റൈലില് ഫുള്ള് വർക്ക്, ബാക്കിലും വർക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ജീൻസിന്റെ കൂടെ ഒക്കെ ഇട്ട് പോകാനായിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. അതിൽ തന്നെ വൈറ്റ്, നമ്മൾ നേരത്തെ കണ്ടത് റയോൺ ആയിരുന്നു. ഇത് വരുമ്പോൾ നമുക്ക് ജോർജറ്റിന്റെ മെറ്റീരിയൽ ആണ്. ഫുൾ ലക്നവി, പ്യൂർ പക്ക ലക്നവി സ്റ്റൈലില്. അതിന്റെ ഉള്ളില് ഇന്നർ അടക്കം. ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. വൈറ്റ് മാത്രം കാണിക്കുന്നല്ലോ, പക്ഷെ എല്ലാ കളേഴ്സ് അവൈലബിൾ, ഒരു 12-15 കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഇത് വേറൊരു സ്റ്റൈലില് ലക്നവി തന്നെ, പ്യൂർ ലക്നവിയില് തന്നെ കേട്ടോ. ഒരു അംബ്രല അനാർക്കലി സ്റ്റൈൽ, ബാക്ക് സൈഡും ഫുൾ വർക്ക് ഉണ്ട്. ഫ്രണ്ട് ബാക്ക് എങ്ങനെയാണെങ്കിലും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ എന്താണ്, അങ്ക്രക്ക സ്റ്റൈലില് സൈഡ് കട്ട് സ്ട്രേറ്റ് കുർത്തി, അങ്ക്രക്ക സ്റ്റൈലില് റയോൺ, നല്ല പ്രിന്റും ഓവറോൾ അടിപൊളി. നമ്മൾ നേരത്തെ കാണിച്ചത് എല്ലാം അംബ്രല്ല ടൈപ്പ് ആണ്. ഇപ്പോൾ കാണിക്കുന്ന എല്ലാം സ്ലിറ്റ് കുർത്തി, സൈഡ് കട്ട്. ഓക്കെ, സ്ട്രേറ്റ് ആണ് കേട്ടോ. ഒരു ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ്. ഇതിപ്പോ പ്രിന്റ് വന്നിട്ട് ഹാൻഡ് വർക്കും കട്ട് വർക്ക് വന്നിട്ട്, ഫ്രണ്ടിലെ നെക്കിലെ കട്ട് വർക്ക്, സ്ലീവിലെ കട്ട് വർക്ക് വന്നിട്ട്, സ്ലീവിലും ആ ഒരു വർക്ക് വന്നിട്ട്. ഇതൊരു പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ ഇത് വരുന്നത്. ഡെയിലി വെയർ വേണമെങ്കിൽ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മളിപ്പോ എത്ര നാളായി ഇവിടെ? ഇയാളോടെ ചോദിക്കണേ. 12 വർഷമായി ഇവിടെ നിൽക്കണോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു രാജധാനി ഫാഷൻ ഫീലിംഗ്? സൂപ്പറാ, ഫാഷനോട് ഫാഷനാ, മൊത്തം ഫാഷനാണ്. ഈ ചേട്ടൻ കുറെ നേരം ചോദിക്കുന്നത്, എന്താ പേര്? രാകേഷ് മദൻ. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രം. നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞതാണോ? വൈഫിന് ഷെയർ ചെയ്തോളൂട്ടോ വീഡിയോ. കാണണ്ടോ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത് അവർക്ക് അറിയണ്ടേ. ഓക്കെ, അടുത്തത് പ്രീമിയം ക്ലോത്തിൽ തന്നെ വർക്ക് വന്നിട്ട് ഹാൻഡ് വർക്കും പ്രിന്റ്, ഒരു ക്രഷ് മെറ്റീരിയൽ കേട്ടോ. അതില് സ്ലീവ് പോർഷൻ നോക്കിയേ, അടിപൊളി ഒരു പ്രിന്റ് അല്ല, ആക്ച്വലി ഇത് ബ്രഷ് പെയിന്റ് ആണ്. കളർ ചേഞ്ച്. ഓക്കെ, ഇനി ഇതും ആ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ വരുന്നതാണ്. അതിൽ നെക്ക് വന്നിട്ട് ചൈനീസ് നെക്കാണ്. അതുപോലെ സ്ലീവിൽ പട്ടാൻ സ്റ്റൈലായിട്ടുള്ള ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ ഇനി അടിപൊളി കളക്ഷൻസ് ഇവിടെ കിട്ടും. മിസ് ചെയ്യേണ്ട, വേഗം പോകുന്നു. എവിടേക്കാ വരുന്നത്? രാജധാനി ഫാഷൻ. യെസ്, രാജധാനി ഫാഷൻ. അതുപോലെ റണ്ണിങ് മെറ്റീരിയൽസ് ആണെങ്കിൽ രാജധാനി ഫാബ്രിക്സ്.
മെൻസ് കളക്ഷൻ വേണമെങ്കിൽ രാജധാനി ക്ലോത്തിങ്സ് ഒക്കെ രാജധാനി ഉണ്ട് എന്തായാലും. പക്ഷെ ഒക്കെ സൈഡ് മാത്രം ഇങ്ങനെ വേറെ വേറെ പേര്. പക്ഷെ രാജധാനി എവിടെ ചോദിച്ചാലും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഇതും ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ തന്നെ കേട്ടോ. ഫുൾ സെറോസ്കി ഡയമണ്ടിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പട്ടാൻ സ്റ്റൈലിലുള്ള സ്ലീവ് വന്നിട്ടുണ്ട്. ഇത് ഹാൻഡ് വർക്ക് അതുപോലെ തന്നെ സ്ലീവ് സെയിം ഇങ്ങനെ ഒരു പാച്ച് വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ സിംഗിൾ കുർത്തീസാ? കുർത്തീസിലെ ഹാൻഡ് വർക്ക് വന്നിട്ട് സ്റ്റോൺ വർക്ക് പാർട്ടി വെയർ ഐറ്റംസ്. പാർട്ടി വെയറിൽ എന്ന് വെച്ചാൽ നമുക്ക് ടിഷ്യൂലെ പ്രിന്റ് വന്നിട്ട് ടിഷ്യൂല് ഡിജിറ്റൽ പ്രിന്റ് വിത്ത് ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ്. ഇത് കുർത്തി മാത്രമുള്ള ഇതിൽ പാന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ ആൾക്കാരും ചോദിക്കുന്നില്ല ദുപ്പട്ട വേണ്ടാത്തവർക്ക് അങ്ങനെ. ഇത് സെപ്പറേറ്റ് കുർത്തി വേണമെങ്കിൽ ഇതും സെയിം ഡിജിറ്റൽ പ്രിന്റിൽ തന്നെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വീനെക്ക് ഹെവി വർക്കോട് കൂടിയിട്ട്. പിന്നെ ജോർജറ്റിലെ വർക്ക് വന്നിട്ട് ജോർജറ്റ് വേണോ, ടിഷ്യൂ വേണോ, ചിനോൺ വേണോ, ഏത് ഫാബ്രിക് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് നോക്കിയേ, ഇതിലും വർക്ക് ഫുൾ ത്രെഡ് വർക്ക് ആണ്. സട്ടൽ ആയിട്ടുള്ളത് ഹെവി വൈറ്റ് ബ്രൈറ്റ് ആയിട്ട് വേണമെന്ന് വെച്ചാൽ അതും ഉണ്ട്. ഇത് ചിക്കൻ കറിയില് സീക്വൻസ് വർക്ക്. ഇത് ഓവറോൾ ഫുൾ ഇത് കാണുന്നത് മിഷൻ വർക്കാണ്. അത് ഓവറോൾ ഫുള്ള് ചിക്കൻ കറിയുടെ സ്റ്റൈല് ഫ്രണ്ടും ബാക്കും കേട്ടോ. ഡെയിലി വെയർ സിമ്പിൾ ആയിട്ടുള്ളത് ഒരു ലോ റേഞ്ചിലുള്ള കോട്ടന്റെ കേട്ടോ. ലോ റേഞ്ചിൽ കോട്ടൺ ഇതിൽ ഒരു 100 പ്രിന്റ്സ് ഡിഫറെന്റ് പ്രിന്റ്സ് ഇങ്ങനെ ഒരു സിംഗിൾ കുർത്തിയിൽ കേട്ടോ. പക്ഷെ ഒക്കെ സൈസസ് എടുക്കണം. ഫീഡിങ് മെറ്റർണിറ്റി വെയർ അതും പുറത്തേക്കൊക്കെ ഇട്ട് പോകാൻ. എവിടെയാണ് സിബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയിൽ ഒരു പിൻടെക്സ് സ്റ്റൈലിൽ ചെയ്ത കാരണം നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെയാണ് ഇതിന്റെ ഫീഡിങ് ചെയ്യാനുള്ള സ്ലിബ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരാൾക്ക് പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാനേ പറ്റില്ല. പക്ഷെ ഫീഡിങ് അവൈലബിൾ ആണ് ഇവിടെ. ഫീഡിങ്ങില് ഇതൊക്കെ ഫീഡിങ് തന്നെയല്ലേ. ഫീഡിങ്ങിന്റെ വെറൈറ്റീസ് സ്ലീവ് വർക്ക് ഒക്കെ വന്നിട്ട് മെറ്റർണിറ്റി വെയറിന്റെ ഇഷ്ടംപോലെ. അതിൽ ഫ്രണ്ടിൽ ഇങ്ങനെ വർക്ക് സിമ്പിൾ ആയിട്ടുള്ളത്. പക്ഷെ സ്ലീവിലാണ് ഇതിന്റെ വർക്ക് കൊടുത്തിരിക്കുന്നത്. ഫുൾ എംബ്രോയിഡറിയുടെ വർക്ക് ഡീറ്റെയിലിംഗ്. പിന്നെ അതിലെ പ്രിന്റ്സ് ഒക്കെ വന്നിട്ട് പ്രിന്റുകൾ അനാർക്കലി സ്റ്റൈല്. ഇനി എന്താണ് നമുക്ക് സമയമില്ല, കുറെ വെറൈറ്റീസ് കാണിക്കണമെന്നുണ്ട്. ഇതെന്താ പാർട്ടി വെയർ 2 പീസില്. ഇത് ഇതിന്റെ ജാക്കറ്റ്. അതുപോലെ ഇതിന്റെ ഉള്ളിൽ ആക്ച്വലി ഇത് ഇങ്ങനെ പിടിക്കാം. ഇത് പിടിച്ചോ. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വരാം കേട്ടോ. ഓവറോൾ നോക്കുകയാണെങ്കിൽ സ്മോക്കി വർക്കിൽ ഒരു ജാക്കറ്റ് സ്റ്റൈലല്ല 2 പീസിന്റെ ഒരു കളക്ഷൻ. ഇനിയിപ്പോൾ ദുപ്പട്ട പാൻറ് അങ്ങനത്തെ സംഭവമൊന്നും ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിലും ഇഷ്ടംപോലെ കളേഴ്സ് അവൈലബിൾ ആണ്. ഹക്കോബയാണ് ഇതിന്റെ ജാക്കറ്റ് വന്നിരിക്കുന്നത്. ഇതിൽ നോക്കുകയാണെങ്കിൽ 2 പീസിലെ ഫുൾ ഒരു പ്രീമിയം 2 പീസ് കളക്ഷൻ ഗൗൺ ആയിട്ട്. ഇത് പോണു. ഇത് പിടിച്ചേ ഈ സൈഡ്. ഇത് സ്ലീവ്ലെസ് വേണമെങ്കിൽ ഇങ്ങനെ ഇടാട്ടോ. അല്ലെങ്കിൽ ഇത് ജാക്കറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ജാക്കറ്റ് ആകുമ്പോൾ കുറച്ച് ഹെവി പീസായി കുറച്ച് വെഡിങ് പാർട്ടി വെയർ. ഇനി വേണ്ട നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇത് മാത്രമായിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇതിന്റെ ബാക്കും ഫുൾ വർക്കാ, സ്ലീവും ബാക്കും ഫുൾ വർക്കാ. എവിടെ നോക്കിയാലും ഫുൾ ത്രെഡ് വർക്കോട് ത്രെഡ് വർക്ക്. ഇതിൽ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അടിപൊളി കളേഴ്സ്. നെക്സ്റ്റ് ഇതും പാർട്ടി വെയർ തന്നെയാല്ലേ. പിടിച്ചോ. യെസ്, ഒരു സ്മോക്കി ടൈപ്പ് ആയിട്ട് ഉള്ളിൽ ഇന്നർ കൊടുത്തിട്ട് അതിൽ ഫുൾ ഓവറോൾ ചിക്കൻ കറി സീക്വൻസ് വർക്കും അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് എല്ലാത്തരം വർക്കുകൾ കയറിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. പല മോഡൽസ് അവൈലബിൾ ആണ്. ഇപ്പം ഏകദേശം കുറച്ച് സമയമായിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു ഫ്ലോർ മാത്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനിയും ഫ്ലോർസ് അവൈലബിൾ നമുക്ക് കാണിക്കാനുണ്ട്. അപ്പൊ ഇനി താഴത്തെ ഫ്ലോറിൽ പോയാലോ. ലേഡീസിന്റെ ഷോർട്ട് കുർത്തീസ്, പിന്നെ ടീഷർട്ട്, ജീൻസിനൊക്കെ ഇടാൻ പറ്റിയത് ടീനേജുകാർക്കുള്ളത്. ഓക്കെ, നമുക്ക് ഗോഡൌൺ ആണ് ഇതിന്റെ ഉള്ളില്. ഗോഡൌൺ ഇതിന്റെ ഉള്ളിലും ഉണ്ട്. അതുപോലെ തന്നെ യെസ്, ഇതൊരു ഗോഡൌൺ ആണ്. സ്റ്റോക്ക് ഇരിക്കുന്ന ഒരു സെക്ഷൻ ആണ് കേട്ടോ. അവിടെ നിന്ന് തീരുന്നതനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ഗോഡൌണിൽ ഇങ്ങനെ സാധനങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഗോഡൌണിൽ ഫുൾ കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതൊന്ന് തുറന്ന് കാണിക്കാനുള്ള ഓപ്ഷൻ ഇപ്പം ലൈറ്റ് ഇടുന്നത്. ഗോഡൌണിൽ ആക്ച്വലി ലൈറ്റ് ഇടാൻ പാടില്ല, കാരണം തുണികൾ കംപ്ലൈൻറ്റ് വരും. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് വെക്കുന്നത്. അത് ഒരു ചെറിയൊരു ടിപ്പായിട്ട് നിങ്ങൾ എടുത്തോ. ഗോഡൌണിലൊക്കെ ലൈറ്റ് ഇടാണ്ട് സൂക്ഷിച്ച് വെക്കുക സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് പോയാലോ താഴത്തെ ഫ്ലോറിലേക്ക്. ഇത് ഫോർത്ത് ഫ്ലോറിൽ നമ്മുടെ ടോപ്സ് ഐറ്റം, ലേഡീസും കിഡ്സിന്റെ ടോപ്പ്. അപ്പൊ ഇവിടെ ഷൂസ് ഒക്കെ ഇത് കാണിക്കാം നമുക്ക്. എന്തായാലും ഈ ഒരു ഫ്ലോറിൽ ഈ സൈഡിൽ വരുന്നത് മൊത്തം ഗിഫ്റ്റ് ഐറ്റംസ്, അതുപോലെ തന്നെ ഷൂസ് അങ്ങനത്തെ ഐറ്റംസ് ആണ്. പിന്നെ ഇപ്പുറത്തെ സൈഡ് വരാണെങ്കിൽ ഗേൾസിന്റെ ഷോർട്ട് ടോപ്സ്, ബനിയൻ ടൈപ്സ്, കോട്ടൺ ടൈപ്സ്, പിന്നെ പല ഫാൻസി തുണീസിലെ. ആക്ച്വലി ഈ ഫ്ലോറിൽ എന്താ കിട്ടുന്നത്? ഈ ഫ്ലോറിലെ ലേഡീസിന്റെ ഷോർട്ട് ടോപ്പ്, ഗേൾസിന്റെ ഷോർട്ട് ടോപ്സ് ആൻഡ് ഗിഫ്റ്റ് ഐറ്റം, കുട്ടികൾക്കുള്ള ഗിഫ്റ്റ്, പ്രസവിച്ചെടുക്കണ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് ഐറ്റംസ്. അതേപോലെ തന്നെ കടാ സ്റ്റോക്ക് എപ്പോൾ നോക്കിയാലും ഞാൻ വീഴ്ചയെന്ന് കാലത്തോട്ട് വീഴ്ചയാണ് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം കളക്ഷൻസ്. അതുപോലെ തന്നെ
ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ എന്താണ് വെറൈറ്റി വരുന്നത്? ലേഡീസിന്റെ ഷോർട്ട് ടോപ്പ് ഇവിടെ അത് തന്നെയാ വരുന്നത്. ഓക്കെ ലേഡീസിന്റെ ഫ്രീ സൈസ് ഇവിടെ, അപ്പുറത്തെ ഗേൾസിന്റെ. ഓക്കെ, നമുക്ക് അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോയാലോ? ഓക്കെ, തുടങ്ങാം. നമുക്ക് എവിടെ നിന്ന് പിടിക്കുന്നത്? ഈ അറ്റത്ത് നിന്ന് പിടിക്കാം. വരൂ, ഈ അറ്റത്ത് നിന്ന് നമുക്ക് പിടിക്കാം. ഇതൊക്കെ ലേഡീസിന്റെ ഫോർമൽ ഷർട്ട്. യെസ്, ലേഡീസിന്റെ ഫോർമൽ ഷർട്ട്. ഇതാണ് ഫോർമൽ ഷർട്ട്. ഇതിന്റെ കളേഴ്സ് ഒന്ന് നോക്കിയതാ. 20 കളേഴ്സ് അവൈലബിൾ. 20 കളേഴ്സ് അവൈലബിൾ ആണ്. സൈസസ് എങ്ങനെയാണ്? സൈസ് മീഡിയം ടു 5XL വരെ. 5XL സൈസിന്റെ ഫോർമൽ ഷർട്ടാ, അതും ലേഡീസിന്റെ. സൂപ്പർ. അപ്പോ അടുത്തത് വെസ്റ്റേൺ ഷോർട്ട് ടോപ്പ്, ജാക്കറ്റ് ടൈപ്പ് ആയിട്ട് വരുന്നത്. ജാക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള കളക്ഷൻസ്. പിന്നെ ഇതിന്റെ തന്നെ പല പല മോഡൽസ്, പല വെറൈറ്റീസ് വരുന്നുണ്ട്. ഒക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്സിലെ ജാക്കറ്റ് വരുന്നത് ഓപ്പൺ ഷർട്ട് വന്നിട്ട് കോളർ വന്നിട്ട് അങ്ങനെ അടിയില് എലാസ്റ്റിക് ടൈപ്പ് ആയിട്ടുള്ളത്. ഇതൊക്കെ ജീൻസിന്റെ മുകളിൽ ഇടാൻ പറ്റിയിട്ടുള്ള കുറെ വെറൈറ്റീസ് ഞാൻ വേഗം എടുത്ത് കാണിച്ചു തരാം. ക്രോപ്പ് ടൈപ്പ് അത് ഷോർട്ട് ടോപ്പ് ക്രോപ്പ് സ്റ്റൈൽ. പിന്നെ വരുന്നത് ഇതൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത്. ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇതൊക്കെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഈ കാണുന്നത്. ക്രോഷിയയുടെ ഡീറ്റെയിലിംഗ് ഒക്കെയാണ് താഴത്തെ പോർഷനിൽ വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ മെറ്റീരിയൽ, നീറ്റഡ് മെറ്റീരിയൽ ഇതിപ്പോ ട്രെൻഡ് കൂടുതലാണ്. അതിലേതാ ജാക്കറ്റ് ഷർട്ട് മോഡൽ, സൈഡ് പോക്കറ്റ്, ഫുൾ സ്ലീവ് വന്നിട്ട് ക്രോപ്പ് വേണോ, കുറച്ച് ലെങ്ത് ഉള്ളത് വേണം, ഏത് മോഡൽ വേണമെങ്കിലും കിട്ടും കേട്ടോ. ഇതിൽ അടിയിൽ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടുള്ളത് ഇത്. പിന്നെ ആ സെയിം ഷർട്ടിലെ നോർമൽ ലെങ്ത് വരുന്നുണ്ട്, ഫുള്ള് വരുന്നുണ്ട്. ഇതിൽ ഫുള്ള് അല്ലേ, ഇത് ഫുള്ള് അങ്ങനെ. പിന്നെ ഇമ്പോർട്ടന്റ് ഫാബ്രിക്ലെസ്, ഇത് പ്രിന്റ് ആണ് കേട്ടോ ഈ ഫുള്ള്. അത് ഇമ്പോർട്ടന്റ് നല്ല ഫാബ്രിക് ആണ്, നല്ല സുഖമുണ്ട് കേട്ടോ. ഷർട്ട് മോഡലാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇത് അവിടെ തന്നെ കാണിച്ചോ. ഷർട്ട് മോഡൽ ആയിട്ടുള്ളത്. അത് അടിയിൽ യു ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്, സ്ട്രൈറ്റ് കട്ട് വരുന്നുണ്ട്. അടുത്തത് പൊന്തിക്കാതെ അടുത്തത് ഇത് ഒരു ജയ്പൂരി സ്റ്റൈലിൽ കേട്ടോ. ജീൻസിന്റെ അടിയിലൊക്കെ ഇടാം, ഒരു ജാക്കറ്റ് സ്റ്റൈലില്. ഇത് നമുക്ക് ജീൻസിന്റെ അടിയിൽ ഇടാൻ പറ്റിയിട്ടുള്ള ടോപ്സുകൾ. അതിൽ പല ജയ്പൂർ പ്രിന്റില് പല മോഡൽസ് വരുന്നുണ്ട്. അത് യോക്കിൽ നല്ല അടിപൊളി വർക്ക്, ചിക്കൻ കറിയിൽ നമ്മൾ വലുത് കണ്ടു, ലോങ് ലെങ്ത്, അതിന് ഷോർട്ട് ലെങ്ത്തിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതൊക്കെ ജീൻസിന്റെ അടിയിൽ ഇടാൻ പറ്റിയിട്ടുള്ള കളേഴ്സ് അവൈലബിൾ ഉണ്ട്. പിന്നെ ഓൾ സൈസ് അവൈലബിൾ ഉണ്ട്, മീഡിയം ടു 5XL വരെ. 5XL സൈസ് ലേഡീസിന്റെ. യെസ്, അവിടെ പിടിച്ച് വലിക്ക്. ഇതാ ജാക്കറ്റ്, ഹുഡീസ്. ഇതിൽ തന്നെ ഹുഡീസിൽ തന്നെ പല നോർമൽ ഹുഡീസ്, സിബ് ഇല്ലാത്തത് പ്രിന്റ് ടൈപ്പ് ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഇതും ഇത് ക്രോപ്പ് സൈസിൽ വന്നിട്ട് ഹുഡീസ് ഫ്രണ്ടില് പോക്കറ്റ് ഒക്കെ വന്നിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ പോക്കറ്റ് ഹുഡീസ് ആയിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് ഫ്രണ്ടില് സിബ്, അതുപോലെ തന്നെ ബാക്ക് പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ഹുഡീസ് വരുന്നുണ്ട്. ഹുഡീസിൽ തന്നെ പല മോഡൽസ് അവൈലബിൾ ആണ്. ഇതും ഹുഡീസിൽ തന്നെയാണ്, കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ വരുന്ന ഹുഡീസ് ആണ് കേട്ടോ, പ്ലെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ക്രോപ്പ് ഹുഡീസ് ഹുഡീസ് അല്ല, ഇത് ലെങ്ത്, ഹൈ ലെങ്ത്, ഇത് നെക്ക് വരുന്നത്, ഹൈ നെക്ക് വരുന്നത്. അതില് ക്രോപ്പ് ടോപ്പ്, ജീൻസിന്റെ ടോപ്പുകൾ. എന്താ ടീഷർട്ട് വേണോ, ക്രോപ്പ് ടോപ്പ് വേണോ, ഷർട്ട് വേണോ, ഏത് മോഡൽ വേണോ. ഇതൊക്കെ എംബോസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ആയിട്ടുള്ള വർക്ക് കേട്ടോ. നിങ്ങൾ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നോക്കിയേ, ഒരു ഡിഫറെന്റ് സ്റ്റൈൽ. ഇതൊക്കെ എടുക്കുമ്പോ സെറ്റ് എടുക്കണം അല്ലേ? അതാണ് ഇത് വലിയവർക്ക് പറ്റിയതല്ലേ? നല്ല ഇമ്പോർട്ടന്റ് ഫാബ്രിക്കിലെ സ്ലീവിലെ വർക്ക് വന്നിട്ട് വർക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ട്. സൈസസ് ഇതിലാവുമ്പോഴും സൈസസ് 4 സൈസാണ് വരുന്നത്. സെയിം ഇതില് 2 ടൈപ്പ് ഉണ്ട്. നമുക്ക് 4 സൈസ് സെറ്റ് വരുന്നുണ്ട്. അതില് സിംഗിൾ കളർ വരും. ഇത് ഇപ്പൊ സിംഗിൾ സൈസിൽ വന്നിട്ട് കളർ മിക്സ് വന്നിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അത് പല വെറൈറ്റിയില് പല ഡിഫറെന്റ് ആണ്. ടീഷർട്ടിൽ എങ്ങനെയാണോ ഷർട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ സിംഗിൾ കളർ വന്നിട്ട് ഓൾ സൈസ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് ഫാബ്രിക്കിൽ തന്നെ ടീഷർട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു മോഡലായി. ഇനി അടുത്തത് നോക്കാം നമുക്ക്. ഈ ഒരു സെക്ഷനില് ഡെനിമിന്റെ ഷർട്ട്, പിന്നെന്താണ് എടുക്കെടുക്ക ഇങ്ങനെ പൊതിച്ച് കാണിക്കേ. ലേഡീസിന്റെ ബ്ലേസർ, അതിന്റെ അടിയിലേക്ക് ഇടാനുള്ള പാന്റ് കൂടെ അവൈലബിൾ ആണ്. പാന്റ് ഉണ്ട്, ഇതിന്റെ ഉള്ളിൽ ഇടാനുള്ള ഷർട്ട് ഉണ്ട്, ടീഷർട്ട് ഉണ്ട്, പ്ലെയിൻ ടീഷർട്ട്. ഇത് ടാൻ ടോപ്പ് ഉണ്ടാവും, അതുപോലെ ക്രോപ്പ് ടോപ്പ് ഉണ്ടാവും, അങ്ങനെ വെറൈറ്റീസ്. പിന്നെ ഇതൊരു ഷ്രഗ് ആണ് വരുന്നത്. ഇത് നോക്കിയ ബാക്കിലും ഫ്രണ്ടിലും പ്രിന്റ് ആയിട്ട് ഓവർ സൈസ് ടീഷർട്ട്. ലേഡീസിന്റെ 5 സ്ലീവില് ഓവർ സൈസ്, ഫ്രണ്ടും ബാക്ക് പ്രിന്റ്. അതിന് തന്നെ പ്രിന്റുകൾ ഇഷ്ടംപോലെ മാറി കിട്ടും കേട്ടോ. ഇത് നോർമൽ ടീഷർട്ടും വരുന്നുണ്ട്, അതിൽ ബാക്കിൽ പ്രിന്റ് വരുന്നത്. ഇത് നോക്കിയാൽ ഇതും ജീൻസിന്റെ മുകളിലേക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ടോപ്പുകള്. ഇതൊക്കെ ടീഷർട്ട്സ് കുറവ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നോക്കിയാൽ ലെവൻഡർ ഷെയ്ഡ്, നല്ല നോർമൽ ആയിട്ടുള്ള ടോപ്സ് വരുന്നത്. പിന്നെ
സ്ട്രൈപ്സ് ഒക്കെ സ്ട്രൈപ്സ് ആയിട്ടുള്ളത് നോർമൽ ക്രോപ്പ് ടോപ്പ് ആയിട്ട് വരുന്നത്. ഇത് ഓവർ സൈസ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നത് 5 സ്ലീവ്. ഇതൊക്കെ സൈസസ് ഒക്കെ എത്ര വരുന്നത്? ഇത് ഫ്രീ സൈസ് ഓൺലി. ഇത് ഫ്രീ സൈസ് ആണ്. ഇതും ഫ്രീ സൈസ് ആണ്. ഇതിന്റെയൊക്കെ സൈസ് കിട്ടും. ഓൾ 3 4 5 വലിയ ക്രോപ്പ് ടോപ്പ്. ഇതൊക്കെ എംബോസ് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. അതും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് ഇതൊക്കെ വരുന്നത്. അതുപോലെ തന്നെ വെറൈറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട്. ഇത് നോക്കിയ വൈറ്റില് ഇതൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ വരുന്നത്. ഇതില് കളർ മിക്സ് ആയിട്ട് ഇഷ്ടംപോലെ വരും അല്ലേ? ഓവർ സൈസില് 5 സ്ലീവില് ഇതില് ഫ്രണ്ടില് പ്രിന്റ് വരുന്നത്. ഇതൊക്കെ ഇങ്ങനെ പാക്ക് ആയിട്ട് എടുക്കണം. അതുപോലെ ചെറിയ കാണുമ്പോൾ ചെറുതാണ് കേട്ടോ, പക്ഷെ ഇതൊക്കെ വലിയവർക്കുള്ളതും ഉണ്ട് കേട്ടോ. അല്ല ചെറിയ ഇത് ഇടുമ്പോൾ സ്ട്രെച്ചബിൾ ആണ്, ടൈറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും. സ്ലീവ്ലെസ് ടാൻ ടോപ്പ്. ഇതൊക്കെ ഫുൾ സ്ട്രെച്ച് ഒക്കെ വന്നിട്ട് ഏത് സൈസ് അവർക്ക് വേണമെങ്കിലും പാകം. ഫ്രീ സൈസ് പോലെയാണ് ഇത്. ഇത് നമ്മുടെ ടോപ്പിന്റെ ഉള്ളിൽ ഇടുന്നത്. ഇപ്പൊ നീറ്റഡ് മോഡൽ ജാക്കറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ടോപ്പ് അതിന്റെ ഉള്ളിലിടാനുള്ള ടാൻ ടോപ്പ് കേട്ടോ. അപ്പൊ കളക്ഷൻസ് ഞാൻ പെട്ടെന്ന് കാണിച്ചപ്പോൾ ഓൾറെഡി വീഡിയോ ലെങ്തി ആയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ ഇതൊക്കെ വെറൈറ്റി ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്തതൊന്ന് കാണിച്ചു പോകാൻ. ലേഡീസിന്റെ കിഡ്സിന്റെ കോഡ് സെറ്റ് ഇമ്പോർട്ടന്റ് ക്ലോത്തില് ഹോസറി മെറ്റീരിയലില് ഡെയിലി വെയറിന്റെ കുട്ടികളുടെ കളക്ഷൻസ് ആണ് കേട്ടോ. ഇത് 2 പീസിൽ വരുന്നത്. അതിൽ 2 പീസ് ഉണ്ട്, സിംഗിൾ പീസ് വരുന്നുണ്ട്. അതൊക്കെ 2 പീസിന്റെ വെറൈറ്റീസ്. അപ്പൊ ഇതും കളേഴ്സ് ഡിഫറെന്റ് സൈസസ് അതൊക്കെ നിങ്ങൾ വിളിച്ചു വെച്ചാൽ എന്തായാലും ഇവിടെ സെറ്റ് ആണ് എടുക്കുന്നത്. ഹോൾസെയിൽ ആണ് ഇത്. വീണ്ടും എടുത്ത് പറയാണ്. പ്ലെയിനിൽ വേണമെങ്കിൽ പ്ലെയിനില് അതിൽ ബാക്കിൽ ഇങ്ങനെ പ്രിന്റ് ആയിട്ട് വരുന്നത് കിഡ്സിന്റെ ഐറ്റംസ്. കിഡ്സിന്റെ ആയിരുന്നു. ഇത് ലേഡീസിന്റെ വലിയ മീഡിയം ടു 5XL വരെ ഇതിന്റെ നല്ല സൈസ് ഉണ്ട്. മറ്റേത് 20 to 36 40 വരെ സൈസ് ആയിരുന്നു. ഇത് മീഡിയം ടു 5XL. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ആൺകുട്ടികൾക്കില്ലേ? ആൺകുട്ടികളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഓ, അപ്പൊ പെൺകുട്ടികളെ കഴിഞ്ഞിട്ടാണ് ആൺകുട്ടികൾക്ക് കിടക്കാനായിട്ട്. ഇതോ വലിയ സൈസ് വരുന്നത് 2 പീസിന്റെ കളക്ഷൻ ആണ്. വിത്ത് പാന്റ് എടുക്കാം, അല്ല ടീഷർട്ട് മാത്രം വെച്ചാൽ അങ്ങനെയുണ്ട്, പാന്റ് മാത്രമാണെങ്കിൽ അങ്ങനെയുണ്ട്. ഇതാ ഹോസറി മെറ്റീരിയൽ ആണ് കേട്ടോ. 2 പീസിന്റെ കളക്ഷൻസ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്നതാണ്. ഇത് പിന്നെ ഇതില് ഇതെല്ലാം പാന്റ് ടൈപ്പുകൾ ഉണ്ടായിരുന്നു. ഇത് ഷോർട്സിലെ സെറ്റ് വന്നത്. മറ്റേ ഫുൾ പാന്റ് ആയിരുന്നു. അതെ അതെ, ഇത് ഷോർട്സിലെ ഷോർട്സ്. അത് ടൈഡായി ആ ഒരു മോഡലിൽ വരുന്നത്. ഇത് ഹാഫ് സ്കർട്ട്. ഇത് അംബ്രേല ടൈപ്പ് ആയിട്ടല്ലേ? ഇതാ അംബ്രേല വേണമെങ്കിൽ അംബ്രേല ഉണ്ട്. ഡെനിമിന്റെ മോഡലിൽ വേണമെങ്കിൽ ഡെനിമിന്റെ മോഡലിലുണ്ട്. സ്കർട്ട് ഒരു നീ ലെങ്ത് വരയ്ക്കുള്ള സ്കർട്ട്സ്. സോഫ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് തുണിയിലെ അംബ്രേല ഒരു നീ ലെങ്ത് ടീനേജുകാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സ്റ്റൈല്. ഡെനിമിലെ താഴെ വർക്ക് ഒക്കെ വന്നിട്ട് ഒരു 3 ടയർ ആയിട്ടുള്ള ഡെനിമിന്റെ. അതുപോലെ ഇങ്ങനത്തെ മോഡൽ വേണമെങ്കിൽ ഇങ്ങനത്തെ മോഡല് ഇങ്ങനെ പിടിക്കും. അതാ സ്കേർട്ടുകള്. പിന്നെ സ്കേർട്ട്സ് വരുന്നത് ഇതാ നെറ്റ് ജിമ്മി ചൂ ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ട്. ഇതും സ്കേർട്ട് തന്നെയാണ്. ഇതും ഫുൾ സ്കേർട്ട്. അപ്പൊ സ്കേർട്ട്സും ഈ പോർഷനിൽ തന്നെ വരുന്നത്. ഇപ്പൊ ഡെനിമില് തന്നെ നമുക്ക് ഫിഷ് കട്ടില് കളേഴ്സും അവൈലബിൾ ആണ്. ഇതൊരു ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത്. ഇതിലിപ്പോ ബ്ലൂ ബ്ലാക്ക് ഏത് കളർ. ഇത് ഇപ്പൊ വീണ്ടും ട്രെൻഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ട്രെൻഡ് ആയിരുന്നു, പിന്നെ ട്രെൻഡ് പോയി, പിന്നെ ഇപ്പൊ വീണ്ടും ട്രെൻഡ്. ഇതിലെ പിന്നെ 1 ബട്ടൺ 2 ബട്ടൺ 3 ബട്ടൺ 4 ബട്ടൺസ് അവൈലബിൾ ഉണ്ട് ഈ ഡെനിം സ്കേർട്ട്സിലെ. പാന്റിന്റെ പോലെ ഓക്കേ. കളേഴ്സ് ഇതൊക്കെ അതിന്റെ കളേഴ്സ് ആണ് വരുന്നത്. എപ്പോ എന്ത് വരുന്നതെന്ന് വെച്ചാൽ വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കളർ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ എന്താ കിഡ്സിന്റെ ഇവിടെ കിഡ്സിന്റെ ഷോർട്ട് ടോപ്പ് ചെറിയ കുട്ടികളുടെ. ഇത് കുട്ടികളുടെ ഫുൾ സ്ലീവില് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന. ഇതൊക്കെ എങ്ങനെയാ 22 സൈസ് തൊട്ട് 18 to 30 40 വരെ സൈസസ് അവൈലബിൾ ആണ്. ഓഹോ, കണ്ടോ ഇത് ഫാൻസി ക്ലോത്ത് ജാക്കറ്റ് മോഡൽ കണ്ടോ. എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട്. ഒക്കെ കുട്ടികളുടെ നല്ല നല്ല ചെറിയ പെൺകുട്ടികൾക്ക് പറ്റിയിട്ടുള്ള നല്ല നല്ല വെറൈറ്റീസ് ഒക്കെ നമുക്ക് സെറ്റ് ആയിട്ട് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ പ്രിന്റിൽ അവൈലബിൾ ആണ്. ജാക്കറ്റ് മോഡൽ വേണോ, ബട്ടർഫ്ലൈ സ്ലീവ് വേണോ, ഏത് മോഡൽ വേണമെങ്കിലും അവൈലബിൾ. അതായത് ഇതൊക്കെ കണ്ട അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഒക്കെ സെറ്റാണ്. വീണ്ടും എടുത്ത് പറയാണ് സെറ്റാണ് സെറ്റ്. എടുത്തപ്പോ നോക്കട്ടെ. ആഹാ, ഇഷ്ടംപോലെ വെറൈറ്റീസ് കണ്ടോ. എന്തൊക്കെ വെറൈറ്റീസ് വേണോ, നല്ല നല്ല മോഡൽസ് ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് സാമ്പിൾ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇഷ്ടം പോലെ വെറൈറ്റീസ്. ടീഷർട്ടിൽ മാത്രം, ടീഷർട്ടിൽ തന്നെ പല മോഡൽസ് ഉണ്ട് അല്ലേ? പല റേഞ്ച്. ലോ വേണോ ലോ, ഹൈ റേഞ്ച് വേണോ ഹൈ റേഞ്ച് വേണോ, എങ്ങനെ വേണമെങ്കിലോ അതൊക്കെ ഡിപ്പെൻഡ് ആണ്. ഒക്കെ ഡിഫറെന്റ് മെറ്റീരിയൽ ഡിഫറെന്റ് പാറ്റേൺസിൽ വരുന്ന പല പല കളേഴ്സ്, പല സൈസ്, പല തുണി. അതെ, ഒക്കെ പെൺകുട്ടികൾക്കുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇപ്പൊ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡ് മൊത്തം കുട്ടികൾക്ക് പെൺകുട്ടികൾക്കുള്ളതാണ്. ഇത് അതെ, റെഡ് വൈറ്റ് കോമ്പിനേഷനിൽ ടീഷർട്ട് വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ. സീസൺ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. എന്താ വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ഫുള്ള് വൈറ്റ് എടുക്കണം, റെഡ് വേണമെങ്കിൽ റെഡ് ഫുള്ള് റെഡ് എടുക്കണം. എന്താ ഇതിന്റെ അടിയിലുള്ള ട്രൗസറും സാധനങ്ങളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇനി അവിടെ നമുക്ക് എന്താ ഗിഫ്റ്റ് ഐറ്റംസ് അതും കൂടി നോക്കാം. നമുക്ക് സ്പീഡ്
ന്യൂ ബോൺ ഉള്ളത്. ജനിച്ച കുട്ടികൾക്ക് തൊട്ട് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. Available ആണോ ഇത്? ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഗിഫ്റ്റ് ഐറ്റംസിന്റെ സെക്ഷൻ ആണ്. ഇതൊക്കെ കണ്ടോ ബൂട്ടീസ്. ഈ ബൂട്ടീസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പീസ് ആയിട്ട് അങ്ങനെ കിട്ടും തോന്നുന്നില്ല. സെറ്റ് വൈസ് ആണ് എല്ലാം കളർ മിക്സ് ഇങ്ങനെ സെറ്റ് ആണോ? ഇത്രയും പീസ് എടുക്കണം എന്ന് നിർബന്ധം. ഇത്രയും അതിന്റെ ബൾക്ക് സ്റ്റോക്ക് നോക്കാം. ഇതാ ഇത് ഫുൾ ബേബീസിന്റെ ഷൂസ് ആണ് കേട്ടോ. പല മോഡൽസ് അവൈലബിൾ ആണ്. ഇതൊരു മോഡൽ ആണെങ്കിൽ ഷൂ ടൈപ്പ് ആയിട്ട് അങ്ങനെ മോഡൽസ് നിങ്ങൾ വന്ന് ചൂസ് ചെയ്താൽ മതി. ബേബീസിന്റെ ടർക്കി തൊപ്പി ആയിട്ടുള്ളത്. ഈ ടർക്കീസിൽ തന്നെ പല മോഡൽസ് വരുന്നുണ്ട് കേട്ടോ. ഇതെന്താ? ഇതും ടർക്കി തന്നെയാ? ആഹാ, പുതിയ മോഡലൊക്കെ വന്നിട്ടുണ്ട് ടർക്കികളുടെ. ഇതൊക്കെ ചൂട് കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിട്ട് അതിനെ പറ്റിയിട്ടുള്ള ടർക്കീസ്. ഇതും ഒരു പുതിയതല്ല, പഴയ മോഡൽ തന്നെയാണ്. പുറത്തേക്കൊക്കെ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഹോൾഡ് ചെയ്ത് പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടുള്ള ബാഗ്സ്. ഇതാ കുട്ടി വീഴാണ്ടിരിക്കാനുള്ള ബെൽറ്റ് സേഫ്റ്റിക്ക് വേണ്ടിട്ട്. പിന്നെന്താ ഗിഫ്റ്റ് ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഇതിലുണ്ട് പീസ്, ക്യാപ്പ് ഉണ്ട്, ടീഷർട്ട് ഉണ്ട്, പാന്റ് ഉണ്ട്, പിന്നെ ജട്ടി ഉണ്ട്, എല്ലാം 6. ഓക്കെ, അതെ അതെ അതെ, ഈ ഐറ്റം ഫുൾ ഇതിലുണ്ടാവും. ഇവിടെ ഫുൾ പാക്ക് ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. സ്ലീവ് ഹാഫ് ടീഷർട്ട് വന്നിട്ടുണ്ട്. പുതിയ പുതിയ മോഡൽസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഗിഫ്റ്റിൽ. ഇതൊക്കെ നെറ്റിൽ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു മോഡൽ. അപ്പൊ ഇതും സെറ്റ് തന്നെ എടുക്കേണ്ടത്? സെറ്റ് വൈസ് എല്ലാം 6 കളേഴ്സ് മിക്സ്. ഓക്കെ, ഇത് നോക്കിയാൽ ഇതൊരു ഗിഫ്റ്റ് പാക്കിങ്ങിന്റെ കുട്ടികൾക്ക്, ജനിച്ച കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് പേഴ്സണൽ ഐറ്റംസ് ആണ് കേട്ടോ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത്. പല വെറൈറ്റീസ് ഉണ്ട് കണ്ടോ, ജനിച്ച കുട്ടികൾക്കുള്ളത്. അതിൽ ഓരോന്നിനും ഡിഫറെന്റ് വെറൈറ്റീസ്. ഇനി സിംഗിൾ വേണമെങ്കിൽ സിംഗിൾ പീസസ് ആയിട്ടും അവൈലബിൾ ആണ്. സിംഗിൾ വേണമെങ്കിൽ സിംഗിൾ. ഇത് ട്രൗസർ മോഡൽ ആയിട്ടുള്ളത് വേണോ, ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ട്. ഇതും ഒരു ഗിഫ്റ്റ് ടൈപ്പ് അല്ലേ? ചെറിയ സിമ്പിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, സിമ്പിൾ ആയിട്ടുള്ളത്. കുഞ്ഞു കുട്ടികൾക്കുള്ളത് ക്യാപ്പ്, മഫ്ലറിന്റെ ഇത് ഫുൾ ബോക്സ് എടുക്കണം. മങ്കി ക്യാപ്പ്, മഫ്ലർ എന്ത് വേണമെങ്കിലും പറയാം. ഇത് ഫുൾ സെറ്റ് എടുക്കണം. അതെ, ഒക്കെ മിക്സസ് ആണ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല കേട്ടോ. ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ്. പല മോഡൽസ് അവൈലബിൾ ആണ്. ഈ മോഡൽ തന്നെ പല ഡിഫറെന്റ് വെറൈറ്റീസ് കിട്ടുമെന്ന് മാത്രം. ഈ കളേഴ്സിന്റെയും അതുപോലെ സ്ട്രൈപ്പ് വേണോ, വർക്ക് വേണോ, പ്രിന്റ് വേണോ എല്ലാം. അപ്പൊ ഈ ഒരു സെക്ഷൻ ഫുൾ വരുന്നത് നമുക്ക് ജനിച്ച കുട്ടികളുടെ ഗിഫ്റ്റിന്റെ ഐറ്റംസ് ആണ്. കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ട് നിങ്ങൾ വരണം. വന്നതിന് ഇഷ്ടംപോലെ കളക്ഷൻസ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് താഴത്തെ ഫ്ലോറിൽ പോയാൽ ജീൻസ് ഐറ്റംസ്, പിന്നെ ഇവിടെയും സ്റ്റോക്ക് ഇരിക്കുന്നില്ല, നേരത്തെ നമ്മൾ കാണിച്ച പോലെ. അപ്പൊ അതെന്തായാലും നമുക്ക് കാണിക്കാൻ ഇനി ഫുൾ ഐറ്റം ഒക്കെ ഇട്ട് തരും. നമുക്ക് കളക്ഷൻസ് ആണ് കൂടുതൽ എത്തിക്കുന്നത്. തരൂ. ഇനി നമുക്ക് താഴത്തെ ഫ്ലോറിൽ ഫുൾ ബോട്ടം വെയറിന്റെ സെക്ഷൻ ആണ്. തേർഡ് ഫ്ലോർ. അപ്പൊ ഈ ഒരു സെക്ഷൻ ലെഗിൻസും ബോട്ടം വെയർ ലേഡീസിന്റെ. ഓക്കെ, ഇനി ഇപ്പുറത്തെ തിരിഞ്ഞു നോക്കിയാൽ കഴിഞ്ഞാൽ ഫുൾ കളക്ഷൻ. ഇവിടെ ജീൻസ് ഗേൾസിന്റെ ജീൻസും ലേഡീസിന്റെ ജീൻസ് ബോട്ടം വെയർ. ഈ സൈഡ് ലേഡീസിന്റെ ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഫുൾ ഗേൾസിന്റെ സെക്ഷൻ, ഗേൾസിന്റെ ലേഡീസിന്റെ ബോട്ടമില് ജീൻസ് എന്നുവെച്ചാൽ അരയുടെ താഴത്തേക്ക് എന്തൊക്കെ ഇടാൻ പറ്റുന്നത് ഒക്കെ ഇവിടെ ഉണ്ട്. ബോയ്സിന്റെ ബോട്ടം വെയർ, ബോയ്സിന്റെ ജീൻസ്, കോട്ടൺ പാന്റ്, കാർഗോ, ഷോർട്സ്. ബോയ്സ് എന്ന് പറയുമ്പോ ആവശ്യം കൂടിക്കണ്ട. ബോയ്സിന്റെ ജീൻസ്, പാന്റ്സ്, കാർഗോ, മിലിറ്ററി, അത് ഇത്. അപ്പൊ ഇത് ഫുൾ ബോയ്സിന്റെ സെക്ഷൻ. അതില് ജനിച്ച കുട്ടികൾക്ക് തൊട്ട് ടീനേജ് വലിയവർക്കുള്ള 40 വരെ സൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാർഗോ വിത്ത് ഫ്രീ ബെൽറ്റ്. പിന്നെ അടുത്ത മോഡല് പറഞ്ഞോ. കാർഗോസ്, പോക്കറ്റ്, സൈഡ് പോക്കറ്റ്. പിന്നെ ഇപ്പോ പുതിയ മോഡൽ ജോഗേഴ്സിലെ 6 പോക്കറ്റ് പറഞ്ഞ. പിന്നെ ഇപ്പോ ബാഗി ടൈപ്സ്, ബാഗിയിലെ 6 പോക്കറ്റ്, 8 പോക്കറ്റ് ബാഗ്. മെറ്റീരിയൽസ് ഒക്കെ ഡിഫറെന്റ് കിട്ടും കേട്ടോ. നമുക്ക് കോട്ടൺ ഉണ്ട്, പുതിയ മോഡൽ വന്ന് പാരാഷൂട്ട് ടൈപ്പ് ആയിട്ട്. ഇത് പാരാഷൂട്ട്. ഇത് മെറ്റീരിയൽ ഒക്കെ ഡിഫറെന്റ് ആയിട്ട് കിട്ടും. കോട്ടൺ, ലൈക്ര, പിന്നെ ഡെനിമിന്റെ അങ്ങനെ പല മെറ്റീരിയൽ അവൈലബിൾ ആണ്. പറഞ്ഞോ, ഞാൻ പറയുന്നില്ല. വലിയ സൈസിലെ കാർഗോസ്, ജോഗർ ടൈപ്സ് കാർഗോ സ്ട്രേറ്റ്. ഇത് കോട്ടൺസിലെ കാർഗോസ്, കോട്ടണില് സൈഡില് പോക്കറ്റ് വരുന്നത്. മിലിറ്ററിയിലെ കാർഗോ അടിയില് റിബ് ടൈപ്പ് ആയിട്ടുള്ളത് ജോഗർ മോഡൽ വരുന്നുണ്ട്. പിന്നെ ഇത് ഡെനിമിന്റെ മെറ്റീരിയൽ ആട്ടോ. ഡെനിമിന്റെ ഇത് സൈസസ് എങ്ങനെയാ? സൈസ് ഇത് 20 തൊട്ട് 40 വരെ, 40 സൈസസ് വരെ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്തത് നമ്മളെ പല ഡിഫറെന്റ് തുണിയിലെ സ്ട്രേറ്റ് പാന്റ്. കോഡ്രോയില് സ്ട്രേറ്റ് വേണോ? ഏത് മോഡൽ, ഏത് ഡിസൈൻസ്, ഏത് കളേഴ്സ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. ഇതും കോഡ്രോയില് എങ്ങനെ? കോഡ്രോയില് ഡിഫറെന്റ് മോഡൽസ്. അടുത്തത്
അടുത്തത് നമുക്ക് ഷോർട്സ്. ഷോർട്സ് പാന്റിന്റെ സെക്ഷനിൽ വെച്ചാൽ പാന്റിന്റെ സെക്ഷനിൽ പറയുമ്പോൾ ബാഗി, പാരഷൂട്ട്, ജോഗർ, കാർഗോ അങ്ങനെ എല്ലാ തരം മിലിറ്ററി ഒക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും. ആ സൈസസ് 20 to 40 വരെ 40 സൈസസ് വരെ. ഇനിയിപ്പോ ഷോർട്സിന്റെ നോക്കുകയാണെങ്കിൽ ഷോർട്സ് വരുന്നുണ്ട്, 3/4 വരുന്നുണ്ട്, ഉഷാറുണ്ട് അല്ലേ. ഷോർട്സിൽ നമുക്ക് 16 to 36 വരെ. 36 ഓക്കെ. ആ അത് ഡെനിം, കോട്ടൺ അങ്ങനെ എല്ലാ തരം. ഡെനിമിലെ 6 pocket 4 pockets. ഇത് 6 pocket type. ഇത് 6 പോക്കറ്റ്. ഇത് കോട്ടണിലെ 4 pocket. ഇതിലും സൈസ് എത്ര? 16 to 36 വരെ. അതല്ല പാക്കറ്റിൽ എത്ര? പാക്കറ്റിലെ 6 pieces. 6 പീസിന്റെ ഒരു സെറ്റ്. കളേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും അല്ലേ. ഇത് ചെറിയ സ്മോൾ ആയിട്ട് കളക്ഷൻസ്. ഡെനിം, കോട്ടൺ, പ്രിന്റ്. പ്രിന്റിൽ വേണോ, ഡെനിമിൽ വേണോ, അങ്ങനെ ലൈക്രയിൽ വേണോ, കോട്ടണിൽ വേണോ, ഏതൊക്കെ മോഡൽ ഫുൾ ഇലാസ്റ്റിക്. ഇല്ല, കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ്. ട്രാക്ക് പാന്റ്സ് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ട്രാക്ക് പാന്റ്സ്. അതുപോലെ താഴെ റീബോളോ ജോഗർ സ്റ്റൈൽസ് വന്നിട്ട് ഇത് സാധാ ലൈക്ര തുണിയിലെ, പിന്നെ പ്രിന്റ് ഇത് ഷോർട്സിലെ പ്രിന്റ് വന്നിട്ട്, പിന്നെ കാർഗോ സ്റ്റൈലിലെ. പിന്നെ ഇപ്പൊ വീട്ടിലിടാൻ പറ്റിയിട്ടായാലും അതിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നോർമലി സാധാരണ വീട്ടിലിടാന്ന് പറയുമ്പോൾ തിരുപ്പൂർ സ്റ്റൈലില് റേറ്റ് കുറഞ്ഞത് അങ്ങനത്തെ ഐറ്റംസ് അല്ല, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പ്രീമിയം ക്ലോത്തിലെ സ്റ്റൈലിഷ് വന്നിട്ട് പോക്കറ്റ്, സൈഡ് പോക്കറ്റ് ഒക്കെ വന്നിട്ട്. അതെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുറച്ച് ഈട് കൂടുതൽ നിൽക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളുടെ. 6 month തൊട്ട് 36 സൈസ് വരെ അവൈലബിൾ ആണ്. അതിൽ പല മോഡൽസ് അവൈലബിൾ ആണ് കേട്ടോ. ചെറിയ കുട്ടി റെഡ് കിടക്കട്ടെ, എത്ര പീസ് വേണമെങ്കിലും. ഇതാണ് ശരിക്കും തോന്നുന്നത് എനിക്ക് കെട്ട്. ഇതാ ഇങ്ങനെ 6 പീസിന്റെ ഒരു കെട്ട് മൊത്തം ഇങ്ങനെ എടുക്കേണ്ടി വരും, കാരണം ഇത് ഹോൾസെയിൽ ആണ്. ഓക്കെ, അടുത്തേക്ക് കിടക്കാം. നമുക്ക് ഡെനിംസിലെ കളക്ഷൻസ്. ഡെനിമില് ഇതാ ആദ്യം നോക്കിയത് നമ്മൾ കോട്ടൺസിലെ കളക്ഷൻ. പാരഷൂട്ട്, സ്ട്രേറ്റ് പാന്റ്, 6 pocket 8 pocket വരെ. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള എല്ലാ ഐറ്റംസ് ഇവിടെ കിട്ടുന്നതായിരിക്കും. കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും ഏത് മോഡൽ വേണം. ഇങ്ങനത്തെ സ്ക്രാച്ച് ഒക്കെ വന്നിട്ട് നല്ല ഹെവി ഡെനിം ക്ലോത്തിലെ സ്ക്രാച്ച് വന്നിട്ട് ട്രെൻഡി മോഡൽ. ഇനി അതിന്റെ ഒരു കുറവേണ്ട, ഇല്ല കീറിയില്ലെങ്കിൽ കീറിക്കോളാം നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യാം. ഫുൾ ഇലാസ്റ്റിക് വന്നിട്ട് പക്കാ. ഇത് നോർമൽ പാന്റ്, നോർമൽ സൈഡിൽ ഇങ്ങനെ ഒരു പ്രിന്റ് ടൈപ്പ് ആയിട്ടുള്ളത് വരുന്നത് കേട്ടോ. പിന്നെ പാർട്ടി വെയർ കളക്ഷനാ. പോക്കറ്റ് ബാഗി ഏത് കളേഴ്സ് വേണമെങ്കിലും ഉണ്ട്. റിബ് ടൈപ്പ് ആയിട്ട് എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കളേഴ്സും അവൈലബിൾ ആണ്. കോട്ടന്റെ വേണോ, ഡെനിമിന്റെ വേണോ, സൈഡ് ലുക്ക്, ബാക്ക് ലുക്ക് കണ്ടോ. കുട്ടികളുടെ ഒക്കെ കളക്ഷൻസ് കുറെ ഉണ്ട് അല്ലേ. ഡെനിമിലെ പല പല തുണി, കോട്ടൺ, സിൽക്കി ഡെനിം, പിന്നെ ലൈക്ര ഡെനിംസ്, അങ്ങനെ വെറൈറ്റീസ്. അപ്പൊ ഇതൊക്കെ ആൺകുട്ടികളുടെ ഒരു സെക്ഷനായി. ഇനിയിപ്പോ നമുക്ക് പെൺകുട്ടികളുടെ ഒരു സെക്ഷനിലേക്ക് പോവാം. അതും ബോട്ടം വെയറിന്റെ സെക്ഷൻ. ഒരു ഫ്ലോർ മൊത്തം ബോട്ടം വെയർ മാത്രമാണ്. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം അല്ലേ. ലേഡീസിന്റെ ഐറ്റംസ്. ലേഡീസിന്റെ എത്ര സൈസ് വരെ? ഇത് 28 വേസ്റ്റ് സൈസ് ടു 36 40 സൈസ് വരെ. 40 സൈസ് വരെ ലേഡീസിനും അവൈലബിൾ ആണ്. ഇനി ഇതേ സെയിമിൽ തന്നെ നമുക്ക് കളേഴ്സ് ആണെങ്കിൽ എല്ലാം 6 കളേഴ്സ്, ഇത്ര കളേഴ്സ് അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള ഏത് കളേഴ്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതും സെറ്റ് ആണ് എടുക്കേണ്ടത്. ഫോർമൽ പാന്റ്സ്. നമ്മൾ ഷർട്ട് കണ്ടു, അതിന് പറ്റിയിട്ടുള്ള പാന്റ് ഞാൻ ചോദിച്ചിരുന്നു, ആ പാന്റ് ആണ്. അപ്പൊ ലേഡീസിന്റെ ഫോർമൽ പാന്റ്സ് സ്ക്രാച്ച് ആയിട്ടുള്ളത്. പിന്നെ സ്ട്രേറ്റ് ബാഗി, സ്ട്രേറ്റ് ജീൻസ്, നോർമൽ ജീൻസ്, പിന്നെ കാർഗോ സ്റ്റൈൽസ്. സ്ട്രേറ്റിലെ വന്നിട്ട് കാർഗോ പോക്കറ്റ്, സ്റ്റൈലിഷ് പോക്കറ്റ് ഒക്കെ ആയിട്ട് വരുന്നത്. പിന്നെ ഇങ്ങനത്തെ സ്ക്രാച്ച് ഇതൊക്കെ വന്നിട്ട് പോക്കറ്റ് കുറച്ച് ഡിഫറെന്റ് വെറൈറ്റി. ഫുൾ ട്രെൻഡ് നോക്ക്. ഇതിലേക്കുള്ള ടീഷർട്ടൊക്കെ നമ്മൾ കണ്ടില്ലേ, അതുപോലെ ഇതിനുള്ള പാന്റ്സിന്റെയും എല്ലാ വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഡിഫറെന്റ് പാറ്റേൺസില് അതാ സൈഡിൽ ഇങ്ങനെ പോക്കറ്റ് ട്രെൻഡി ആയിട്ടുള്ളത്. റേറ്റ് വൈസ് ചോദിക്കണമെന്നുണ്ട്, പറഞ്ഞു തരില്ല. പക്ഷെ എന്നാലും അഫോർഡബിൾ ആയിട്ടുള്ളതുണ്ട്, അല്ലാത്തതും ഉണ്ട്. ഇതാ ഇതിന്റെ കളേഴ്സ്. ഇത് എത്ര പോക്കറ്റ് ഉണ്ട്? 6 പോക്കറ്റ് ഉണ്ട്. 8 പോക്കറ്റ് പാന്റ്. ഓക്കെ, ഇതും ഇപ്പോഴത്തെ ട്രെൻഡി തന്നെയാണ്. ഇലാസ്റ്റിക് വന്നിട്ട് ഫുൾ ഇലാസ്റ്റിക് വന്നിട്ട് ഇതും ഫുൾ ഇലാസ്റ്റിക്. മോം ഫിറ്റ് ജീൻസ്. പോക്കറ്റ് 2 പോക്കറ്റ് ആയിട്ട് വരുന്നത്. 2 പോക്കറ്റ് വേണോ, 4 പോക്കറ്റ് വേണോ, 6 വേണോ, 8 പോക്കറ്റ് വേണോ, ഏത് പോക്കറ്റ് വേണമെങ്കിലും ഉണ്ട്. അതിൽ കളേഴ്സ് അവൈലബിൾ ആണ്. ജസ്റ്റ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒരു ഐഡിയ തരുവാണ് നമുക്ക്. ഇത് വെൽവെറ്റിന്റെ മെറ്റീരിയൽ തന്നെ പിന്നെ ലൈക്ര മെറ്റീരിയൽസ്, കാർഗോ സ്റ്റൈൽ. ഇത് ലൈക്ര ഡെനിം, കോട്ടൺ, കോഡ്രോയ് അങ്ങനെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇത് ലൈക്രയിലാ. വൈറ്റ് ലേഡീസിന് വൈറ്റ് ഒക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതാ ഇത് എല്ലാ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ.
ഇതിലിപ്പോ ഡെനിമിന്റെ ഒക്കെ ആയി. പിന്നെ ലേഡീസിന്റെ ട്രാക്ക് പാൻസ്. ആ ഇവർക്കും ഉണ്ടല്ലോ ട്രാക്ക് പാൻസ്. ഇതും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. അല്ലെ വീട്ടിലത്തെ ആയാലും കോംപ്രമൈസ് ചെയ്യുന്നില്ല. അപ്പൊ അടുത്ത ആ ഒരു സെക്ഷനിലേക്ക് പോവാം. ഈ ഒരു സെക്ഷനിൽ എന്താണ് ഇവിടെ കുട്ടികളുടെ ജീൻസ് ബോട്ടം വെയർ, പെൺകുട്ടികളുടെ ബോട്ടം വെയർ. അപ്പൊ എത്ര സൈസ് തൊട്ട് എത്ര സൈസ് വരെ? പെൺകുട്ടികളുടെ 16 to 40 വരെ. 40 വരെ. ഇത് ലെന്ത് സൈസ് കിഡ്സിന്റെ. ഇത് വലിയവരുടെ മറ്റേ പലാസോ പ്രിന്റ് ആയിട്ട് വരുന്നത്, പ്രിന്റ് ആയിട്ട് വീട്ടിൽ ഇടാൻ വേണ്ടി ട്രാക്ക് പാന്റ് എന്ന് പറയാം. പിന്നെ ഇത് ട്രാക്ക് പാന്റ് ജോഗർ സ്റ്റൈൽ ലേഡീസിന്റെ. അതെ, നമുക്ക് ജിമ്മിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ജിമ്മിന് വേണമെങ്കിൽ ജിമ്മിന് പോകാം, വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലിടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൽ പിന്നെ ഫുൾ പാന്റും കാപ്രി ആയിട്ട്. ഇത് കാപ്രി. അതെ, കാപ്രി മോഡൽ. എലാസ്റ്റിക് ഒക്കെ അടിപൊളി കേട്ടോ. യെസ്. ഇനി നമുക്ക് കിഡ്സിന്റെ സെക്ഷനിലേക്ക്. കിഡ്സിന്റെ കുഞ്ഞു കുട്ടികളുടെ ഷോർട്സ്. കുഞ്ഞു കുട്ടികളുടെ തൊട്ട് വലിയവർക്കുള്ള ഷോർട്സും അവൈലബിൾ ആണ്. അതിലും ഇതുപോലെ തന്നെ 2 ബട്ടൺ 3 ബട്ടൺ 4 ബട്ടൺ അതൊക്കെ അവൈലബിൾ ആണ്. ഇത് ഡംഗ്രി സ്റ്റൈൽ. കാപ്രിയിലെ വന്നിട്ട് ഡംഗ്രി സ്റ്റൈല്. ഇതിന്റെ മുകളിലേക്കുള്ള ടീഷർട്ട് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമുക്ക് റോംപർ എന്ന് പറയാം. റോംബർ, ഡംഗറി പറയും, റോംബർ പറയും. ഓരോ സ്കേർട്ടിലെ വന്നിട്ട് മറ്റേ കാപ്രിയിലെ വന്നിട്ടായിരുന്നു. സ്കേർട്ടിലെ റോംബർ. ഇതൊക്കെ എത്ര കാലം ഇട്ടാലും ആ ഒരു ട്രെൻഡ് പോവില്ല കേട്ടോ. അത്രയും സൂപ്പറാണ്. പിന്നെ ഇതോ കിഡ്സിന്റെ ലൈക്ര കാർഗോസ് ജോഗർ മോഡൽ. അതെ, കുഞ്ഞു കുട്ടികളുടെ, പെൺകുട്ടികളുടെ, ആൺകുട്ടികളുടെ ഉണ്ട്, പെൺകുട്ടികളുടെ ഉണ്ട്. അതുപോലെ തന്നെ കിഡ്സ് ലേഡീസിന്റെ ഉണ്ട്, ടീനേജ് കാര്യങ്ങൾ. അത് ഫുൾ ഈ ഒരു 8th ഫ്ലോർ മൊത്തം അത് മാത്രമാണ് കേട്ടോ വരുന്നത്. ഒരു ഗ്രീൻ ഷെയ്ഡില്, ബ്ലാക്ക് ഷെയ്ഡ്, അങ്ങനെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ ഈ കാണുന്നത് മൊത്തം ആ ഒരു കളക്ഷൻസ് ആണ്. ഈ ഫുൾ ഡബിൾ ഷെയ്ഡിൽ വരുന്നത് അല്ലേ? ഇത് പ്ലെയിനിൽ വന്നിട്ട് ഫുൾ ഇലാസ്റ്റിക്. പോക്കറ്റ് ഒരു 4 സൈഡ് പോക്കറ്റ്, അങ്ങനെ ഫ്രണ്ടിലും ബാക്കിലായിട്ട് അങ്ങനെ പോക്കറ്റ് വരുന്നത്. ഇതാ ഇത് പോക്കറ്റ് ഇല്ലാത്ത ജസ്റ്റ് ഈ കളറൊക്കെ ഇപ്പൊ ഇത്തിരി ട്രെൻഡ് കൂടുതലായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ ഇവിടുത്തെ നമ്മുടെ പഴയ കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു ചേച്ചിയാണ്. ചേച്ചിനെ ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാം നമുക്ക്. വാ ചേച്ചി, എന്താ പേര്? ചേച്ചിക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ, സാധനങ്ങൾ കൊണ്ട് ഇങ്ങനെ അറിഞ്ഞിരിക്കുകയാണ്, സ്റ്റോക്ക് കൊണ്ട്. ചേച്ചിയുടെ പേര് പറഞ്ഞില്ല? നസീമ. നസീമ ചേച്ചി എത്ര നാളെ ഇവിടെ? 16 വർഷമായി. ഒരു കൊല്ലത്ത് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. 15 കൊല്ലല്ലേ? ഒരു കൊല്ലത്ത് കൂടുതൽ. ജസ്റ്റ് സെയിം തന്നെയാണ്. മാസത്തിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ. അപ്പൊ എന്തായാലും ചേച്ചി താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയാലോ? അടുത്ത സ്ഥലത്ത് എന്താ? നമ്മുടെ ബോട്ടം, ലേഡീസിന്റെ ബോട്ടം, ലെഗിൻസും. ബോട്ടം എന്ന് പറയുമ്പോ നമുക്ക് പാന്റ് മാത്രമല്ല, ലെഗിൻസ്, പലാസോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ലെഗിൻസ് എന്ന് പറയുമ്പോ ലെഗിൻസ് പ്രീമിയം ക്വാളിറ്റി ഉണ്ട്, പിന്നെ മീഡിയം ക്വാളിറ്റീസ് ഉണ്ട്. 2 വേ ബനിയനിലെ 2 വേ ക്ലോത്ത്, 4 വേ ക്ലോത്ത്. ആ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ അതിന്റെ ഇതിന്റെ ക്വാളിറ്റിനെ കുറിച്ചിട്ട് പറയുന്നത്. 2 വേ 4 വേ എന്നൊക്കെ പറയണത്. ഓക്കെ, ലെഗിൻസ് നമ്മളിപ്പോ ജസ്റ്റ് സാമ്പിൾ പറഞ്ഞ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ കളേഴ്സ് നമുക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കളറാണ് ഇതിൽ നോക്കി കഴിഞ്ഞാൽ അവർ ആ കളർ നമുക്ക് എടുത്ത് തരുന്നതായിരിക്കും. അപ്പൊ ഇതൊരു കളർ ചാർട്ട്. ഇത് 2 വേ ലൈക്ര, ഇത് 4 വേ ലൈക്ര ലെഗിൻസ്. ഇതിന്റെ കളർ ചാർട്ടാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് അതിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഓ, ഫുൾ ലെങ്ത്തും ആംഗിൾ ലെങ്ത്തും അങ്ങനെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അതൊക്കെ ഉണ്ടോ? ഫുൾ ലെങ്ത്, ഇത് ആംഗിൾ ലെങ്ത്. അങ്ങനെ. അപ്പൊ ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ട്. അപ്പൊ ഇത് ഫുൾ ലെഗിൻസിന്റെ ഒരു കൗണ്ടർ ആണ് ഈ ഫുൾ വരുന്നത്. അപ്പൊ ഇതിൽ ബൾക്ക് എടുക്കുമ്പോ എങ്ങനെയാ? 6 പീസ് സെയിം കളർ. അതിൽ സൈസസ് ഉണ്ട്, മീഡിയം ടു 5XL 6XL വരെ സൈസ് വരെ ഉണ്ട്. പിന്നെന്താ? ബോട്ടം ഇത് പെൻസിൽ പാന്റ് പറയാ. ഖാദി കോട്ടൺ ആ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വരുന്നത്. നോർമലായിട്ട് ഫോർമലൊക്കെ പോയി യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് പലാസോ കോട്ടണിലെ, ഫ്ലെക്സ് കോട്ടണിലെ വന്നിട്ട് വർക്ക്, ചിക്കൻ കറി വർക്ക്, അടിയിൽ കട്ട് വർക്ക്, അടിയിൽ കട്ട് വർക്ക്. ഇത് വൺ സൈഡ് ഇങ്ങനെ പട്ട, വൺ സൈഡ് ബാക്ക് സൈഡ് മാത്രം ഇലാസ്റ്റിക്, ഫ്രണ്ട് 2 പോക്കറ്റ് വന്നിട്ടുള്ളത്. അത് വൈറ്റ്, ബ്ലാക്ക് എല്ലാം കളേഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ കാണിക്കുന്നത് ഇത് എലിഫന്റ് പലാസോ ബിഗ് സൈസ്. താഴെ വർക്ക് വന്നിട്ട് ചിക്കൻ കറി. ഇതിന്റെ എല്ലാ കളേഴ്സ് അവൈലബിൾ ഉണ്ട്. ഫുൾ കളേഴ്സ്. ഇത് ഫുൾ കാണുന്നത് മൊത്തം കളേഴ്സ് ആണ്. അവിടെ ജസ്റ്റ് സാമ്പിൾ കാണിക്കുന്നത് മാത്രമല്ല, ഇവിടെ എന്തൊക്കെ ഐറ്റംസ് അവൈലബിൾ ആണ്. ഇതും ഒരു പലാസോ ആണ്. സൈഡ് പോക്കറ്റ് വേണമെങ്കിൽ വേണം, ഇല്ലെങ്കിൽ ഇല്ല. അതൊക്കെ നിങ്ങൾ വന്ന് ചോദിച്ചാൽ മതി. ഫുൾ ചിക്കൻ കറി, ഫുൾ വർക്കോട് കൂടി. യെസ്, ഫുൾ പ്രിന്റ് വന്നിട്ട്. ചിക്കൻ കറി വർക്ക് വേണമെങ്കിൽ അതുണ്ട്, പ്രിന്റ് വേണമെങ്കിൽ അതുണ്ട്. പലാസോ ആണ് കേട്ടോ. പ്ലെയിനിൽ വേണമെങ്കിൽ പ്ലെയിനിലുണ്ട്. ഇത് ലൈക്ര 2 സൈഡ് പോക്കറ്റ്, അത് ഡബിൾ സൈഡ് എലാസ്റ്റിക് ആയിട്ട് വരുന്നത്. അതെ, ഇത് കോൾഡ്രോയില് സെപ്പറേറ്റ് കുറച്ച് എന്താ പറയുക അഫോർഡബിൾ റേഞ്ചിൽ പറ്റിയിട്ടുള്ള കളക്ഷൻ. നമ്മൾ നേരത്തെ കണ്ടത് കുറച്ച് ഇത്തിരി പ്രീമിയം കളക്ഷൻ ആയിരുന്നു. ഇത് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ളത്.
ഇതും പാന്റ്. സിമ്പിൾ ഫുൾ ഇലാസ്റ്റിക് അതെ, സിമ്പിൾ ആയിട്ട് വൈറ്റ് ബ്ലാക്ക് പിന്നെ അത്യാവശ്യം ഉള്ളതാണ്. പിന്നെ ഈ ലെഗിൻസിലെ തന്നെ നമുക്ക് കാപ്രി. ഓ, കുറച്ച് പ്രീമിയം ആണ്. പാക്കിങ്ങും അടിപൊളിയാ. കാപ്രി. പിന്നെ കിഡ്സിന്റെ ലെഗിൻസ്. ആ, ഇത് ഓൾ സൈസ് കിട്ടും. ലെഗിൻസ് ഉണ്ട്. കിഡ്സിന്റെ ഓൾ സൈസ് കിട്ടും. 20 to 40 വരെ. ഇതിന്റെ പാക്കിംഗ് 3 4 5XL വരെ 6XL വരെ. കുറച്ച് പ്രീമിയം പാക്കിംഗ് ആണ് കേട്ടോ ഇത് വരുന്നത്. പ്രീമിയം കളക്ഷൻ. ഐറ്റം പ്രീമിയം, ക്ലോത്ത് ഫുൾ പ്രീമിയം ആണ്. അത് പറയേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഇവിടെ ലോക്കൽ ആയിട്ടുള്ള ഒരു ഐറ്റംസ് ഇവിടെ കിട്ടില്ല. ഒക്കെ പ്രീമിയം എന്നാൽ അഫോർഡബിൾ റേഞ്ചിലുള്ള കളക്ഷൻ. ഇനി അടുത്ത ഫ്ലോറിലേക്ക് പോയാലോ? പോവാ. അടുത്ത ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു ഫ്ലോറിൽ എന്ന് പറയുന്നത് മൊത്തം ബോയ്സിന്റെ ആണ് 0 to 6 years വരെ. 0 to 6 ഇയേഴ്സിന്റെ കളക്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് ബോയ്സിന്റെ ഫുൾ കളക്ഷൻസ് നമുക്ക് ആ അറ്റത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. ഈ അറ്റത്ത് പാർട്ടി വെയർ കളക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫുൾ കളക്ഷൻസ് ഓൺ ആണ്. നമുക്ക് ഇതാ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ജാക്കറ്റ് മോഡൽ വേണോ, കോട്ട് മോഡൽ വേണോ, പോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ളത് ഒക്കെ സെറ്റ് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ 2 പീസിന്റെ കളക്ഷൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇത് വിത്ത് തൊപ്പി അടക്കം ഇങ്ങനെ. അപ്പൊ ഈ കൂടുതൽ ഇതും തൊപ്പി അടക്കമാണ് അല്ലേ വരുന്നത്. തൊപ്പി അടക്കം വരുന്ന ഒരു കളക്ഷൻ. അപ്പൊ ഇനി ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ലൈവ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ട് പോയാലാ കുറെ കളക്ഷൻസ് ഉണ്ട്. ഇന്നറൊക്കെ ഓക്കെ. ഇനിയിപ്പോ നമുക്ക് കളക്ഷൻസ് കാണിച്ചു പോവാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈവ് ആയിട്ട് ഇങ്ങനെ ഫുൾ കളക്ഷൻസ് ഒന്ന് കണ്ടു പോവാം. ഇവിടുന്ന് പിടിക്കാം. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. കണ്ടോ ലൈവ് ആയിട്ട്. ഇത് ഫുൾ പാർട്ടി വെയർ കളക്ഷൻസിന്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇതൊരു ഷർട്ട് 2 പീസിന്റെ ജാക്കറ്റ് മോഡൽ വേണമെങ്കിൽ ജാക്കറ്റ് മോഡൽ. ഇപ്പൊ സൈസസ് ഇത് 0 to 6 years വരെ 0 to അതൊക്കെ സെറ്റ് ആണ് കേട്ടോ. അതിന്റെ കൂടെ പാന്റ് ബോട്ടം ആ ഒരു സെക്ഷന്റെ ഫ്ലോർ ആണ് ഈ മൊത്തം വരുന്നത്. ബോയ്സിന്റെ സെക്ഷൻ ആണ് ഇത് ഫുൾ വരുന്നത്. ജാക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ളത്, കോട്ട് ടൈപ്പ് ആയിട്ടുള്ളത്, ഒരു പ്രീമിയം കളക്ഷനിൽ വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഫുൾ. എല്ലാം തന്നെ പാർട്ടി വെയർസ് എന്ന് വെച്ചാൽ ബർത്ത്ഡേക്ക് യൂസ് ചെയ്യാം, പാർട്ടിക്ക് യൂസ് ചെയ്യാം. ഷെർവാണി ടൈപ്പ് ആയിട്ടുള്ളത്, കോട്ട് ടൈപ്പ് ആയിട്ടുള്ളത്, തിളങ്ങണ മോഡൽ. അതെ, ഇത് ഈ മോഡൽ വേണമെങ്കിൽ ഇങ്ങനത്തെ മോഡൽ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫുൾ പാന്റിൽ വന്നിട്ടാണ്. ഫുൾ പാന്റും ജാക്കറ്റ്സ് വന്നിട്ട് ഫുൾ സ്ലീവ് ഫുൾ സ്ലീവ്. നേരത്തെ കണ്ടത് നമ്മൾ ട്രൗസറിലായിരുന്നു. ഇത് ഫുൾ പാന്റ് വരുന്നത്. ഫുൾ സ്ലീവ് ഷർട്ട് വന്നിട്ട് ജാക്കറ്റ് വന്നിട്ട് ആ ഒരു മോഡൽ കേട്ടോ. ടൈ ടൈപ്പ് ആയിട്ടുള്ളത്, ജാക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ളത് ഈ മോഡൽ വരുന്നത്. ഇതാ അടിയിലൊക്കെ കളക്ഷൻസ് നോക്കി. ഇതൊക്കെ ജാക്കറ്റ് 2 ജാക്കറ്റ് ആയിട്ട് വരുന്നത്, സിംഗിൾ ജാക്കറ്റ് ആയിട്ട് വരുന്നത് വിത്ത് പാന്റ് അടക്കം. ഇങ്ങനെ കളക്ഷൻസിന്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഏത് മോഡൽ വേണമെങ്കിലും ഒരു ടീഷർട്ട് വേണോ, ഷർട്ട് വേണോ, കോട്ട് വേണോ, ലൈക്ര മോഡൽ വേണോ, ഹോസറി മെറ്റീരിയൽ വേണോ, പ്രീമിയം കളക്ഷൻസ് വേണോ, ഹുഡീസ് വേണോ, അതുപോലെ എംബോസ് ചെയ്തിട്ടുള്ള വർക്ക് പ്രിന്റിൽ വേണോ, എങ്ങനെ മോഡൽസ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. അതിൽ പാൻറ്റിൻ്റെ ഇതൊക്കെ വരുമ്പോൾ വ്യത്യാസങ്ങൾ വരും. കോട്ടന്റെ പാൻറ്, ലൈക്ര പാൻറ് ഒക്കെ സൈസസ് വരുമ്പോൾ ഇത് ഷോർട്ട്സ് ആൻഡ് ടീഷർട്ട്സ് മാത്രമായിട്ടുള്ളത്. ഓക്കെ, ഷോർട്ട് ട്രൗസർ വരുന്നത് അല്ലേ? ഓക്കെ, അതിന്റെ കുറച്ച് വെറൈറ്റീസ് ഒന്ന് നോക്കിയാൽ ഇവിടുന്ന് പിടിച്ചോ. ഇത് ഹുഡീസ് കേട്ടോ വിത്ത് ട്രൗസർ എടുക്കാം. അപ്പൊ ഇത് എംബോസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക്. ഇനി അപ്പൊ അടിയിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഓടിച്ചൊക്കെ നോക്കാം. നമുക്ക് ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ്, ഇഷ്ടം പോലെ കളേഴ്സ്, പിന്നെ എല്ലാ സൈസസ് 0 to എത്ര സൈസ് വരെ സെറ്റിലെ നമുക്ക് വേണ്ടത് 6 years വേണം. 6 years കഴിഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ഷർട്ട് മാത്രം, ജീൻസ് മാത്രം, ടീഷർട്ട് മാത്രം, ഷോർട്സ് സെപ്പറേറ്റ്. അങ്ങനെ 6 years വരെയാണ് എല്ലാം സെറ്റ് വൈസ്. ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച് കളക്ഷൻസ്. നമ്മൾ ഇതൊന്നും കണ്ടില്ല, വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടീഷർട്ടിന്റെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ്. ഇതൊക്കെ ജസ്റ്റ് നമുക്ക് മെയിൻ ഓളോ സാമ്പിൾസ് മാത്രം കണ്ടി. ഇതിന്റെ ഇനി കളക്ഷൻസ് ഉണ്ട്, ഒത്തിരി കളക്ഷൻ. ഗോഡൗൺ സാമ്പിൾസ് ആണ് ഇത്. ഗോഡൗൺ വേറെ ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് കുറച്ച് സാമ്പിൾസ് മാത്രം എടുത്തോളൂ. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ട് എന്താ ഐറ്റം നിങ്ങൾക്ക് കിട്ടാന്നുള്ള ഒരു ഇതില് പല റേഞ്ച്, പല തുണി, പല സൈസ്, പല ഡിഫറെന്റ് മോഡൽസ്, അങ്ങനെയൊക്കെ വെറൈറ്റീസ്. ഈ ഒരു ഫുൾ കൗണ്ടർ കണ്ടില്ല, ഇതൊരു പാർട്ടി വെയറിന്റെ സെക്ഷൻ ആയിരുന്നു. ഇനി ഇപ്പുറത്തെ സെക്ഷൻ വരുമ്പോ എന്താ, ഇതില് നമുക്ക് ബോയ്സിന്റെ പറഞ്ഞത് എല്ലാം ഇങ്ങനെ 6 പീസിന്റെ സെറ്റ് വൈസ് ആണ്. 3 സൈസിന്റെ സെറ്റ്, 2 കളർ മിക്സ്. ഇപ്പൊ 2 കളർ റെഡ് ഗ്രീൻ, ഇല്ലെങ്കിൽ ബ്ലൂ ബ്ലാക്ക്, ക്രീം ബ്ലാക്ക്, എന്തൊക്കെ പറഞ്ഞ 2 കളർ എല്ലാം 3 സൈസ് 16, 18, 20 2 കളർ സെറ്റ്. പിന്നെ ഇതിന്റെ വലുത് ഇങ്ങനെ തന്നെ 6 പീസിന്റെ സെറ്റ് 20 to 26 വരെ. ഓക്കെ, അങ്ങനെ സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി ഇപ്പുറത്തെ കളക്ഷൻസ് ഫുൾ റോംബറിന്റെ മാത്രം കളക്ഷൻസിന്റെ വെറൈറ്റീസ് കേട്ടോ. റോംബറിന്റെ തന്നെ പല പല മോഡൽസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ടീഷർട്ടിൽ പ്രിന്റ് ഉള്ളത് വരുന്നുണ്ട്, പ്രിന്റ് ഇല്ലാത്തത് വരുന്നുണ്ട്, പോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ളത്, ജീൻസിന്റെ, ലൈക്രയില്, കോട്ടണില്, അങ്ങനെ വെറൈറ്റീസ് കേട്ടോ. റോംബറിൽ തന്നെ ഇത്രയും അധികം വെറൈറ്റീസ് ഉണ്ട്. അതിൽ ബൊമ്മയുടെ ഡിസൈൻ ഒക്കെ വരുമ്പോൾ എന്ത് രസമാണ് കാണാനായിട്ട്. ഒക്കെ വെറൈറ്റി ഒരു ഡിസ്പ്ലേ ഉണ്ടെന്ന്, അതൊന്ന് കണ്ടുപോവാന്ന്. ഡമ്മിയിൽ ഇടുമ്പോഴാണ് കറക്റ്റ് ഒരു ലുക്ക് അറിയാം എന്താണ് ഈ ഒരു സംഭവം എന്നുള്ളത്. ഇതൊരു വേറെ ഇപ്പോഴത്തെ സീസൺ അനുസരിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് ഒന്നുകൂടി പിടിക്കാം.
ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. പേസ്റ്റൽ വേണോ ഡാർക്ക് വേണോ ഏത് മോഡൽ വേണോ, എന്തായാലും എനിക്കിഷ്ടം ഇത് ഈ രണ്ട് സംഭവമാണ് കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ ഇതില്ലേ പാർട്ടി വെയർ ആയിട്ടുള്ളൂ ഫുൾ പാന്റും നമ്മൾ അവിടെ ബാക്ക് സൈഡിൽ നോക്കിയ കളക്ഷൻസ്. ആ ഡമ്മിൽ ഇടുമ്പോഴാണ് കറക്റ്റ് എക്സാക്ട് ലുക്ക് നമുക്ക് ഐഡിയ കിട്ടും. ഇത് ഷോർട്സ് വേണമെങ്കിൽ ഷോർട്സില് അങ്ങനെ ആ ഒരു മോഡൽ. ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് ഐറ്റം? ഷർട്ട് നിക്കർ വലിയ സൈസ് കോഡ് സെറ്റ് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ഇങ്ങനെ പ്രിന്റ് വന്നിട്ടുള്ള കോഡ് സെറ്റ്. ഇതും സെയിം ടോൺ ടു ടോണിലായിട്ടുള്ള ട്രൗസേഴ്സ് വരുന്ന കോഡ് സെറ്റിൽ വരുന്ന ഐറ്റംസ് കേട്ടോ. ഇത് ഇനിയിപ്പോ കുറച്ച് പാർട്ടി വെയർ നോക്കാം. ദാ ഷർട്ടും അതുപോലെ തന്നെ ട്രൗസേഴ്സുമായിട്ട് വരുന്ന ഒരു കളക്ഷൻ. ദാ ഷർട്ടും അതുപോലെ തന്നെ ട്രൗസേഴ്സും വരുന്നത്. ഇത് 2 പോക്കറ്റ് ആയിട്ട് വരുന്നതാണ്. ഇത് ജാക്കറ്റ് ടൈപ്പ് ആയിട്ട് വരുന്നത്. നോർമൽ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തം. ഇത് ഫുൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഫുള്ള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാർട്ടി വെയർ വന്നിട്ട് ഇട്ട് വരുമ്പോ ഇങ്ങനെ ഒരു ലുക്ക് നമുക്ക് ഫീൽ ചെയ്യൂട്ടോ. അതാ ബൊമ്മയിലിടുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡമ്മിലിടുമ്പോൾ ആ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ. തോരം വെറൈറ്റീസ് ആണ്. നമ്മൾ അപ്പുറത്തെ നോക്കിയത് എല്ലാം 1 പീസ് പാക്കിംഗ് ആയിരുന്നു. അത് 6 പീസിന്റെ സെറ്റ് ആയിരുന്നു. പക്ഷേ ഇത് 3 പീസ് സെറ്റ് ആണോ? ഇത് ഒരു ബോക്സിൽ 3 പീസ് വന്നിട്ട് 3 കളർ മിക്സ്. സെയിം ഇതിൽ തന്നെ 3 കളേഴ്സ് ആയിട്ട് സെയിം സൈസ് 3 കളേഴ്സ്. ആ 3 സൈസ് മൊത്തം എടുക്കണം എന്ന് വെച്ചാൽ ഈ ഒരു ഫുൾ പാക്കറ്റ് മൊത്തം ഇങ്ങനെ എടുക്കേണ്ടി വരും, നിർബന്ധമാണ്. കാരണം ഹോൾസെയിൽ ആണ്. ഷർട്ട് ടൈപ്പ് ആയിട്ടുള്ളത് ഇതിന്റെ വിത്ത് പാന്റ് ആയിട്ട് വരുന്നത് ഇതാ ഇങ്ങനെ നോർമൽ ആയിട്ടുള്ളത്. ഇതിന്റെ തന്നെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് പ്രിന്റ് ആയിട്ടുള്ളത് വിത്ത് പാന്റ് അല്ല ട്രൗസർ. ഇതാ ഇത് പാന്റ്. ഇതാ ഇങ്ങനെ ചെക്കിന്റെ മോഡൽ വേണം. കുട്ടികൾക്ക് തന്നെ വെറൈറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട്. ഇത് കോഡ് സെറ്റ് ആ ഒരു മോഡലിൽ വരുന്നത്. അപ്പൊ ഇതിൽ ഫുൾ കളക്ഷൻസ് ആണ്. നമ്മുടെ കയ്യിൽ അധികം സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കളക്ഷൻസ് കാണിച്ചു പോവാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഫുൾ സെക്ഷൻ വരുന്നത് ബോയ്സിന്റെ കിഡ്സിന്റെ 0 ജനിച്ച പിള്ളേരെ തൊട്ട് വലിയ 6 ഇയേഴ്സ് വരെയുള്ള സൈസസ്. ഇവിടെ ന്യൂ ബോൺ കുട്ടികൾക്കുള്ളത് സ്വെറ്റർ. അത് 2 പീസിന്റെ സെക്ഷൻ ആണ് വരുന്നത്. 2 പീസിന്റെ സ്വെറ്റർ സെക്ഷൻ. ഫുൾ പാന്റ് ആയിട്ടുള്ളത് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഒക്കെ നല്ല വാം ആയിട്ട് തരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ. പല മോഡൽസിൽ വരുന്നുണ്ട്. അത് വാം കിട്ടുന്ന മെറ്റീരിയൽ ആണ് ഈ ഫുള്ള് വരുന്നത്. അത് ഫ്രണ്ട് ഓപ്പൺ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. നമുക്ക് ടീഷർട്ട് മോഡൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഇതാ വെറൈറ്റീസ് റോംബർ പാർട്ടി വെയർ, ചെറിയ ന്യൂ ബോൺ ബേബീസിന് ഉള്ള പാർട്ടി വെയർ. ഇത് നോക്കി, ഇതൊരു വെറൈറ്റി. ഇതെന്താ സംഭവം? ഇത് കുട്ടികളുടെ തന്നെ ബോക്സ് ഇങ്ങനെ. 2 ഉടുപ്പ് 1 നിക്കർന്ന് എന്നുവെച്ചാൽ ജാക്കറ്റ് ഹുഡീസ് ആണ് കേട്ടോ ഇത് വരുന്നത്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഇത് 3 കൂടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പൊ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഇനി നമുക്ക് താഴത്തെ ഫ്ലോറിലേക്ക് പോയാലോ? വെറൈറ്റീസ് ഉണ്ട്. കാണിച്ചാലും തീരില്ല കേട്ടോ. ഇതൊക്കെ ന്യൂ ബോണിന് പറ്റിയിട്ടുള്ള ബെനിയൻ സ്റ്റെഫിൽ വരുന്ന ഒരു ഹോസറി മെറ്റീരിയൽ. അപ്പൊ ഇത് ഫുൾ കളക്ഷൻസ് കണ്ടില്ല. ഇനി നമുക്ക് താഴത്തെ ഫ്ലോറിൽ പോവാം. അടിയിലേക്ക് നടന്നു വരുമ്പോ മൊത്തം ഇങ്ങനെ ബോക്സ് ആയിട്ടുള്ളതായി. അപ്പൊ ഇവിടെ സെക്ഷനിൽ എന്താണ്? അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഗേൾസിന്റെ സെറ്റ് ഐറ്റംസ് ഫുൾ ഇങ്ങനെ ഓടിപ്പിച്ച് നോക്കാം. ആദ്യം എത്ര സെക്ഷനിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൽ ഫുൾ ഇവിടെ വെസ്റ്റേൺ വെയർ ഫുൾ. ഇവിടെ ഓജറി, ഇപ്പുറത്തെ ഫ്രോക്ക്, കോട്ടൺ ഫ്രോക്ക്, ഫാൻസി ഫ്രോക്ക്, നെറ്റ്, ഡിഫറെന്റ് ക്ലോത്ത്സിലെ ഫാൻസി. ഓക്കെ, നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യം കാണിക്കുന്നത് വരുന്നത് ഇത് കോട്ടന്റെ ഫ്രോക്സ്. പ്രീമിയം നല്ല ക്ലോത്ത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് വരുന്നത്. പാക്കിംഗ് വന്നിട്ട് ഇതാണെങ്കിൽ ഇത് ജിമിച്ചു ഫാബ്രിക്കില്, അങ്ങനെ കോട്ടന്റെ ഫാബ്രിക്കില്, അങ്ങനെ പല മോഡൽസ് ആണ് കേട്ടോ ഇത് വരുന്നത്. അതും സൈസസ് വരുമ്പോ എങ്ങനെയൊക്കെ വരുന്നത്? ഇത് സൈസ് ഓൾ സൈസ് 6 to 36 വരെ, 16 to 36 വരെ. ഇതും ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു കീച്ചൻ ഒക്കെ ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ്. കളക്ഷനൊന്നും കുറവില്ല, ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഫാൻസി ഐറ്റംസ് ആണ് വരുന്നത് കേട്ടോ. ഫ്രോക്ക് കുട്ടികളുടെ ഇത് ബർത്ത്ഡേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഗിഫ്റ്റ് ഫ്രോക്ക്, ഗിഫ്റ്റ്. അപ്പൊ ഇതൊക്കെ എത്ര പീസ് എടുക്കണം? ഇതും എല്ലാം 6 പീസിന്റെ സെറ്റ്. ബോക്സ് 2 കളർ മിക്സ് ആണ്. 2 കളർ മിക്സ് ആയിട്ട് വരാം കേട്ടോ. ഇതൊക്കെ നോക്കിയാൽ നല്ല രസമല്ലേ? അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ്, നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് കാണിച്ചത് നല്ല ഭംഗിയുണ്ട് കണ്ടോ. ഇത് ഫുൾ ബോക്സ് പാക്കിംഗ് ആ വരുന്നത് കേട്ടോ. ബോക്സ് പാക്കിംഗ് വരുന്നുണ്ട്, അല്ലാത്തതും വരുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു ഫുൾ സെക്ഷൻ അതിന്റെ ഇവിടെ ഉണ്ടല്ലോ ഫ്രോക്സ്. ഈ ഒരു ഫ്രോക്ക് എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഫുൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ഡിഫറെന്റ് വെറൈറ്റീസ്. ഇതൊക്കെ വലിയ സൈസാ വരുന്നത്. 36, 38, 40 വരെ സൈസിന്റെ വലിയ ഫ്രോക്കുകൾ കേട്ടോ. ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രോക്കുകൾ കേട്ടോ. അതുപോലെ തന്നെ വെസ്റ്റേൺ വെയറിന്റെ വേണമെന്ന് വെച്ചാൽ വെസ്റ്റേൺ വെയറിന്റെ 2 പീസിന്റെ കളക്ഷൻസ്. ഇത് നോക്കി, വെസ്റ്റേൺ വെയറിന്റെ 2 പീസിന്റെ റോംബർ വേണമെങ്കിൽ റോംബർ ടൈപ്പ് ആയിട്ടുണ്ട്. വെസ്റ്റേൺ വെയറിന്റെ സാധാ ഉടുപ്പായിട്ടുള്ളതുണ്ട്. ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്
ഡംഗ്രി ടൈപ്പ് ആയിട്ടുള്ള ഫ്രോക്ക് ടൈപ്പ് ആയിട്ടുള്ള ഇത് ഡംഗ്രിയിൽ സ്കേർട്ട് ടൈപ്പ് ആയിട്ടുള്ളത് ഇത് item. അതെ ഡബിൾ ഷെയ്ഡ് ഇത് ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് വരുന്നത് ഇതൊക്കെ വെസ്റ്റേൺ വെയറിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ മൊത്തം വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് ഫ്രോക്ക് മോഡലിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് അവൈലബിൾ ആണ് ഡബിൾ ഷെയ്ഡിൽ വേണോ സിംഗിൾ വേണോ കോട്ടൺ വേണോ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വേണോ അങ്ങനെ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ഫാബ്രിക്സ് ഇതൊക്കെ ഇമ്പോർട്ടഡ് അല്ലേ ഓക്കെ നല്ല നല്ല ഫാബ്രിക്സ് ഒക്കെയാണ് മൊത്തം വരുന്നത് ഇത് ഫാബ്രിക്സ് ഇത് നല്ല രസമായിട്ടുണ്ട് കണ്ടോ ഇത് നല്ല രസമായിട്ടുണ്ട് ഉടുത്ത് വരുമ്പോ ദാ ഇങ്ങനെ ഒരു ലുക്ക് വരും കേട്ടോ കുട്ടീരെ ഈ ഒരു ലുക്കാണ് വരുന്നത് ഇഷ്ടം പോലെ ഇതൊക്കെ ചീപ്പ് റേഞ്ച് ആണോ അധികം റേറ്റ് ഒന്നും ഇല്ലല്ലോ യെസ് പക്ഷെ ഒക്കെ ബൾക്കായിട്ട് എടുക്കണം എന്ന് നിർബന്ധമാണ് കേട്ടോ പിന്നെ ഇപ്പുറത്തെ സൈഡ് ഫ്രോക്കിലെ പ്രീമിയം കളക്ഷൻ കാണിക്കാം എല്ലാം പാർട്ടി വെയർസ് ഐറ്റം ഓഹോ അടിപൊളി എന്ത് രസം നോക്ക് ഒക്കെ നല്ല കുട്ടികളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഡാൻസ് കളിക്കുമ്പോൾ എന്ത് രസമായിരിക്കും ഒക്കെ ബോക്സ് പാക്കിങ്ങിലാണ് കേട്ടോ ഇത് വരുന്നത് ഇത് കണ്ടോ ഇത് കല്ലുള്ളത് കല്ലില്ലാത്തത് മുത്ത് എങ്ങനത്തെ മോഡൽ ഒക്കെ ഡിഫറെന്റ് മോഡൽസ് ആഹാ ഇതൊക്കെ നോക്കി എന്ത് രസമല്ല സൂപ്പർ സ്ലീവ് ആയിട്ടുള്ളത് വാവ് സൂപ്പർ കളക്ഷൻ നോക്കിയേ അടിപൊളിയായിട്ടുണ്ട് ഒക്കെ പ്രീമിയം നമുക്ക് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഫാബ്രിക് ഒക്കെ സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ടേ സൂപ്പർ നെക്ക് സ്റ്റോൺ ഇതൊക്കെ പാർട്ടി വെയറിൽ ഇനിയിപ്പോ അത്രയും ഹെവി വേണ്ട കുറച്ച് നോർമൽ ആയിട്ടുള്ള പാർട്ടി വെയർ വേണമെന്ന് വെച്ചാൽ ഈ ഒരു മോഡൽ കുട്ടികൾക്ക് പക്ഷെ അങ്ങനെ ഹാം ആവില്ല കേട്ടോ ഒക്കെ നല്ല ഉള്ളിലത്തെ ഫാബ്രിക് ഒക്കെ സോഫ്റ്റാ 6 പീസിന്റെ അല്ലേ 6 പീസിന്റെ ലെയർ വെച്ചിട്ടാണ് വരുന്നത് ബ്ലാക്കിൽ നോക്കിയാൽ ഫുൾ സ്റ്റോൺ വർക്ക് വരുന്നത് ഇത് രസം നോക്കിയാൽ നിറഞ്ഞു കുമ്പാരം കൊണ്ട് ഇതൊക്കെ സാമ്പിൾസ് മാത്രം കേട്ടോ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഇവിടെ ഇനിയും ഉണ്ട് ബോക്സ് കാണുന്നത് ബാക്കിലൊക്കെ നോക്കിയാൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് 10% സാമ്പിൾ 10 അല്ല ഞാൻ പറയുകയാണെങ്കിൽ ഒരു 5% ആയിട്ടുള്ളൂ ഇഷ്ടം പോലെ ഇതാ കളക്ഷൻസ് കൊണ്ട് കളക്ഷൻസ് ഏത് മോഡൽ വേണമെങ്കിൽ ഉണ്ട് ഓ വൈറ്റ് ഓഫ് വൈറ്റ് ഒക്കെ എന്തൊരു നമുക്ക് ഇതൊക്കെ ഇഷ്ടംപോലെ വെറൈറ്റി കളക്ഷൻസ് ആണ് പിന്നെ ഇത് എത്ര ഇതും സൈസസ് വലിയ സൈസ് തൊട്ടുണ്ട് അല്ലേ 26 സൈസ് വലുത് വേറെയാണ് വരുന്നത് പിന്നെ ഇവര് രാജസ്ഥാനിക്കാരാണ് അപ്പൊ രാജസ്ഥാനിനാണ് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഇതുപോലെ നല്ല നല്ല കളക്ഷൻസ് നമുക്ക് വേണ്ടിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് ഇനി ഇവിടെ നോക്കുകയാണെങ്കിലോ പിന്നെ ഇതൊക്കെ ലോ റേഞ്ചിൽ വരുന്നത് നേരത്തെ കഴിഞ്ഞ കുറച്ച് പ്രീമിയം ആയിരുന്നു ഇതുപോലെ ലോ റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ആണ് ഇത് ഫുൾ വെറൈറ്റി കൊണ്ട് വെറൈറ്റി ലോ റേഞ്ചിൽ കേട്ടോ സെയിം സൈസസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സെയിം ഇതേ സൈസസിൽ തന്നെ അവൈലബിൾ ആണ് ഒക്കെ ഡിഫറെന്റ് ഇമ്പോർട്ടഡ് ഫാബ്രിക്സിൽ ലൈക്ര അങ്ങനെ എല്ലാ തരം മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഇത് അറ്റാച്ച്ഡ് വേണമെങ്കിൽ അറ്റാച്ച്ഡ് കിട്ടും അറ്റാച്ച്ഡ് അല്ലാത്തത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയുണ്ട് കോഡ്രോയില് സിമ്പിൾ ആയിട്ടുള്ളത് കുട്ടികൾക്ക് ഇത് പോപ്കോൺ വേണമെങ്കിൽ പോപ്കോൺ ബെനിയൻ സ്റ്റഫിൽ കോട്ടൺ ഇത് ചിക്കൻ കറിയിൽ വേണോ ഹക്കോബയിൽ വേണോ അങ്ങനെ ഇങ്ങനെ വെറൈറ്റീസ് ലോങ് ഫ്രോക്സ് ഓ ബിഗ് സൈസ് എന്നാ ഓരോന്നോരോന്ന് ഇട്ടേ പിടിച്ചോ ലോങ് സൈസസിന്റെ വരുന്നത് പിടിച്ചോ അത് നിലത്തിട്ടോ ഇതാ ലോങ് സൈസസിന്റെ അപ്പൊ ഇത് സൈസ് വരുന്നത് 38 സൈസ് വരെയാ 40 സൈസ് വരെ ഓ എന്ത് രസമല്ല കുട്ടികൾക്കൊക്കെ യൂണിഫോം ഒക്കെ ആയിട്ട് പിള്ളേർക്കൊക്കെ സ്കൂളിലൊക്കെ ഫാൻസി ആയിട്ട് കളിക്കാനൊക്കെ പറ്റിയിട്ട് നല്ല നല്ല കളക്ഷൻസ് അപ്പൊ ബൾക്കായിട്ട് തന്നെ എടുക്കണം കേട്ടോ അങ്ങനെ 1 പീസ് 2 പീസ് അതിന് ഒന്നും കിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രയർ സോങ് ഒക്കെ പാടുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ ഡാൻസ് ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇനി ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം അടുത്ത സെക്ഷൻ എന്താ വരുന്നത് വെസ്റ്റേൺ 2 പീസസ് ഗേൾസിന്റെ തന്നെ വെസ്റ്റേൺ വെയർസ് അത് അവിടെ തന്നെ വെച്ചോ ഗേൾസിന്റെ തന്നെ ഫുൾ വെസ്റ്റേൺ വെയറിന്റെ കളക്ഷൻസ് ആണ് ഇത് ഫുൾ 2 പീസിന്റെ ഉണ്ട് 3 പീസിന്റെ ഉണ്ട് ജീൻസ് ആയിട്ട് അടിയിൽ പാന്റ് വരുന്നുണ്ട് കോട്ടന്റെ വരുന്നുണ്ട് ഫുൾ ഡെനിമിന്റെ പാന്റും ഷർട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെയുണ്ട് അതുപോലെ അടിയിൽ പാന്റ് മുകളിൽ ഇങ്ങനെ ടോപ്പ് ആയിട്ടുള്ളത് ഇത് കുറച്ച് വെറൈറ്റി ഉണ്ട് ഇത് പിടിച്ച് ഇത് കണ്ടോ പാന്റ് വരുന്നത് ഇത് കുറച്ച് യൂണിക് ആയിട്ടുണ്ട് പിന്നെ ഇതാ നല്ല നല്ല കോട്ടായിട്ടുള്ളത് വരുന്നുണ്ട് അങ്ങനത്തെ മോഡൽസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അവിടെ തന്നെ വെച്ചോ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി കാണാം ഞാനൊന്ന് അങ്ങോട്ട് കിടക്കട്ടെ താങ്ക് യു ഇത് കണ്ടോ എന്താ നമ്മൾ നേരത്തെ കണ്ടത് അടിയിൽ പാന്റ് ആയിട്ടുള്ളതാണ് ഇത് വരുമ്പോൾ സ്കേർട്ട് ടൈപ്പ് ആയിട്ടുള്ളത് കുട്ടികൾക്കുള്ള കളക്ഷൻസ് നോക്കി ഒന്ന് ഓടിപ്പിച്ച് നോക്കട്ടെ നമുക്ക് ഇഷ്ടം പോലെ ഇതിൽ നമുക്ക് എല്ലാ സൈസ് 16 to 40 ടീനേജ് വരെ കിട്ടും സെറ്റിലെ ഓക്കെ ഇത് നമുക്ക് പിന്നെ മാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതിന് മാച്ചിങ് പാന്റും രണ്ട് സെറ്റ് ആയിട്ട് എല്ലാതും കിട്ടുന്നതായിരിക്കും അല്ലേ പിന്നെ മേലെ നമ്മൾ നോക്കിയത് എല്ലാം സെപ്പറേറ്റ് ആയിരുന്നു പാന്റ് സെപ്പറേറ്റ് ടോപ്പ് സെപ്പറേറ്റ് ആയിരുന്നു ഇതെല്ലാം സെറ്റ് വൈസ് ഓക്കെ അപ്പൊ ഇതിന് വേറെ പാന്റ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഇതില് പാന്റ് പലാസോ ആയിട്ട് വേണമെങ്കിൽ ഉണ്ട് സ്കേർട്ട് ടൈപ്പ് ആയിട്ടുണ്ട് വെസ്റ്റേൺ വെയർ ഉണ്ട് പിന്നെ സ്കേർട്ടും ടോപ്പ് ആയിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഇത് 3 പീസ് വേണമെങ്കിൽ 3 പീസ് ഇത് ടീഷർട്ട് പാന്റ് ഇത് പലാസോ സെറ്റ് സാറ്റിന്റെ മെറ്റീരിയലില് നല്ല സോഫ്റ്റ് സെറ്റ് ജാക്കറ്റ് ലെഗിൻസ് അങ്ങനെ വെറൈറ്റീസ് ഇതാ ഓ അടിപൊളി സെറ്റുകൾ കണ്ടോ എന്താ രസം ഓരോന്നോരോന്നിടത്ത് കാണുമ്പോൾ അല്ലേ ഫുൾ വെറൈറ്റീസ് ആണ് വെസ്റ്റേൺ വെയറിന്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഈ ഒരു സെക്ഷൻ ഫുള്ള് നമുക്ക് വേണ്ടി ഒരു കുറച്ച് പീസ് നമ്മൾ കാണിച്ചിട്ടുള്ളൂ ഈ ഫുൾ കാണുന്നത് മൊത്തം ബോക്സിൽ ഇരിക്കുന്നത് ഒക്കെ
സ്റ്റോക്സ് ആണ് അല്ലേ? സ്റ്റോക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഇതും സാമ്പിൾസ് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് ഗേൾസിന്റെ 0 ടൈപ്പ് ഫ്രോക്സ് 16-20 സൈസ് കുട്ടികൾക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളത് അല്ലേ? വീട്ടിലെ ഇടാം, കുറച്ച് ഫാൻസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത്. ചെറിയ കുട്ടികൾക്ക് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രോക്സ്, ബനിയൻ തുണിയിലെ, കോട്ടൺ തുണിയിലെ, അങ്ങനെ അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഇതാ റോംബർ ആയിട്ടുള്ളത് കുട്ടികൾക്ക് എന്ന് വെച്ചാൽ ജെൻസ് കുട്ടികൾക്കുള്ള ഐറ്റംസ് ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ 1 month 3 month വരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള 0 സൈസ്. അപ്പൊ ഇത് സൈസസിൽ എത്ര സൈസ് എടുക്കണം? ഇങ്ങനെ ഇത് 3 സൈസിന്റെ സെറ്റ് ആണ്. 3 കളർ മിക്സ് ആയിട്ട് വന്നിട്ട് 16, 18, 20, 012, 012 3 കളർ മിക്സ് 012. അപ്പൊ അങ്ങനെ എടുക്കേണ്ടത്. ഇതാ ഫ്രോക്കില് അതിൽ വിത്ത് പാന്റീസ് എടുക്കാം, അങ്ങനെയൊക്കെയാ വരുന്നത്. പാൻറ്റീസ്, ചെറിയ ബാഗ് നമുക്ക് ഇങ്ങനെ ഒടിച്ച് നോക്കാം കേട്ടോ. ഫുള്ളായിട്ട് കുറേ ഉണ്ട് കാണാനായിട്ട്, ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ. ഇത് കാണുന്നത് മൊത്തം ഷോർട്ട് ടൈപ്പ് ആയിട്ടുള്ളത്, സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് ടൈപ്പ് ആയിട്ട് വരുന്ന കളക്ഷൻ. സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട്സ്, അതുപോലെ തന്നെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതാ ഇത് നോക്കി, ഇതൊരു വെറൈറ്റി. അപ്പോൾ ഇത് പറഞ്ഞതാ, ഇത് ഒന്നും മിസ്സാക്കണ്ട, നമുക്ക് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാൽ നമ്മൾ കുറച്ച് കാണിക്കുന്നില്ല, കാരണം ഇഷ്ടം പോലെ ഉണ്ട്. വീഡിയോ ഓൾറെഡി ലെങ്തി ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ സെക്ഷനിൽ എന്താ വരുന്നത്? ടീനേജ് ഗ്രൂപ്പിലെ നമുക്ക് 2 പീസിന്റെ കളക്ഷൻ, 1 പീസിന്റെ കളക്ഷൻ, 1 പീസ് 2 പീസ് അങ്ങനെയൊക്കെ വരുന്ന ഐറ്റംസ്. ഓക്കെ, ഈ ഒരു സെക്ഷൻ 30-40 സൈസ്. ഓക്കെ, പിന്നെ ഇത് 1 പീസിന്റെ കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള വെസ്റ്റേൺ വെയറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ്. ഇതിൽ സൈസ് 40 സൈസ് വരെ. ഓക്കെ, അങ്ങനെ ഇതൊക്കെ എങ്ങനെയാ എടുക്കേണ്ട? കച്ചവടക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, നമ്മൾ സാമ്പിൾസ് കാണിച്ച് പോവാണ്. ഇഷ്ടം പോലെ കളക്ഷൻസ് അവൈലബിൾ ആണ്. ടീനേജ് കാര്യക്കുള്ള വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വെസ്റ്റേൺ വെയറിൽ വരുന്ന കളക്ഷൻസ്, ഡംഗ്രി സ്റ്റൈൽസ്, പിന്നെ ഫ്രോക്ക് സ്റ്റൈൽസ്, അങ്ങനെ ഷോർട്ട് ഫ്രോക്ക് 24-36 വരെയുള്ള സൈസാണ് ഈ കാണുന്നത്. ഇതാ ഇതൊക്കെ നോക്കിയേ, നല്ല രസമുണ്ട് അല്ലേ? ഒക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക് അല്ലേ? ഇമ്പോർട്ടഡ് ഫാബ്രിക്, പല ഫാബ്രിക് ഉണ്ട്, ലൈക്ര ഉണ്ട്, ഓസറി ഉണ്ട്, പിന്നെ ഇമ്പോർട്ടഡ് ഫാബ്രിക്സ് ഉണ്ട്, കുറെ പോപ്കോൺ ഉണ്ട്, ലിനന്റെ, കോട്ടന്റെ. ഇത് ജാക്കറ്റ് മോഡൽ, ഇതിലെ ജാക്കറ്റ് ഒക്കെ വരും. ജാക്കറ്റ് വരും ഇതില്. ഇതാ ഇങ്ങനെ ജാക്കറ്റ് വേണമെങ്കിൽ ജാക്കറ്റ് മെറ്റീരിയൽ ഒക്കെ എന്തൊരു സോഫ്റ്റ് ആണ് അല്ലേ? പറയുമ്പോൾ ചിരിക്കുക, ഞാനുള്ള കാര്യമല്ല പറയണേ. നല്ല രസമാണ്. പിന്നെ ഇതിലെ സെയിം 2 പീസസ്, വലിയ സൈസിലെ 2 പീസ്. നമ്മൾ അപ്പുറത്തെ നോക്കിയത് ചെറിയ സൈസ് ആയിരുന്നു, 30 വേറെ സൈസ് ആയിരുന്നു. ഇപ്പോൾ ഇതിന്റെ വലുത് വലിയ സൈസ്. ഓക്കെ, 40 സൈസ് വരെ, 40 സൈസ് വരെയുള്ള 2 പീസ് ടീനേജ് ഗ്രൂപ്പുകാർക്കുള്ളത്, പലാസോ ടൈപ്പ് ആയിട്ടുള്ളത്, പാൻസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അതിന്റെ കളക്ഷൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് വീഡിയോ കോൾ ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ വന്ന് കാണണമെങ്കിൽ വന്ന് കാണാം, എങ്ങനെ വേണമെങ്കിലും. ഇത് ഫുൾ ഷ്രഗ് ആയിട്ടുള്ള ആ ടൈപ്പ് ആയിട്ടുള്ള അടിയിൽ പാൻറ് വരുന്നുണ്ട്. ഇത് പാൻറ് വരുന്നത് ഒക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കില്. ഇപ്പൊ ഇനി ഇങ്ങോട്ട് കടന്നാലും നമുക്ക് കുറെ കളക്ഷൻസ് കാണിക്കാനുണ്ട്, സമയം നമുക്ക് കുറവാണ്. ലാച്ച ഐറ്റംസ്, യെസ്, പാർട്ടി വെയർ ലാച്ചാസ് 40 സൈസ് വരെ ഉണ്ട് കേട്ടോ. ഇതാ കുറെ കളക്ഷൻ ഉണ്ട്, പല തുണിയില്, നെറ്റിലുണ്ട്, വർക്കുള്ളതുണ്ട്, വർക്ക് ഇല്ലാത്തത് എല്ലാം 4 കളർ ആണ് ഓൾറെഡി ഉണ്ട്. സിംഗിൾ കളർ സെറ്റ് വരും, സൈസ് മിക്സ് ആയിട്ടുള്ള. ഇത് ഷോർട്ട് മിഡി ടോപ്പ്, ഇത് നോക്കിയാ ടോപ്പ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ഇതില്. ഇത് ഒരു അംബ്രേല സ്കേർട്ട് ആയിട്ട് വരുന്നത്, സാറ്റന്റെ മുകളിലത്തെ. അതുപോലെ തന്നെ ഇത് ടിഷ്യൂന്റെ പാവാട. പുതിയ ട്രെൻഡ് വന്നേക്കണേ, സെയിം ടു സെയിം കളർ മാച്ചിങ്. ഇങ്ങനെ അല്ലേ? ഇതാ ലുക്ക് ഇങ്ങനെയായിരിക്കും. നമ്മൾ നോക്കാൻ പോണത് ലാച്ച വലിയ സൈസില്. ഇപ്പൊ നോക്കിയത് ചെറുതായിരുന്നു, ഇങ്ങനത്തെ കുറച്ച് വലിയ സൈസ് 30-40. ഓക്കെ, പിന്നെ വരുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഇനി ലാച്ചകള്. അത് നേരത്തെ കുറച്ച് നെറ്റ് ടൈപ്പ് ആയിട്ടായിരുന്നു. ഇത് കുറച്ച് പ്രീമിയം. ഓക്കെ, ഇത് കുറച്ച് പ്രീമിയം ഐറ്റംസ്. ഇതില് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് വെച്ചാൽ അങ്ങനെയും അവൈലബിൾ ആണ്. ഇതൊക്കെ ദുപ്പട്ട എടുക്കുന്നുണ്ട് അല്ലേ? ഇത് നെറ്റില് ഇങ്ങനെ ബ്രോക്കേഡിന്റെ ക്ലോത്ത് വരുന്നത്. ഇതും വെറൈറ്റികളോണ്ട് വെറൈറ്റി. ഇത് ഫുൾ കാണുന്നത് വർക്കാണ് കേട്ടോ. ഈ കാണുന്നത് ഫുൾ പ്രിന്റ് ആണ്, പ്രിന്റ്. ഇതിൽ തന്നെ കളേഴ്സ് അവൈലബിൾ ആണ്, ഡിഫറെന്റ് കളേഴ്സ്. കേരള സ്റ്റൈല് പാവാട, കേരള സ്റ്റൈലിലുള്ളത്. അപ്പൊ ഇനി നമുക്ക് താഴത്തേക്ക് പോയാലോ? താഴത്തേക്ക് പോവാം. യെസ്, ഫൈനൽ ലാസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഓൾറെഡി ഇവിടെ പാക്കിംഗ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് ഫുൾ ഇപ്പോഴത്തെ സീസൺ അനുസരിച്ചിട്ട് ഇങ്ങനെ പാക്കിംഗ് പോയിക്കൊണ്ടിരിക്കുക, ബില്ലിംഗ് ചെക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ നടക്കട്ടെ. ഇനി ഈ ഫ്ലോറിൽ എന്താണ് കളക്ഷൻ? ബോയ്സിന്റെ ഷർട്ടും ടീഷർട്ടും. ഓക്കെ, അവിടെ ആ അറ്റത്ത് നിന്ന് തുടങ്ങാം അല്ലേ? യെസ്, ആ അറ്റത്ത് നിന്ന്. അപ്പൊ ബോയ്സ് എന്നുള്ള കുറച്ച് വലിയ ഏജ്
എല്ലാ സൈസ് 16 to 36 വരെ. 30 ഓക്കെ. അതിന്റെ ഷർട്ട്സ് മാത്രം ഇല്ല, ഇത് ടീഷർട്ട് ഷർട്ട് അപ്പുറത്തെ. ഓക്കെ, ടീഷർട്ട് മാത്രം. ടീഷർട്ട് ആകുമ്പോ എത്ര വരും ഈ ഒരു ബോക്സിൽ? ഈ ബോക്സിൽ 6 പീസ് 6 കളർ മിക്സ് ആയിട്ട് വരും. ഓക്കെ, 3 സൈസ് മിക്സ്. അപ്പൊ ടീഷർട്ടിന്റെ ഫുൾ സ്ലീവ്, ഹാഫ് സ്ലീവ്, അങ്ങനെ ബാക്കിൽ പ്രിന്റ്, അതിന്റെ ഒക്കെ വെറൈറ്റീസ് ഇപ്പൊ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതില് പല മോഡൽസ്, പല മെറ്റീരിയൽസിൽ അവൈലബിൾ. ഹുഡീസിൽ വേണോ, അതിൽ പോക്കറ്റ് ഉള്ളത് വേണ്ട, പ്ലെയിനിൽ വേണമെങ്കിൽ പ്ലെയിനിലുണ്ട്. ഇതൊക്കെ പല പല മെറ്റീരിയൽസിലാണ് കാണിക്കുന്നത്. ഫുൾ സ്ലീവ്, ഡിഫറെന്റ് ക്ലോത്ത്, ഡിഫറെന്റ് വെറൈറ്റി, റേഞ്ച് വൈസ്. ഈ സൈഡില് വർക്ക് ഉള്ളത് സ്ലീവിന്റെ. പിന്നത്തെ വെറൈറ്റി നോക്കിയേ, ഇതൊക്കെ ഹുഡീസിൽ തന്നെ സെൽഫ് എംബോസിൽ വരുന്നുണ്ട്, സെൽഫ് ഡിസൈൻ വരുന്നുണ്ട്, എംബോസിൽ വരുന്നുണ്ട്. കളേഴ്സ് ഒക്കെ ഡിഫറെന്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഓ, കുറച്ച് വലിയ സൈസിൽ ഇതിൽ ഇത്ര കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ വരുന്ന 6 ഈ ഹുഡീസ്, ഇതൊക്കെ ഫുൾ ഹുഡീസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ കാണിച്ചോണ്ടിരിക്കുന്ന ഫുള്ള് ഇതാ. ഇപ്പുറത്തും ഫുൾ സ്ലീവിന്റെ കളക്ഷൻ ആയിരുന്നു, ഇവിടെ ഹാഫ് സ്ലീവിന്റെ കളക്ഷൻ. ഹാഫ് സ്ലീവ് ടീഷർട്ടുകൾ മാത്രം. ഇത് ഈ പാക്കിംഗിൽ സൈസസ് ഡിഫറെന്റ് ആയിട്ടാ വരാം. 3 സൈസ് മിക്സ് ആയിട്ട് 6 പീസ്. അപ്പൊ ഒരു സൈസിൽ തന്നെ 2 പീസ് ആയിട്ട് അങ്ങനെ ആയിട്ടാ വരുന്നത്. ലേസിന്റെ മോഡൽ, ഏത് മോഡൽ? ഓപ്പൺ ടീഷർട്ട് അതെ, ഫുൾ ബട്ടൺ വന്നിട്ട് നീറ്റഡ് ക്ലോത്ത്. ഇപ്പൊ പുതിയ മോഡൽ ഇത് ഇതിലാ ഇപ്പൊ ഇത്തിരി ട്രെൻഡ് കൂടുതലാണ്. ഷർട്ട് ടൈപ്പ് ആയിട്ടുള്ളത്, ബാക്കിൽ ക്യൂബൻ കോളർ വന്നിട്ട് നല്ല ട്രെൻഡി ഐറ്റം. ക്യൂബൻ കോളറും ഇത്തിരി ഇപ്പൊ പിള്ളേർക്ക് ഇത്തിരി ട്രെൻഡ് ആയിട്ടുള്ള. അതുപോലെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കോളർ നെക്ക് വേണോ, റൗണ്ട് നെക്ക് വേണോ, ഇതിന്റെ ബാക്ക് പ്രിന്റ്, ഫുൾ സ്ലീവ് വേണോ, ഏത് മോഡൽ, ഏതും വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതൊരു വെറൈറ്റി ഹുഡീസില്. അതിലിങ്ങനെ ഒരു വൈറ്റ് കളർ ഇതൊക്കെ വന്നിട്ടുണ്ട്. ടീഷർട്ടിന് തന്നെ കുറെ മോഡൽസ് ഉണ്ട് കേട്ടോ. സീസൺ അനുസരിച്ചിട്ട് ഇങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റീസ് കിട്ടുന്നതായിരിക്കും. സൈസസും അവൈലബിൾ ആണ്. ഏത് ടൈം ഇവിടെ സ്റ്റോക്ക് ഓൺ ആണ് അല്ലേ? ഇത് ഷർട്ട് ഇപ്പോ ട്രെൻഡി ആയിട്ടുള്ള ഷർട്ട്സിന്റെ മോഡലാണ്. ഇപ്പൊ ഷർട്ടിന്റെ മോഡലുകൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പ്രിന്റുകൾ പല മെറ്റീരിയൽസിൽ അവൈലബിൾ ആണ്. ഇഷ്ടം പോലെ പ്രിന്റ് അവൈലബിൾ ആണ് അല്ലേ? ഇതൊക്കെ പല ക്യൂബൻ കോളറിൽ വെറൈറ്റി. ഇത് കുറച്ച് സോഫ്റ്റ് ഫാബ്രിക് അല്ലേ? ഇമ്പോർട്ടഡ് ഫാബ്രിക്. അത് കുറച്ച് സോഫ്റ്റ് ആണ്, ഇടാനും നല്ല ഡിജിറ്റൽ പ്രിന്റ്സ്. ഇത് നോക്കിയാൽ നല്ല സ്ട്രൈപ്സിൽ വന്നിട്ട് ചൈനീസ് കോളർ, നമ്മുടെ കുർത്ത മോഡൽ ചൈനീസ് കോളർ, ഹാഫ് സ്ലീവ്. ഇത് പ്ലെയിനിൽ വേണമെങ്കിൽ പ്ലെയിനില്, അങ്ങനെ വെറൈറ്റീസ് ഡിഫറെന്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. പിന്നെ ഇത് നോക്കിയ ഷർട്ടിൽ തന്നെ നമുക്ക് സ്ലീവ് ഷോർട്ട് ആയിട്ട് വരുന്നത്, അത് ക്യൂബൻ കോളറിൽ കേട്ടോ. ഇതിപ്പോ ട്രെൻഡ് ഉണ്ട്. ഇപ്പൊ ഇത് കുറച്ച് കൂടുതലാണ് ഈ ഒരു കോളർ ടൈപ്പ് ആയിട്ട് വരുന്നത്. ഷർട്ട്സിന്റെ ഇഷ്ടം പോലെ ഏത് മോഡലാണ്. കോഡ്രൈവ് വേണോ, പോപ്കോൺ വേണോ, പ്രിന്റഡ് വേണോ, അങ്ങനെ വെറൈറ്റീസ് വേണോ, ഫുൾ സ്ലീവ്, പ്രിന്റ്, പ്ലെയിൻ, ചെക്സ്, എംബ്രോയിഡറി വർക്ക്, കുർത്ത മോഡൽ, ചൈനീസ് കുർത്ത മോഡൽ ആയിട്ട് ചെക്ക് അടിപൊളിയായി എത്നിക് വെയർ ആയിട്ടുള്ള കുർത്ത, പാർട്ടി വെയർ ആയിട്ടുള്ളത്. വിത്ത് പാന്റ് എടുക്കല്ലേ? വിത്ത് പാന്റ് എടുക്ക. 2 പീസിന്റെ സെറ്റ് ആണ് ഇത്. ഫുൾ അതിന്റെ കളേഴ്സ് ആണ് കേട്ടോ. ഇത് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്, ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഇതൊന്നും ഇവിടെ തീരുന്നില്ല. ഇനിയും കളക്ഷൻസ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. പ്രിന്റ്, പ്ലെയിൻ, എല്ലാ വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഇവിടുത്തെ കളക്ഷൻസ് നമ്മൾ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഇവിടെ പാക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ പോവാളതാ. ഇതൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങ്, പാക്കിംഗ് നടക്കട്ടെ വേഗം സ്പീഡില്. ഇത് ഫുൾ ക്രിസ്മസിന്റെ കളക്ഷൻസ് അല്ലേ? ഓക്കെ, സെറ്റ് ആവട്ടെ. ഇതൊക്കെ ഇനി ഇതിലിങ്ങനെ നിറയ്ക്കാനുള്ളതാ. ഇതൊക്കെ ഓരോരുത്തരും എടുത്തു വെച്ചിട്ടുള്ള ഫുൾ ബണ്ടലുകളാണ് കേട്ടോ. ഇതൊക്കെ ഇനി ഓരോ കസ്റ്റമർക്ക് പോവാനുള്ളതാ പാക്കിംഗ് ചെയ്യുന്നത്. ഇതൊക്കെ ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണ്. വീഡിയോ കോൾ ത്രൂ ആയിട്ട് അവർ സെലക്ട് ചെയ്തിട്ടുള്ള ഐറ്റംസ് പൂവാനുള്ള ഐറ്റംസ് അല്ലേ? അടുത്ത ഇതൊക്കെ നമുക്ക് എന്താ പറയാ, അടുത്ത് പോയിട്ട് കാണാൻ പറ്റില്ല. കാരണം എല്ലാത്തിന്റെയും പേരുകൾ കടയുടെ വേറെ പേരുകൾ. അപ്പൊ അവരുടെ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് നമുക്ക് അത് സൂം ചെയ്ത് അത്രയും കാണിക്കാൻ പാടില്ലാത്തതാ. ഇനി ഇനോഗ്രേഷൻ സമയം ആയി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് രാജധാനി ഫാബ്രിക്കിന്റെ ഒരു കളക്ഷൻസ് ഉണ്ട്. അവിടെയും കൂടി ഒന്ന് കയറിയിട്ട് ജസ്റ്റ് ഇനോഗ്രേഷന്റെ ആ ഒരു ചടങ്ങിലേക്ക് കിടക്കാം. അപ്പോഴേക്കും ഇവരൊക്കെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി നല്ല കുട്ടപ്പന്മാരൊക്കെ ആയിട്ട് അങ്ങോട്ട് എത്തുന്നതായിരിക്കും. പോവാം നമുക്ക്. ഓക്കെ, സെറ്റ് പോവാം. ഇവിടുന്ന് ഈ ബിൽഡിംഗിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത് കേട്ടോ. ഇത് മൊത്തം രാജധാനി ഫാഷൻ. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോണത് രാജധാനി ഫാബ്രിക്. ഇവിടെ എന്ന് വെച്ചാൽ ഫാബ്രിക്സ് അതുപോലെ തന്നെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിൻ്റെ ഒരു ഫുൾ കളക്ഷൻസ് സെപ്പറേറ്റ് ഒരു ഇത് തന്നെ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കളക്ഷനിൽ എത്ര ഫ്ലോർ ഉണ്ട് നമുക്ക് ചോദിച്ചാൽ ഏകദേശം ഒരു 3-4 ഫ്ലോർ നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം എന്താണ് ഇവിടുത്തെ വെറൈറ്റീസ്. ചോദിക്കുകയാണെങ്കിൽ മൊത്തം റണ്ണിങ് ഫാബ്രിക്സിന്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ്, ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ്. ഇവിടുന്ന് ഒന്ന് ജസ്റ്റ് ഓടിപ്പിച്ച് പോവാം. നമുക്ക് എന്തൊക്കെ വെറൈറ്റീസ് ഒക്കെ റണ്ണിങ് മെറ്റീരിയൽസ് ആണ്. ഹോൾസെയിൽ ആയിട്ട് എടുക്കണം, ബൾക്കായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ തിരക്കുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ബണ്ടിൽ പാക്കിംഗ് പോവാനുള്ളതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടില്ല. അതിൽ കോട്ടൺ വേണോ, അജ്രക് വേണോ, അങ്ങനെ എല്ലാ തരം വെറൈറ്റീസ് ഉണ്ട് അല്ലേ? എല്ലാ തരം വെറൈറ്റീസ് അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ കളക്ഷൻസും അതുപോലെ തന്നെ റണ്ണിങ് മെറ്റീരിയൽസ്. ഈ ഫ്ലോർ ഫുൾ റണ്ണിങ് മെറ്റീരിയൽസ്. ഈ ഫ്ലോർ ഫുൾ റണ്ണിങ് മെറ്റീരിയൽസ്. ഇതൊക്കെ മൊത്തം കാന്ത, കോട്ടൻ്റെ ഫാബ്രിക്സ്.
കാംബ്രിക് കോട്ടൺ ഇങ്ങോട്ട് വാ. കാംബ്രിക് കോട്ടൻ്റെ പറ. ജയ്പൂർ കോട്ടൺ കാംബ്രിക്സ്, പിന്നെ ആ ഭാഗം ഡയബിൾ ഫാബ്രിക്സ്. ജയ്പൂർ കോട്ടന്റെ കളക്ഷൻസ് ആണ് ഇത്. അതിൽ കാന്ത പ്രിന്റ്, അജറക് പ്രിന്റ്, അങ്ങനെ എല്ലാ തരം പ്രിന്റ്സിൽ വരുന്ന ഒരു സെക്ഷൻ ആണ്. ഈ ഒരു സെക്ഷൻ പറയുമ്പോൾ ഡയബിൾ ഫാബ്രിക്സിന്റെ ആണ് ഫുൾ സെക്ഷൻ വരുന്നത് കേട്ടോ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല, ഫാബ്രിക്സ് ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കാം. പക്ഷെ എന്തായാലും ആ സെറ്റ് ഫുൾ അങ്ങനെ തന്നെ എടുക്കണം, ബൾക്കാണ് വരുന്നത്. ഇനി അടുത്ത ഫ്ലോറിലേക്ക് പോയാലോ നമുക്ക്? അടുത്ത ഫ്ലോറിലാണെങ്കിൽ ഇവിടെ മൊത്തം മെയിൻ ഫാബ്രിക്സ്, നെറ്റിന്റെ ഫാബ്രിക്സ്, നെറ്റില് വർക്ക് ഉള്ളതാണ് കേട്ടോ. ഈ ഫുൾ കാണുന്നത് നെറ്റിൽ വർക്ക് ഉള്ളത്. പിന്നെ സീസൺ അനുസരിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ മാറി ഇരിക്കുന്ന കുറെ വെറൈറ്റി കളക്ഷൻസ്, നെറ്റിൽ വർക്ക് ഉള്ളത്, സീക്വൻസ് വർക്ക്, ത്രെഡ് വർക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. ഓരോന്നോരോന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. എന്തായാലും ഫാബ്രിക്സിന്റെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസ് കിട്ടും. ഫുൾക്കാരിയില്, കോട്ട ചെക്കില്, പിന്നെ ഡിജിറ്റൽ പ്രിന്റ്, ക്രേപ്പില്, പിന്നെ വരുന്നത് ഹക്കോബയില് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു സൈഡ് ക്രേപ്പ് അല്ലേ ഇത് ഫുള്ള്? അല്ല, ഇതെല്ലാം ഫാൻസി ടിഷ്യൂ ഫാബ്രിക്സ്, ഡിജിറ്റൽ പ്രിന്റ്സ്, വിസ്കോസ് ഫാബ്രിക്സ്, കളർ അങ്ങനെയാണ്. അങ്ങനെ എന്നുവെച്ചാൽ പ്ലെയിൻ ഫാബ്രിക്സില്. ഇത് ലൂറെക്സില്, ഇത് ക്രേപ്പ് പ്രിന്റഡ്. ഇതൊക്കെ എന്തായിട്ടാ? ക്രേപ്പ് പ്രിന്റഡ് ക്രേപ്പില്. ഇത് കുറച്ച് മൂവിങ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് വരുന്നത്. പ്ലെയിൻ ജോർജറ്റിൽ വരുന്നത്, വെൽവെറ്റിൽ വരുന്നുണ്ട്, അങ്ങനെ ഫാബ്രിക്സ്. അപ്പൊ ഇത് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ്. ജസ്റ്റ് ഇങ്ങനെ ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫുൾ കളക്ഷൻസ് ആണ്, ഫുൾ റണ്ണിങ് ഫാബ്രിക്സിന്റെ കളക്ഷൻ. ഇനി നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോവാം. ഫ്ലോറിലും മൊത്തം ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ നിറച്ചിട്ടൊക്കെയാണ് കണ്ടോ, ഇഷ്ടം പോലെ കളക്ഷൻസ്. അപ്പൊ മുകളിലത്തെ അടുത്ത ഫ്ലോറിലേക്ക് പോകാം. സെക്കൻഡ് ഫ്ലോറിലാണെങ്കിൽ മൊത്തം ദുപ്പട്ടാസും അതുപോലെ തന്നെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ അല്ലേ? അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ കളക്ഷൻസ് ആണ് ഇവിടെ മൊത്തം ഇരിക്കുന്നത്. അത് എല്ലാ ടൈപ്പുള്ള ഫാബ്രിക്സ് ഒക്കെ അവൈലബിൾ ആണ്, എല്ലാ റേഞ്ചിലുള്ള ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ പല ഫാബ്രിക്സ് അവൈലബിൾ ആണ്. ഇത് ഫുൾ ദുപ്പട്ടാസാ? ഓ അടിപൊളി കേട്ടോ. ഇത് മോഡലല്ലേ? മോഡൽ പ്യുവർ മോഡലില് ദുപ്പട്ടാസ് നോക്കി, അജ്രക്കിന്റെ പ്രിന്റിൽ. ഇതൊക്കെ ഏത് മോഡൽ വേണമെങ്കിലും ദുപ്പട്ടാസ് മാത്രം കിട്ടുന്ന ഒരു സ്ഥലം. ഈ സൈഡും ഫുൾ ദുപ്പട്ടാസാ? ഇത് ഫുൾ ദുപ്പട്ടാസിന്റെ പല മോഡൽസ്, പല വെറൈറ്റീസിൽ വരുന്നുണ്ട് കേട്ടോ. ഇത് ഫുൾ ദുപ്പട്ടാസ് തന്നെയാണ് വരുന്നത്. ഇത് അൺസ്റ്റിച്ചഡ്, ഇവിടെ അൺസ്റ്റിച്ചഡ്. അതില് കോട്ട ചെക്കില്, ചിക്കൻ കാരി വർക്കില്, ജോർജറ്റില് വർക്ക് ഉള്ളത്, അങ്ങനെ വെറൈറ്റീസ്. ഇത് മോഡൽ അല്ലേ? അൺസ്റ്റിച്ചഡ് മോഡലില് കേട്ടോ. ഇത് ടോപ്പ് ദുപ്പട്ട സെറ്റ് എന്ന് വെച്ചാൽ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഇത് ഫുള്ള് വരുന്നത് അൺസ്റ്റിച്ചഡ് എന്ന് വെച്ചാൽ സൂട്ട് ഐറ്റംസ്, നമുക്ക് തയ്ക്കാൻ പറ്റിയ ഐറ്റംസ് കേട്ടോ. ഇത് ഫുൾ അത് തന്നെയാണ് വരുന്നത് അല്ലേ? ഒരെണ്ണം ഒന്ന് എടുത്ത് ജസ്റ്റ് കാണിക്കുന്നു മാത്രമല്ല, അങ്ങനത്തെ വെറൈറ്റീസ് ഇത് മാത്രമല്ല, ഇഷ്ടംപോലെ വെറൈറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട്. ഇത് ഫുൾ അൺസ്റ്റിച്ചഡ് ആണ് കേട്ടോ ഈ കാണിക്കുന്നത് മൊത്തം. അതിൽ കോട്ടണിൽ വരുന്നത് ചുങ്കടി ഇത് പിടിച്ചേ, മോഡൽ ചുങ്കടി. ഇതിപ്പോൾ ഇത്രയും ട്രെൻഡ് കൂടുതലായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഈ ഒരു സംഭവം ചുങ്കടിയിൽ. ഇത് അൺസ്റ്റിച്ചഡ് ആണ്. ഇങ്ങനത്തെ പ്യുവർ ആയിട്ടുള്ള അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഫ്രണ്ട് ലുക്ക് അല്ലേ ഭയ്യ? കോലോ മലയാളിയാണ്? ഹിന്ദി മറുപടി ഇതാണ് ഇതിന്റെ ടോപ്പ് പോർഷൻ. ഇത് ഫുള്ള് ലുക്ക് കേട്ടോ. ഇത് യോക്കിന്റെ വർക്കൊക്കെ വരുന്നത് ചുങ്കടിയിൽ കേട്ടോ. നല്ല പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക്. കൈയിന്റെ പോർഷനാണ് ഈ ബാക്കിൽ കാണുന്നത്. അതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട. ഇതിന്റെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ജസ്റ്റ് ഇവിടെ പുറത്തിരിക്കണ കണ്ടപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു എന്ന് മാത്രമല്ല, ഇത് കൂടാണ്ട് ഇവിടെ എല്ലാ തരം ഫാബ്രിക്കിന്റെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ കളക്ഷൻസ് ഇവിടെയും ഉണ്ട്. ഇവിടെ നിലത്തും ഇരിക്കുന്നുണ്ട്. അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട്. കളക്ഷൻസ് ഇപ്പോൾ കാണിക്കാൻ നിന്നാൽ കുറേ ടൈം കൂടും. ഓൾറെഡി 1.5 hours മുകളിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ ഒരു ഫ്ലോറിന്റെ സെക്ഷൻ ആണ് ഈ ഒരു സെക്ഷൻ വരുന്നത്, സെക്കൻഡ് ഫ്ലോർ. അപ്പൊ ഇനി തേർഡ് ഫ്ലോറിലേക്ക് പോവാം. ഈ ഒരു സെക്ഷനിലാണെങ്കിൽ ഫുൾ നമുക്ക് ലൈനിങ് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ലൈനിങ്ങിന്റെ ക്രേപ്പ് കോട്ടൺ ആൻഡ് സാട്ടൺ. ക്രേപ്പ് ഈ ഒരു സൈഡ് ഫുൾ കാണുന്നത് ക്രേപ്പിന്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സാറ്റനും ഉണ്ട്. പിന്നെ വരുന്നത് ഇത് കോട്ടന്റെ ലൈനിങ്. ഇതും അത് കാണുന്നതൊക്കെ കോട്ടന്റെ ലൈനിങ്ങിന്റെ. അതായത് ഇവിടെയും ഉണ്ട് പ്ലെയിൻ നെറ്റ്, സാറ്റൻ ലൈനിങ്. അതൊക്കെ ഫുൾ എല്ലാം കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ വന്നൊന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇത് ഫുൾ ഫ്ലോർ വരുന്നത് നമുക്ക് ലൈനിങ്ങിന്റെ ഒരു സെക്ഷനാണ് വരുന്നത്. ഈ ഒരു സൈഡും ഉണ്ട്, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഉണ്ട്. ഈ പ്ലെയിൻ ഇരിക്കുന്നത് ദാമന്റെ വർക്കൊക്കെ ആയിട്ടുള്ളത്. ഇതൊക്കെ എന്താ? തുണി തന്നെയാണ്. റണ്ണിങ് സാരിക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്നത് കേട്ടോ. ഇവിടെയും ഫൈബ്രിക്സ് ഒക്കെ തന്നെയാണ്. ഇത് വർക്ക് ടൈപ്പ് ആയിട്ടുള്ളത് ഹക്കോബേര കളക്ഷൻസ് ആണ് ഇത് ഫുൾ വരുന്നത്. അപ്പൊ ഇങ്ങനെ ചുറ്റി നോക്കിയാണെങ്കിൽ മൊത്തം കറങ്ങാനേ നേരം ഉണ്ടാവുള്ളൂ. അടുത്ത ഫ്ലോറിലേക്ക് പോയാലോ? ഇതോട് കൂടി കഴിഞ്ഞു. എത്ര? മൊത്തം 4 ഫ്ലോർ. ഓക്കെ, അങ്ങനെ മൊത്തം 4 ഫ്ലോറാണ് വരുന്നത്. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറും പിന്നെ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് മൊത്തം 4 ഫ്ലോർ. അപ്പൊ ഇനി അടുത്ത ഒരു ഷോപ്പിലേക്ക് പോവാം. അവിടെ ഇനോഗ്രേഷന്റെ സമയമായിട്ടുണ്ട്. ഏകദേശം ഒരു 11 മണിക്കാണ് ഇനോഗ്രേഷൻ. അപ്പോഴേക്ക് ഇവർക്കൊക്കെ റെഡി ആയിട്ട് വരണം. അപ്പൊ എന്തായാലും നമുക്ക് താഴത്തേക്ക് പോവാം ഇനോഗ്രേഷന്റെ അവിടേക്ക്. ഇവിടെയൊക്കെ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, വെറൈറ്റീസ്, ഫുൾ റണ്ണിങ് മെറ്റീരിയൽസ്.
റണ്ണിങ് മെറ്റീരിയൽസ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഇനോഗ്രേഷൻ അവിടെ സമയമായിട്ടുണ്ട്. ചെണ്ടമേള കൊട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇവരൊക്കെ സമയമായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നോക്കാം. നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരു 11 മണിയാണ് സമയം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10:15 ആയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ നേരത്തെയാണ്. നേരം വൈകിയ മിസ്സാവണ്ട. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. മൂന്നാമത്തെ ഒരു ഷോപ്പിലേക്ക് നമുക്ക് കയറി പോവാം. ഇനോഗ്രേഷൻ ഹായ്, ഇനോഗ്രേഷൻ സമയമായിട്ടുണ്ട്. ഇപ്പൊ കട്ട് ചെയ്യാൻ പോവാണ്. നമസ്തേ. വാസി നിക്കൽ അറിയോ? വാസി അറിയോ? ഓക്കെ. അപ്പൊ ഇനി ഇനോഗ്രേഷന് വേണ്ടി വെയിറ്റിംഗ് ആണ്. മൊത്തം തിരക്ക്. ഇവിടെ വരാം, നമുക്ക് നോക്കാം തിരക്കൊക്കെ. എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് എന്താണെന്നുള്ളത് വരും. എന്തൊക്കെയോ ഉണ്ട് സംഭവങ്ങള്. സമോസ, കച്ചോരി. ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. 1 മിനിറ്റാ. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ചായ ഉണ്ട്, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. യെല്ലോ മേവോ ദിഖാനേക്ക് ലിസ്റ്റ്. താങ്ക് യു. അപ്പൊ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാം കട്ട് ചെയ്യാൻ വേണ്ടിട്ട്. റിബൺ കട്ടിങ് കഴിക്കണല്ലേ? കാണിക്കാൻ പാടില്ല. അത് കഴിക്കാനുള്ളതാണ്. ആദ്യം കഴിച്ചോ, എന്നിട്ട് നമുക്ക് ബാക്കി കാണിച്ചാൽ മതി. എന്തൊക്കെ പറയണോ പിന്നെ ആദ്യം കഴിക്കാം, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മതി റിബൺ കട്ടിങ്. ഓക്കെ, താങ്ക് യു. അടിപൊളി അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഇപ്പൊ എല്ലാരും വെയിറ്റിംഗ് ആണ്. നമുക്ക് ഉള്ളിലേക്ക് പ്രവേശനം ഇല്ല. എന്തായാലും കട്ടിങ് കഴിഞ്ഞിട്ടാണ് പ്രവേശനം ഉള്ളൂ. ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഫുൾ മെൻസ് വെയറുടെ മാത്രമാണ് കേട്ടോ. കിतना ഫ്ലോർ का ये? 5 ഫ്ലോർ ഫുൾ മെൻസ് വെയർ. 5 ഫ്ലോർ ഫുൾ മെൻസ് വെയറുടെ, അതും ട്രെൻഡിങ് ആയിട്ടുള്ളത്, കാഷ്വൽസ് ആയിട്ടുള്ള, അങ്ങനെ എല്ലാ തരം വെറൈറ്റീസ് നമുക്ക് മെൻസ് വെയറുടെ സെപ്പറേറ്റ് ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. അത് രാജധാനി ക്ലോത്തിങ് എന്നുള്ള പേരിലാണ് കേട്ടോ. ദി സ്റ്റൈൽ യു ഡിസേർവ്. ഇനി വെയിറ്റിംഗ്. बहुत बहुत धन्यवाद कि आपका सपोर्ट, आपका हौसला देखिए हम भी आगे बढ़ रहा है. താഴത്തെ ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോറിൽ നല്ല തിരക്കാണ്. ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് കേട്ടോ. അപ്പൊ അതൊന്നും ഇനി ഞാൻ കാണിക്കില്ല കൂടുതൽ, കാരണം അവരൊക്കെ ബിസിയാണ്. ഇനിയിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ മൊത്തം ഷർട്ട്സ് ആണ്. ഷർട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്മോൾ സൈസ് തൊട്ട് 44 സൈസിന്റെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ പ്രിന്റിൽ വേണോ, ചെക്കിൽ വേണോ, ഇങ്ങനെ വർക്കുള്ളത് വേണോ, സ്ലീവ് കുറഞ്ഞത് വേണോ, ഷോർട്ട് സ്ലീവോ ഫുൾ സ്ലീവോ, എങ്ങനത്തെ മോഡൽ, എങ്ങനത്തെ ഡിസൈൻസ് വേണമെങ്കിലും ഷർട്ട്സിന്റെ പ്ലെയിൻ വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ. എല്ലാ തരം വെറൈറ്റി ഷർട്ട്സിന്റെ ഒരു സെക്ഷനാണ് ഈ ഒരു ഫുൾ ഫ്ലോർ. കളക്ഷൻസ് എടുക്കാൻ പറ്റുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഇനോഗ്രേഷൻ നടക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളുണ്ട്. ഇവർ പാവങ്ങൾ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ മുകളിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ എന്താ വെറൈറ്റി ഉള്ളതെന്ന് പറയുമോ? ഇവിടെ പ്രിന്റഡ്, പ്ലെയിൻസ്, പ്ലെയിനിൽ പ്രിന്റ് എല്ലാം ഉണ്ട്. എന്ത് കുർത്തീസും ഉണ്ട്, ഷർട്ട്സും ഉണ്ട്, എല്ലാം ഉണ്ട്. കുർത്തീസ്, ഷർട്ട്സ്. കുർത്തീസ് എന്ന് ചോദിച്ചത് ലേഡീസിന്റെ കുർത്തീസ് ആണോ? ലേഡീസ് അല്ല, അല്ലാതെ ജെന്റ്സിന്റെ ഉണ്ടാവില്ല. അതൊക്കെ ഈ ഒരു ഫ്ലോറിലാണ്. ഓക്കെ, ഈ ഒരു ഫ്ലോറിൽ മൊത്തം എന്ന് വെച്ചാൽ മുകളിലേക്ക് ഇടാൻ പറ്റിയിട്ടുള്ള എല്ലാ ഐറ്റംസ് ഈ ഒരു ഫ്ലോറിലുണ്ട്. ഇനി നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോവാം. തിരക്കായതുകൊണ്ട് വേറെ ആരും നമുക്ക് കിട്ടാല്ലേ. ഇതൊക്കെ പാക്ക് പുതിയത് വന്നിട്ടുള്ളതാ. ഒക്കെ അങ്ങോട്ട് ഇറക്ക്. ഇതാ ഓരോ കസ്റ്റമേഴ്സ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. പോവാ. സെക്കൻഡ് ഫ്ലോർ മൊത്തം ജീൻസിന്റെ കളക്ഷൻസാണ്. ജീൻസും ഷോർട്ട്സും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ പാക്കിങ്ങും നടക്കുന്നുണ്ട്. എന്താ സംഭവം ഇതിനോ? ഇവിടെ എന്താ ഉള്ളത്? മലയാളം അറിയില്ലേ? ആ വേണ്ട വേണ്ട വേണ്ട, ഹിന്ദി മതി, ഹിന്ദി മതി.
പറയും ഇവിടെ എന്താ ഐറ്റം ജീൻസ് ആണ്, ജീൻസ്, ഷോർട്സ്, കാപ്രീസ്, ഫുൾ ലോവർ എല്ലാ ഐറ്റം ഉണ്ട് ഇവിടെ. എല്ലാ ഐറ്റംസ് ഉണ്ട് എന്ന് വെച്ചാൽ ജീൻസിന്റെ മൊത്തം സൈസസ് എങ്ങനെയാ പറഞ്ഞത്? 28, 34. 34 സൈസ് വരെ ഇവിടെ അവൈലബിൾ ആണ്. ബാക്കി ജസ്റ്റ് ഈ കൗണ്ടർ മൊത്തം ഇങ്ങനെ ഓടിപ്പിച്ച് നോക്കാം, കാരണം കളക്ഷൻസ് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ, അത്രയും തിരക്കിലാണ്. അപ്പൊ ഇനോഗ്രേഷൻ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫുൾ സെക്ഷൻ വരുന്നത് പാൻസിന്റെ സെക്ഷൻ, ഷോർട്സിന്റെ സെക്ഷൻ. ഇനി അടുത്ത ഫ്ലോറിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ടീഷർട്ട് ലാസ്റ്റ് ഫ്ലോർ ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് 3rd ഫ്ലോർ അല്ലേ? ഇത് 3rd ഫ്ലോർ. മുകളിലില്ലല്ലോ ഇനി ഇതിന്റെ മുകളിലേക്കില്ലല്ലോ. ആ, ഇത് ലാസ്റ്റ് ഫ്ലോർ മൊത്തം ടീഷർട്ടിന്റെ കളക്ഷൻസ് ആണ്. ടീഷർട്ട് മെൻസിന്റെ ടീഷർട്ടിന്റെ കളക്ഷൻസ് ആണ്. നോക്കിയത് നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ബോക്സിലായതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. തിരക്കായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓടിപ്പിച്ച് കാണാനാ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ ഒതുക്കിക്കൊണ്ടിരിക്കണം. എന്താന്ന് ചോദിക്കാം. ഹലോ, ഇങ്ങോട്ട് വരുമോ? മലയാളം ഹിന്ദിയാ? കുച്ച് ബി ചലേഗാ, ആ ജാओ. ഇവിടെ എന്താ വെറൈറ്റി ഈ ഒരു ഫ്ലോറിൽ കിട്ടുന്നത്? ടീഷർട്ട് ആണോ അവിടെ? ഫുൾ ഹാഫ് സ്ലീവ്, ഫുൾ സ്ലീവ്, റൗണ്ട് നെക്ക്, കോളർ എല്ലാം ഉണ്ടോ? എല്ലാം ടീഷർട്ടിന്റെ വെറൈറ്റീസ് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഒക്കെ ഈ ഫ്ലോറിൽ അവൈലബിൾ ആണ്. കളക്ഷൻസ് ഒരു എക്സ്ക്ലൂസീവ് ധമാക കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഈ ഒരു രാജധാനി ക്ലോത്തിങ് എന്ന് പറഞ്ഞാൽ മെൻസ് വെയർ, കാരണം ഈ ഒരു ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, 2 മണിക്കൂറിന് മേലെ ആയിട്ടുണ്ട്. പിന്നെ ഇനി മുകളിലത്തെ ഫ്ലോർ എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റാഫ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു രാജസ്ഥാനി സ്റ്റാഫ് ഒരു 200+ ഇങ്ങോട്ട് വാ, ആളവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പറ. 200+ സ്റ്റാഫ്സ്, രാജസ്ഥാനി സ്റ്റാഫിനുള്ള ഫുഡ് ക്യാൻറ്റീൻ അവിടെയാണ് ഫുഡ് കറി. അപ്പൊ ഞങ്ങൾക്ക് അടിപൊളി ഒരു ഫുഡൊക്കെ കിട്ടി ഇവിടുന്ന്. അപ്പൊ ഇവിടെ രാവും പകരം എല്ലാ സമയം ഫുഡ് കിട്ടുന്നതായിരിക്കും, സമയം അനുസരിച്ചിട്ട് കേട്ടോ. അതുപോലെ തന്നെ താമസമൊക്കെ ഇവർക്ക് ഇതൊന്നല്ല ഇവിടുത്തെ കളക്ഷൻസ് ആണ്. ഇനോഗ്രേഷൻ സൂപ്പർ ആയിരുന്നു. അപ്പൊ ഇനോഗ്രേഷന്റെ സമയത്ത് ഇനോഗ്രേഷന്റെ ആൾക്കാർക്ക് വന്നവർക്ക് ഗസ്റ്റ് ഒക്കെ പുറത്ത് ആയിരുന്നു, അവർക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചു എന്ന് മാത്രം. അപ്പൊ എന്തായാലും ഫുഡും അടിപൊളിയായിരുന്നു, കളക്ഷൻസ് അടിപൊളി സൂപ്പറാണ്. ഇനി നമുക്ക് പാർക്കിംഗ് സൗകര്യം ഉണ്ട്, അതൊന്ന് കാണിച്ചു കൊടുത്താലോ? ഫ്രണ്ടിലേക്ക് പോവാം. ഇനോഗ്രേഷൻ തിരക്കായിരുന്നു. അപ്പൊ ആ ഒരു തിരക്കിന്റെ ഇടയിലാണ് ഞങ്ങൾ ഈ ഒരു ഗ്യാപ്പിൽ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം പാർക്കിംഗ് ചോദിക്കാൻ വേണ്ടി. പാർക്കിംഗ് ഉണ്ടായിരുന്നു ഈ ബിൽഡിങ്ങിന്റെ തൊട്ട് സൈഡിൽ പോവാണെങ്കിൽ അവിടെയും പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെയും പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇഷ്ടം പോലെ കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിലെ കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ശരിക്കും ആ ഒരു 2 ബിൽഡിംഗ് കളക്ഷൻ കാണിക്കാനുണ്ട്, സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അടുത്ത വീഡിയോയിലേക്ക് അടുത്ത ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആയിട്ട് നമുക്ക് ആ ഒരു സെപ്പറേറ്റ് 2 കടയായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഇത് മാത്രമല്ല, ഇതൊരു 8 ഫ്ലോർ ആയിട്ടുള്ള ഒരു ഫുൾ രാജധാനി ഫാഷൻ, അതുപോലെ തന്നെ ഒരു 4 ഫ്ലോർ ഫുൾ രാജധാനി ഫാബ്രിക്, പിന്നെ രാജധാനി ക്ലോത്തിങ്, അത് മൊത്തം മെൻസ് വെയർ കളക്ഷൻസ്. അപ്പൊ ഫുൾ 3 ബിൽഡിംഗ് മൊത്തം ഹോൾസെയിൽ ആണ് കേട്ടോ, നോ റീറ്റെയിൽ. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.